നമ്മൾ ഇനി നേരെ ജമ്പ് ചെയ്യുന്നത് ബജറ്റിലേക്ക്. അപ്പൊ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറഞ്ഞത് മാത്രം. സോ ഇഫ് യു ലുക്ക് ഇൻ ടു ദി ബജറ്റ് ഓഫ് 2026-2027, 2026-27 ബജറ്റിൽ നോക്കുമ്പോൾ നേരെ പോയി നിങ്ങൾക്ക് ബജറ്റ് ഡോക്യുമെന്റ് അവൈലബിൾ ആണ്. യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദി ഇന്റർനെറ്റ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് ബജറ്റ് ഡോക്യുമെന്റ്, ബജറ്റിന്റെ ഓവർവ്യൂ, ഇങ്ങനത്തെ സംഗതികളൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദർ ഈസ് എ ഡോക്യുമെന്റ് റിലീസ്ഡ് ബിഫോർ ദി ബജറ്റ് അവതരണത്തിന് മുമ്പ് റിലീസ് ചെയ്യുന്ന മറ്റൊരു ഡോക്യുമെന്റ് ഉണ്ട്. എന്താണെന്നറിയോ? അതിന്റെ പേരാണ് നമ്മുടെ എക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ, എക്കണോമിക് സർവേ. അപ്പൊ എക്കണോമിക് സർവേ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്, അതുപോലെ ബജറ്റ് എന്ന് പറയുന്ന ഡോക്യുമെന്റും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഡോക്യുമെന്റും ആക്ച്വലി കോറിലേറ്റഡ് ആണ്, പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. ഇപ്പൊ പഠിക്കുമ്പോൾ പരമാവധി രണ്ട് ഡോക്യുമെന്റും വച്ചു പഠിക്കാൻ തന്നെ ശ്രമിക്കണം നമ്മൾ. ഒരു ഡിഗ്രി ലെവൽ എക്സാം പെർസ്പെക്റ്റീവിലേക്ക് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നതാണ്. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ ഹാവ് എന്താ പറയുക, മേക്ക് ഇറ്റ് ഡൗൺ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് ചുരുക്കി ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പൊ നമ്മൾ ബജറ്റിലേക്ക് പോകുമ്പോൾ പൊതുവെ എല്ലാവരും നേരെ ബജറ്റ് ഡോക്യുമെന്റ് എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിലേക്ക് പോകുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ അവിടെ ചെറിയ കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ, പുതിയ പുതിയ ടേംസ് നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്. സി, we have to extract the points which are completely necessary for our exam point of view. എക്സാമിന് നെസസറി ആയിട്ടുള്ള പോയിന്റുകളെ മാത്രം നമ്മുടെ ഈ ബജറ്റിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ള നമ്മുടെ പർപ്പസ്. ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ ബജറ്റ് പിന്നെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ ഇന്നലെ ഒരുപാട് നേരം ഞാനിരുന്ന് നോക്കിയതാണ്. ഇന്നലെ വെളുപ്പിന് ഒരു 4:30 വരെയൊക്കെ ഇരുന്നിട്ട് എനിക്ക് ഈ ബജറ്റ് അനലൈസ് ചെയ്യലായിരുന്നു ജോലി. അപ്പൊ ഈ ബജറ്റ് അനാലിസിസ് ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ ബജറ്റുകൾ പൊതുവെ നമ്മൾ പല ബജറ്റും സൂചിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഇത് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ബജറ്റ് ആണെന്ന് പറയാറുണ്ട് അല്ലെ. പൊതുവെ നമ്മൾ പറയുന്നതാണ് ദിസ് ഇസ് എ ബജറ്റ് ഫോക്കസ്ഡ് ഓൺ ദി അപ്കമിങ് ഇലക്ഷൻസ്. വരാനിരിക്കുന്ന ഇലക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റാണ്. ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് ബജറ്റിലൂടെയാണെന്ന് എല്ലാവരും കരുതും. ആൾക്കാർക്കായാലും സംസ്ഥാനങ്ങളായാലും നമ്മളിങ്ങനെ നോക്കിയിരിക്കും ആ ബജറ്റ് പ്രഖ്യാപനത്തിൽ എന്തോ വരുന്നുണ്ട്, നമുക്ക് വേണ്ടി എന്താ ബെനിഫിറ്റ് ഉള്ളത്. നമുക്ക് എപ്പോഴും ഒരു വാവ് മൂവ്മെന്റ് വേണം. ബജറ്റിൽ നിന്ന് എപ്പോഴും നമുക്കൊരു വാവ് മൂവ്മെന്റ് വേണം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വന്നിട്ട് നിങ്ങളിപ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരാണ്, നാളെ മുതൽ നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല, യു വിൽ ബി ഫ്രീ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം ബജറ്റിനകത്ത് വരികയാണ്. ഫ്രം ടുമോറോ ഓൺവേർഡ്സ് അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് ഓൺവേർഡ്സ് നോ സിറ്റിസൺ ഫ്രം ഇന്ത്യ ഹാസ് ടു ആക്ച്വലി പേ ദി ഇൻകം ടാക്സസ് എന്നൊരു പ്രഖ്യാപനം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമന്റെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എവറിബഡി വിൽ ബി ഹാപ്പി. ദാറ്റ്സ് എ വാവ് മൂവ്മെന്റ്. അതൊരു വാവ് മൂവ്മെന്റ്. കൊള്ളാം, അടിപൊളി. അപ്പൊ എനിക്ക് നാളെ തൊട്ട് ടാക്സ് അടയ്ക്കേണ്ട ആ കാശും കൂടി എന്റെ പോക്കറ്റിൽ ഇരിക്കും, എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അത്രയും കാശും കൂടി അല്ലെ. ഇതൊരു വാവ് മൂവ്മെന്റ് ആണ്. അതുപോലെ കർഷകർക്ക് വേണ്ടി പറയുകയാണ്, നാളെ തൊട്ട് കർഷകർക്കായിട്ട് എല്ലാ മാസവും പ്രതിമാസം 10,000 രൂപ വീതം ഒരു സബ്സിഡൈസ്ഡ് എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ കർഷകർക്കും 10,000 രൂപ വീതം പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് എ വാവ് മൂവ്മെന്റ്. അടിപൊളി, അതൊരു വാവ് മൂവ്മെന്റ് ആണ്. ഇങ്ങനെ പറയുന്ന വാവ് മൂവ്മെന്റ്സ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബജറ്റിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ബിക്കോസ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ വാവ് മൊമെന്റ്സ് എല്ലാം പർട്ടിക്കുലർലി ഒരു പരിധി വരെയൊക്കെ ഈ നമ്മുടെ ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ടൊക്കെ കാണാറുണ്ട്. പലരും വാവ് മൊമെന്റ്സിൽ തരുന്ന ഇത്തരത്തിലുള്ള എന്താ പറയാ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ പിന്നെ ബജറ്റിൽ വരുന്ന പ്രയോഗങ്ങളൊക്കെ പൊതുവെ അതൊരു എന്താ പറയുക, ഒരു ഇലക്ഷൻ പെർസ്പെക്റ്റീവ് എന്ന രീതിയിൽ നമുക്ക് നോക്കി കാണേണ്ടി വരും. ഓഫറിങ്സ് ആണ് ഇതെല്ലാം. ഇന്ന സംഗതികൾ തരാം, ഇപ്പൊ ഞങ്ങളെ ബജറ്റ് അവതരിപ്പിക്കുകയാണ്, അടുത്ത ഗവൺമെന്റ് ആയിട്ട് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കണം, എങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്താൻ പോകുന്നതെന്ന് കാണുമ്പോൾ ഒരു പരിധി വരെ ആ ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാഹചര്യം ഒരുക്കും എന്നുള്ളത് നേര് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു ബജറ്റ് 26-27 ഈ ഒരു ബജറ്റിൽ വി കനോട്ട് ആക്ച്വലി സീ സച്ച് വാവ് മൂവ്മെന്റ്സ്. അങ്ങനെ കാര്യമായിട്ട് വാവ് മൂവ്മെന്റ്സ് നമ്മൾ ഈ ഒരു ബജറ്റിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു എക്കണോമിസ്റ്റിനോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, ഈ ഒരു ബജറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി ഫോക്കസ്ഡ് ഓൺ എ ലോങ് ടേം ബേസിസ്. ഇതൊരു ലോങ് ടേം ബജറ്റിലേക്ക് എന്ന രീതിയിലേക്ക് കണക്ക് കൂട്ടിയിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. അല്ല, ഇതൊരു ലോങ് ടേം ബജറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നതാണ്. അതായത് ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയിട്ടല്ല നമ്മൾ ഈ ഒരു ബജറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. പകരം വരാനിരിക്കുന്ന 5-10 വർഷത്തിലേക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ആ ഒരു എൻഡ് റിസൾട്ട് എന്തായിരിക്കണം എന്നതിനെ ഫോക്കസ് ചെയ്തിട്ട് ദിസ് ആക്ച്വലി ഫോക്കസിങ് ഓൺ എ ലാർജർ പീരീഡ് ഓഫ് എക്സിക്യൂഷൻ, ഒരു ലാർജർ പീരീഡ് ഓഫ് ഔട്ട്പുട്ട് ഓറിയന്റഡ് സെഷൻ, ഒരു കുറച്ചുകൂടി നീട്ടത്തിനുള്ള ഔട്ട്പുട്ട്, ഒരു കുറച്ച് വർഷങ്ങൾക്ക് അപ്പുറം നമുക്ക് പരിഗണിക്കുവാൻ സാധിക്കുന്ന ഔട്ട്പുട്ടിനെ ഓറിയന്റ് ചെയ്ത് പോകുന്നതാണ്. അല്ലാതെ യു ഡോണ്ട് ഹാവ് ടു ആക്ച്വലി എക്സ്പെക്ട് എ ലോട്ട് ഓഫ് വൗ ഫാക്ടേഴ്സ് ഫ്രം ദിസ് ബജറ്റ്. അത് ബജറ്റിനകത്ത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മളിൽ നിന്ന് ഈ ബജറ്റിൽ നിങ്ങൾ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇതൊരു ലോങ് ടേമിലേക്ക് വേണ്ടി ഇന്ത്യ ഒരു 10 വർഷത്തിനപ്പുറം അല്ലെങ്കിൽ ഒരു 5 വർഷത്തിനപ്പുറം ഇന്ത്യ എവിടെ ആകണം എന്ന ലക്ഷ്യം മുന്നിൽ കാണുന്ന ഒരു ബജറ്റാണ്.
എന്തുകൊണ്ട് ഇതിനകത്ത് വൗ മൂവ്മെന്റ്സ് ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഇതിനകത്ത് വൗ മൂവ്മെന്റ്സ് കുറവാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. എന്തുകൊണ്ട് വൗ മൂവ്മെന്റ്സ് കുറവാണ്? അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ചില വൗ മൂവ്മെന്റ്സ് ഒക്കെ ഇന്ത്യ ഹാസ് ഓൾറെഡി റിലീസ്ഡ്. ഒരു 5-6 മാസം മുമ്പ് കാലയളവിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യ ഓൾറെഡി സർട്ടൻ ചേഞ്ചസ് ഈ ഒരു ഇക്കണോമിക് സെക്ടറിനകത്ത് കാര്യമായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ GST 2.0 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? GST 2.0, അതായത് GSTയിൽ റിവിഷൻസ് കൊണ്ടുവന്നു കുറച്ച് കാലം മുമ്പ്, ഒരു 4-5 മാസം മുമ്പ് കൊണ്ടുവന്ന റിവിഷനാണ്. GST ടാക്സ് സ്ലാബുകളിൽ റിവിഷൻ കൊണ്ടുവന്നു, ടാക്സ് സ്ലാബുകളെ എടുത്തു മാറ്റി കുറച്ചു, ഇങ്ങനെ ഒരു റിവിഷൻ അവിടെ കൊണ്ടുവന്നു. അതൊരു വൗ മൊമെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് വേണമെങ്കിൽ ഈ ഒരു ബജറ്റിനോടൊപ്പം കൊണ്ടുവരാൻ സാധിക്കുമായിരുന്ന ഒരു 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 മൊമെന്റ് ആണ്. ശരിക്കും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ടാക്സ് റിവിഷന്റെ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ടാക്സ് റിവിഷൻ ഓൾറെഡി ഒരു 4-5 മാസം മുമ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടു ടാക്സ് റിവിഷൻസ്. അതിനെ പ്രാവർത്തികമായി സെപ്റ്റംബർ 21 മറ്റോ തീയതി മുതൽ, 21-22 തീയതി മുതൽ ഈ ടാക്സ് റിവിഷൻസ് ആക്ച്വലി ആപ്ലിക്കബിൾ ആയി. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ പിന്നെ ലേബർ റിഫോംസ്, പുതിയ ലേബർ കോഡ് അല്ലെ, പുതിയ ലേബർ കോഡുകൾ, ലേബർ റിഫോംസ് ഒക്കെ പുറത്തുവിട്ടു. അതും ഈ ബജറ്റിനോടൊപ്പം കൊണ്ടുവരാൻ പറ്റിയിരുന്ന ഒരു ഡോക്യുമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ബജറ്റിനോടൊപ്പം റിലീസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അതും ഒരു 5-6 മാസം മുൻപ് റിലീസ് ചെയ്തു. സോ വൗ മൊമെന്റ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ള പല കാര്യങ്ങളെയും ഓൾറെഡി ഗവൺമെന്റ് നേരത്തെ റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൈ ഇസ് ദിസ് ആക്ച്വലി ഹാപ്പൻഡ്? എന്തുകൊണ്ട് നേരത്തെ റിലീസ് ചെയ്തു? നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ടേ. ഈ ബജറ്റ് എങ്ങനെ വന്നു എന്നുള്ളത് ഒരു റെട്രോസ്പെക്ട് അല്ല, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എവിടെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പൊ ആദ്യം അത് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ബജറ്റിനെ പറ്റി പറയാനായിട്ട്. സോ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ബജറ്റ്, അല്ലെങ്കിൽ സർട്ടൻ ഡിസിഷൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ബിഫോർ ദി ബജറ്റ് പ്രസന്റേഷൻ. ബജറ്റ് പ്രസന്റേഷനിൽ ഉണ്ടായിരുന്നതിന് മുമ്പുള്ള കുറച്ച് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറയാം. നമ്മുടെ മോണിറ്ററി പോളിസി എക്സ്പാൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എക്സ്പാൻഷനെ വികസനത്തെ മുൻനിർത്തിയുള്ള ഒരു മോണിറ്ററി പോളിസി ഓൾറെഡി ഇൻ പ്ലേസ് ആയിരുന്നു. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ലുക്ക് അറ്റ് ദ PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ 2025 ഡിസംബർ 29 ഒരു ഡോക്യുമെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോയി കാണാൻ പറ്റും. 2025 ഡിസംബർ 29 ഒരു PIB റിലീസ് ചെയ്തൊരു പോസ്റ്റാണ് അവരുടെ വെബ്സൈറ്റിലുള്ളത്. 2025 എ ഡിഫൈനിങ് ഇയർ ഫോർ ഇന്ത്യാസ് ഗ്രോത്ത്, ഇന്ത്യാസ് ഗോൾഡിലോക്സ് മൊമെന്റ്, ഹൈ ഗ്രോത്ത്, ലോ ഇൻഫ്ലേഷൻ. നിങ്ങൾക്ക് കാണാം, പോസ്റ്റഡ് ഓൺ 29th December 2025. ഇപ്പൊ 2025 ഡിസംബർ 29, ഡിസംബർ അവസാനം റിലീസ് ചെയ്ത ഈ ഒരു ഡോക്യുമെന്റ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ ഒരു ഗോൾഡി ലോക്ക് മൊമെന്റിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയും. ഇന്ത്യ ഒരു ഗോൾഡി ലോക്ക് മൊമെന്റിലാണെന്ന് പറയും. ആൻഡ് വാട്ട് ഇസ് ദിസ് ഗോൾഡി ലോക്ക്? ഇതൊക്കെയാണ് ബജറ്റിനകത്ത്, പൊതുവെ നമ്മുടെ ബജറ്റിനകത്ത് കാണുന്ന സാധനമല്ല ഇത്, പക്ഷേ ബജറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇതിന്റെ പുറകിൽ ബജറ്റ് ഏത് സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ ഈ കണ്ട ബജറ്റ് അവതരണം നടന്നിരിക്കുന്നത്. നമ്മൾ ബജറ്റിനെ മാത്രം കണ്ടിട്ട് കാര്യമില്ല, ഏത് സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു ബജറ്റ് വന്നിരിക്കുന്നത് ആ നമ്മൾ അറിയണം. സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് അത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണം ഞാൻ കരുതിയത്. സോ ഇന്ത്യ വാസ് ഇൻ എ ഗോൾഡി ലോക്സ് പീരീഡ് എന്നാണ് പറയുന്നത്. ഇന്ത്യ എന്തിലാണ്? ഒരു ഗോൾഡി ലോക്സ് പീരീഡിലായിരുന്നു. എന്താണ് ഗോൾഡി ലോക്സ്? അതൊരു പ്രയോഗമാണ് കേട്ടോ, പണ്ടത്തെ ഒരു പ്രയോഗമാണ്. അതൊരു കാർട്ടൂണിലൊക്കെ വന്നൊരു ക്യാരക്ടറിന്റെ ബേസിൽ വന്ന്, പക്ഷെ പിന്നീട് അത് എക്കണോമിക്സിലേക്ക് കടന്നു വന്നൊരു പ്രയോഗമാണ് ഗോൾഡി ലോക്സ് എന്ന് പറയുന്ന ഒരു പീരീഡ്. ഈ ഗോൾഡി ലോക്സ് പീരീഡ് മീൻസ് ഇറ്റ് ആക്ച്വലി റെഫേഴ്സ് ടു എ സ്റ്റേബിൾ ഇക്കണോമിക് കണ്ടീഷൻ. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, വലിയ ഫ്ലക്ച്വേഷൻസ് ഇല്ലാണ്ട്, തകർച്ചയോ കാര്യമായ വളർച്ചയോ ഒന്നും പറയാത്ത, വളർച്ചയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഞാൻ ചോദിക്കുവാണ്, നമ്മുടെ ഒരു എക്കണോമി വളരെ സ്റ്റേബിൾ ആണെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ പറയും എന്താ, ഇപ്പോൾ GDP ഗ്രോത്ത് താഴെ പോവാണ്, GDP അങ്ങനെ തന്നെ അനങ്ങാതെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ്, GDP വളർച്ച രീതിയിലാണ്. അപ്പൊ ഇതിലേതിനെയാണ് നമ്മളൊരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയാം? GDP വളരുന്നതിനെ തന്നെയാണ് നമ്മളൊരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയാം. അപ്പൊ ടോട്ടൽ ഇക്കണോമിക്, പ്രത്യേകിച്ച് മാക്രോ ഇക്കണോമിക് കണ്ടീഷൻസ്, എന്ത് കണ്ടീഷൻ ആണല്ലേ? മാക്രോ ഇക്കണോമിക് കണ്ടീഷൻസ്, പ്രധാനമായിട്ട് ഈ ഇൻഫ്ലേഷൻ, GDP, പിന്നെ അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മുടെ ഇക്കണോമിക് കണ്ടീഷനെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ, ഇക്കണോമിക് സ്റ്റാറ്റസിനെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ, മോറോർലെസ് ഒരു 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 എന്താ പറയുക, ഒരു ഇക്വിറ്റബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട് ഇക്കണോമി. ഇന്ത്യൻ ഇക്കണോമിക് മാർക്കറ്റ് ഇസ് ഷോയിങ് എ സ്റ്റെബിലിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ഇസ് ഹാപ്പനിങ് ഓൾ ഓവർ ദ വേൾഡ്. ഇപ്പൊ നമ്മൾ ലോകത്തെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വി ആർ ആക്ച്വലി എന്താ പറയുക, ഗോയിങ് ത്രൂ എ വെരി ഹാർഡ് സിറ്റുവേഷൻ. ഇപ്പൊ ലോകത്തിലെ പലയിടങ്ങളിലും നടക്കുന്ന യുദ്ധം, വാർ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ ഇന്ത്യനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ റഷ്യ റിലേഷൻസിനെ പർട്ടിക്കുലർലി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ നേഷൻസ്, പർട്ടിക്കുലർലി ലെഡ് ബൈ അമേരിക്ക, നമുക്കറിയാവുന്ന കാര്യമാണ്. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത്. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, ഇപ്പൊ വാറുമായിട്ട് അസോസിയേറ്റഡ് വി ആർ ഹാവിങ് ട്രേഡ് വാർസ്. നമ്മൾ അതിനെപ്പറ്റി മറ്റൊരു കാര്യം പറഞ്ഞു, ഒരു സോഫ്റ്റ് വാർ ആണ് ട്രേഡ് വാർ അല്ലെ, ആഭ്യന്തര ഈ പറയുന്ന എന്താ പറയാ വ്യാപാര യുദ്ധം നമ്മൾ നടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക പല രാജ്യങ്ങൾക്ക് മേലി അഡീഷണൽ ആയിട്ടുള്ള ഹ്യൂജ് എമൗണ്ട് ഓഫ് താരിഫ്
ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ട്രേഡ് വാറുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. സോ വി ആർ ആക്ച്വലി ഗോയിങ് ത്രൂ എ ഹാർഡ് സിറ്റുവേഷൻ. നമ്മൾ മാത്രമല്ല എൻറ്റയർ ഗ്ലോബ് നോക്കി കഴിഞ്ഞാൽ അറിയാം ദി ഇക്കണോമിക് ഗ്രോത്ത് ഇസ് നോട്ട് വെരി പ്രോമിനന്റ്. വലിയ കേമമായിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഒന്നും ഇപ്പോൾ ലോകത്ത് ഒരു രാജ്യത്ത് കാണാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദീസ് സിറ്റുവേഷൻസ്. ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഉണ്ട്, അതുപോലെ ഈ പറയുന്ന ട്രേഡ് വാറുകളുണ്ട്. ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻ കിടപ്പുള്ളത് കൊണ്ട് ആക്ച്വലി ഗ്രോത്ത് ഒരല്പം മന്ദഗതിയിലാണ് പോകുന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇന്ത്യയുടെ കാര്യം നോക്കുന്ന സമയത്ത് 2025 എൻറ്റയർ പേഴ്സണ പരിശോധിച്ചാൽ അതുവരെയുള്ള സാഹചര്യങ്ങളെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഹാസ് അറ്റൈൻഡ് എ ഗോൾഡിലോക്ക് പീരീഡ് വിച്ച് ഇസ് ഷോവിങ് എ സ്റ്റേബിൾ എക്കണോമിക് കണ്ടീഷൻ. പൊതുവെ സ്റ്റേബിൾ എക്കണോമിക് കണ്ടീഷൻസിന്റെ മാത്രമല്ല കേട്ടോ, ഒരു രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ്, ഒരു സ്റ്റേബിൾ ഗവൺമെന്റ്, പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഗവൺമെന്റ്സ് റിക്കറിംഗ് ആയിട്ട് ഒരേ ഗവൺമെന്റ് തന്നെ വീണ്ടും വീണ്ടും അധികാരത്തിൽ വന്നാൽ ഒരു ഗുണമുണ്ട്, അത് വളർച്ചയെ വല്ലാണ്ട് ഫ്യൂൽ ചെയ്യും. ഇപ്പൊ ഏതൊരു ഗവൺമെന്റും ആയിക്കോട്ടെ, ഒരു ഗവൺമെന്റിന്റെ തുടർച്ച നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അബ്സല്യൂട്ട്ലി ഫ്യൂവൽ ദ ഗ്രോത്ത് ഓഫ് ദി നേഷൻ ഓർ ഗ്രോത്ത് ഓഫ് ദി സ്റ്റേറ്റ്. അതായത് കാരണം നമ്മൾ ഈ ഒരു ഗവൺമെന്റ് ഈ ഒരു 5 വർഷം ഭരിക്കുന്ന സമയത്ത് എടുക്കുന്ന പോളിസീസ്, അവരുടെ നയം എന്താണോ ഈ നയം തന്നെയായിരിക്കും ദേ വിൽ ടേക്ക് ഫോർവേഡ് ഇൻ ദി നെക്സ്റ്റ് 5 years as well. അപ്പോൾ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ആ പോളിസിയുടെ സെക്കൻഡ് ഫേസ് അവർക്ക് അടുത്ത 5 വർഷത്തിലേക്ക് അവർ അധികാരത്തിൽ വരുന്ന സമയത്ത് വീണ്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ ഗ്രോത്ത് 5 വർഷം കൊണ്ട് ഒരു വിധം ഒന്ന് തുടങ്ങി വരുന്നു. ആ തുടങ്ങി വരുന്ന സമയത്ത് പാർട്ടി മാറി വേറൊരു പാർട്ടിയിലെ വേറൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പിന്നെ ഇതിനെ തിരിഞ്ഞു നോക്കാണ്ടാവുമ്പോഴേക്കും അതിന്റെ ഗ്രോത്ത് അവിടെ സ്റ്റാഗ്നന്റ് ആവും. പിന്നെ അതിൽ കാര്യമായിട്ട് ശ്രദ്ധ പോകത്തില്ല, വേറെ അവരുടെ അജണ്ടാസ് അവർ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തും. സോ ഇത് എസെൻഷ്യലി രാജ്യത്തിന്റെ ഗ്രോത്തിന് അത്ര നല്ലതല്ല. ബട്ട് ഇഫ് ദി സെയിം ഗവൺമെന്റ് കംസ് ടു പവർ അഗെയിൻ, അവർ ഈ പറയുന്ന ഒരു 10% ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുള്ള ഓൾറെഡി തുടങ്ങി വെച്ച പോളിസിന്റെ റിക്കറിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. ബിക്കോസ് ഓൾറെഡി അത് അവരുടെ പോളിസിയിൽ ഉണ്ടായിരുന്നു, അവരുടെ നയമായിരുന്നു ഈ ഒരു സെക്ടറിന്റെ ഇംപ്രൂവ്മെന്റ്. ഫോർ എക്സാമ്പിൾ യൂത്തിന്റെ ഇംപ്രൂവ്മെന്റ് എന്ന് കരുതിക്കോ, യൂത്തിന് വേണ്ടി കുറെ പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചു. അതൊരു വിധം ഒന്ന് എന്താ പറയുക വളർന്നു വന്നപ്പോഴായിരിക്കും ഗവൺമെന്റ് മാറുന്നത്. പുതിയ ഗവൺമെന്റ് യൂത്തിനല്ല പകരം ഫാമേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് ഫാർമർ ഓറിയന്റഡ് ആയിട്ടുള്ള കൂടുതൽ പോളിസി വരുമ്പോൾ ഈ യൂത്തിന്റെ പോളിസി വിൽ ബിക്കം സ്റ്റാഗ്നന്റ്. അപ്പൊ അവിടെ കണ്ട ഞാനൊരു ഗ്രോത്ത് അവിടെ സ്റ്റാഗ്നന്റ് ആയി പോകും. പക്ഷെ സെയിം ഗവൺമെന്റ് വരുമ്പോൾ ദേ വിൽ കണ്ടിന്യൂ ടു ഇംപ്ലിമെന്റ് മോർ പോളിസീസ് അസോസിയേറ്റഡ് ടു ദാറ്റ് എന്താ പറയുക അജണ്ട. ആ അജണ്ട ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യും. ദിസ് വിൽ ഫ്യൂവൽ ദ ഗ്രോത്ത്. അതിപ്പോൾ ഏതൊരു സെക്ടറിലും, ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, ബട്ട് ദിസ് ഇസ് ഹാപ്പനിങ് ഫോർ ദ എൻറ്റയർ സെക്ടർ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് എന്താ പറയുക കൺട്രീസ് ഡെവലപ്മെന്റ്. അത് മാത്രമല്ല, ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, ഇഫ് യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ എ കൺട്രി, ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, ആൻഡ് യു നോ ഗവൺമെന്റ് കംസ് വിത്ത് അജൻഡാസ് ആൻഡ് അജൻഡാസ് ചേഞ്ച്. ഗവൺമെന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അജണ്ടകൾ മാറും. സോ ഇപ്പൊ നിങ്ങളൊരു ഫാമിംഗ് സെക്ടറിൽ പറഞ്ഞ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, യു ആർ ഇപ്പോൾ കറന്റ് ഫോർ എക്സാമ്പിൾ ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അഗ്രികൾച്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ അഗ്രികൾച്ചറൽ പോളിസീസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അവിടെ നിങ്ങൾക്ക് താരിഫുകൾക്ക് ഒരുപാട് കുറവുണ്ട്, ടാക്സും ഡ്യൂട്ടീസും ഒരുപാട് കുറവാണ്. യുൽ ഗെറ്റ് അട്രാക്റ്റഡ് ടു ദോസ് തിങ്സ് ആൻഡ് യുൽ ഗോ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ദി അഗ്രികൾച്ചറൽ സെക്ടർ ഓഫ് ദി US. സഡൻലി ജോ ബൈഡന്റെ പ്രസിഡന്റ്ഷിപ്പ് മാറി അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഇസ് എൻറ്റയർലി അഗെയിൻസ്റ്റ് ദിസ് തിങ്സ് ആൻഡ് ഹി വിൽ ഫ്ലിപ്പ് ദി എൻറ്റയർ പോളിസീസ്. അദ്ദേഹം അത് ഫ്ലിപ്പ് ചെയ്തു. കൂടുതൽ ഫോസിൽ ഇന്ധനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത പിന്നെന്താ പറയുക സെക്ടേഴ്സിന് കൂടുതൽ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു. ആൻഡ് അഗ്രികൾച്ചറൽ സെക്ടറിൽ കാര്യമായിട്ടുള്ള നേരത്തെ കൊടുത്തിരുന്ന പല സബ്സിഡീസോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സും റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഐ ഗെറ്റ് എഫക്റ്റഡ് ബൈ ദാറ്റ്. ശരിയല്ലേ? അപ്പൊ ഗവൺമെന്റ് മാറുമ്പോൾ വി നോ അജൻഡാസ് വിൽ ചേഞ്ച്, ദർ ഇൻട്രസ്റ്റഡ് ഏരിയാസ് വിൽ ചേഞ്ച്. അങ്ങനെ ഇൻട്രസ്റ്റഡ് ഏരിയാസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് മാറി ഈ ഒരാൾ മാറി വേറൊരാൾ വരുന്ന സമയത്ത് അഗൈൻ ദിസ് വിൽ ഹാപ്പൻ. അപ്പോൾ ഇതില് കാര്യമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് കാണുന്ന ഒരു ഗവൺമെന്റ് ആണ് ഒരു രാജ്യത്ത് നിന്നുണ്ടെങ്കിൽ, ആസ് എൻ ഇൻവെസ്റ്റർ ഡു യു ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ഇൻവെസ്റ്റ്? നോ, ഡെഫിനറ്റ്ലി നോട്ട്. നമ്മൾ അങ്ങനെ ഒരു രാജ്യത്തെ പ്രിഫർ ചെയ്യില്ല. നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ വിൽ ഗോ ആൻഡ് ഇൻവെസ്റ്റ്. ഇഫ് വി ഹാവ് അതർ ഓപ്ഷൻസ്, സ്റ്റേബിൾ ഗവൺമെന്റ്സ് ഉള്ള മറ്റ് സ്ഥലങ്ങൾ പലതുണ്ട്, സ്റ്റേബിൾ ഇക്കണോമി ഉള്ള മറ്റു പല ഗവൺമെന്റും ഉണ്ടെന്നുണ്ടെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ഇൻവെസ്റ്റ് ഓവർ ദെയർ റാദർ ഗോയിങ് ടു ടേക്ക് എ റിസ്ക്. ഇവിടെ പോയി റിസ്ക് എടുക്കുന്നതിനേക്കാൾ ഭേദം എന്റെ $1 million എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു സ്റ്റേബിൾ ഇക്കണോമിയിലാണ്. So stability in the economy doesn't just invite investments. It's also required. എന്തുകൂടി ഓൾസോ റിക്വയർഡ് ആണ്? ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് കൂടി റിക്വയർഡ് ആണ്. ബിക്കോസ് പോളിസീസ് വിൽ കണ്ടിന്യൂ ടു ഇംപ്ലിമെന്റ്. അപ്പോൾ കണ്ടിന്യൂവേഷൻ ഓഫ് പോളിസീസ്, കണ്ടിന്യൂവേഷൻ ഓഫ് അജണ്ട വിൽ ടേക്ക് പ്ലേസ്. അതുകൊണ്ട് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഇസ് ഓൾസോ ഫ്യൂവലിംഗ് ദ ഗ്രോത്ത് ഓഫ് ആ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതിന്റെ കാര്യമായാലും ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് എപ്പോഴും
ഇൻവെസ്റ്റ്മെന്റ്സിനെ അട്രാക്ട് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു കണ്ടീഷനും കൂടിയായിരിക്കും. അപ്പം നമ്മുടെ സാഹചര്യത്തിൽ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ്, ഇഫ് യു ലുക്ക് അറ്റ് ദി സെൻട്രലാണെങ്കിൽ നമുക്കൊരു സ്റ്റേബിൾ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദി സ്റ്റേറ്റ് ഓൾസോ വി ക്യാൻ സി എ സ്റ്റേബിൾ ഗവൺമെന്റ്, അല്ലെ? സ്റ്റേറ്റിന്റെ ഭരണമായാലും ഒരു സ്റ്റേബിൾ ഗവൺമെന്റിന്റെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാണാൻ പറ്റും, വിച്ച് ഇസ് അഗെയിൻ എ ഗുഡ് തിങ്. പിന്നെ എന്നാലും ഇതിനകത്ത് പറ്റി പൊളിറ്റിക്കലുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ആദ്യമേ, സ്ട്രിക്ട്ലി ഇതിനകത്ത് നമ്മൾ എക്കണോമിക് പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുക. സോ സ്റ്റേബിൾ ഗവൺമെന്റ്സ് ആർ ആക്ച്വലി അക്സെപ്റ്റഡ് ഇൻ ദി ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് മാർക്കറ്റ്. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റിൽ സ്റ്റേബിൾ ഗവൺമെന്റ്സ് വെൽ അക്സെപ്റ്റഡ് ആണ്. അപ്പൊ ഇന്ത്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇസ് നൗ എ സ്റ്റേബിൾ ഗവൺമെന്റ്. ഇറ്റ് ഷോസ് ഇറ്റ്സ് കണ്ടിന്യൂവേഷൻ, കൃത്യമായിട്ടുള്ള കണ്ടിന്യൂവേഷൻ, കൃത്യമായിട്ടുള്ള പവർ, കൃത്യമായിട്ടുള്ള പോളിസി ഇംപ്ലിമെന്റേഷൻ, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ്, വളരെയധികം ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻസ്, എവറിത്തിങ് വി ആർ സീയിങ് ഫ്രം ദി ഗവൺമെന്റ് സൈഡ്. ഗവൺമെന്റ് സൈഡിൽ നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ്, എന്താ പറയുക, സൈൻ ഫോർ എൻ ഇൻവെസ്റ്റർ ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ. അത് നല്ല കുറെ സൂചനകളാണ്. ആൻഡ് ഓൾസോ ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് എ ഗോൾഡിലോക്ക് സിറ്റുവേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ജിയോ പൊളിറ്റിക്കൽ സിനേരിയോസ്. ചുറ്റും നടക്കുന്ന, ലോകത്ത് നടക്കുന്ന മറ്റ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വി ഹാവ് ആക്ച്വലി എന്താ പറയുക, മാനേജ്ഡ് ടു മെയിൻറ്റെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ഇക്കണോമി. ആ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, വിച്ച് ഇസ് അഗെയിൻ എ വെരി ഗുഡ് തിങ്. ഈ ഗോൾഡിലോക്ക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു സിറ്റുവേഷൻ എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഗോൾഡിലോക്ക് ഒരു വളരെ നല്ലൊരു സിറ്റുവേഷനും അല്ല, ആൻഡ് ഇറ്റ് ഇസ് നൈദർ ടു ബാഡ്. ഒരുപാട് ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും അല്ല, ഒരുപാട് ഗുഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും അല്ല. അതിന്റെ മിഡിൽ നിൽക്കുന്ന ഒരു മോഡറേറ്റ്ലി ഫ്ലക്ച്വേറ്റ് ചെയ്യാണ്ട്, വലിയ വേരിയേഷൻസ് കാണിക്കാണ്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഗോൾഡിലോക്സ്. അല്ലാതെ ഗോൾഡിലോക്സ് പീരീഡ് എന്ന് പറഞ്ഞാൽ എല്ലാം റെഡി ആയ ഒരു പോസിറ്റീവ് സൈൻ ആണെന്ന് പറയരുത്. ഗോൾഡിലോക്സ് ഇസ് എ മോഡറേറ്റ് സിറ്റുവേഷൻ വേർ എക്കണോമി ഈസ് ഷോയിങ് എ സ്റ്റെബിലിറ്റി. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെ? അതൊരു എക്കണോമിക് സിറ്റുവേഷൻ ആണ്, ഷോയിങ് എ സ്റ്റെബിലിറ്റി ഓഫ് ദി ഇക്കണോമി. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷൻ അല്ലാണ്ട് കൂടുന്നില്ല, കുറയുവാണെങ്കിൽ അത്രയും നല്ലത്. ഇൻഫ്ലേഷൻ കുറച്ചൊന്ന് കുറയുവാണ്, ഒരുപാട് കുറയരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മോഡറേറ്റ് ഇൻഫ്ലേഷൻ അതുകൊണ്ട് പറയും. ഹൈ ഗ്രോത്ത് കാണിക്കും, അത്യാവശ്യം GDP നല്ല രീതിയിൽ വളരുന്നത് കാണിക്കാൻ പറ്റും. കൺസ്യൂമർ കോൺഫിഡൻസ് കൂടും, മാർക്കറ്റിൽ ആൾക്കാർ പണം പമ്പ് ചെയ്യുന്നതിനുള്ള കോൺഫിഡൻസ് ആൾക്കാർക്ക് കൂടും. അൺഎംപ്ലോയ്മെന്റ് കുറയുക, മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോണിറ്ററി പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ബിക്കോസ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് വി ക്യാൻ സീ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഇംപ്ലിമെന്റഡ് എ ലോട്ട് ഓഫ് മാർക്കറ്റ് ഫ്രണ്ട്ലി മോണിറ്ററി പോളിസീസ്. ആത്മനിർഭർ ഭാരത്, സെൽഫ് റിലയന്റ് ഇന്ത്യ, ആ ഒരു ലക്ഷ്യത്തിന്റെയൊക്കെ ബേസിസിൽ ഒരുപാട് മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോണിറ്ററി പോളിസീസിന്റെ ഇംപ്ലിമെന്റേഷൻസ് നമ്മൾ കണ്ടതാണ്. റിപ്പോ റേറ്റ് ചെറിയ തോതിൽ കുറച്ച് വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. ഇന്ന് 5.4% എങ്ങാണ്ടാണ് നിലവിലെ റിപ്പോ റേറ്റ് കേട്ടോ, വിച്ച് ഇസ് ആക്ച്വലി എ മോഡറേറ്റ്ലി ഗുഡ് റിപ്പോ റേറ്റ്. അത്യാവശ്യം മാർക്കറ്റ് സ്പെൻഡിങ്ങുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോ റേറ്റ് തന്നെയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പൊ ആ ഒരു റിപ്പോ റേറ്റിലൊക്കെയാണ് ഇപ്പം നിൽക്കുന്നത്. സോ ഒരു മാർക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഒരു കൺസ്യൂമർ കോൺഫിഡൻസ് ഓഫർ ചെയ്യുന്ന, ഒരു സ്റ്റേബിൾ ഇൻഫ്ലേഷൻ കാണിക്കുന്ന, അല്ലെങ്കിൽ മോഡറേറ്റ് ഇൻഫ്ലേഷൻ മാത്രമായിട്ടുള്ള, അത്യാവശ്യം ഗ്രോത്ത് കൂടുതൽ കാണിക്കുന്ന ഒരു ഇക്കണോമി ആയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദി ഇന്ത്യൻ ഇക്കണോമി വി ക്യാൻ സീ ദിസ് ഇസ് ദ സിറ്റുവേഷൻ. അങ്ങനെ ഉള്ളത് കൊണ്ട് ഇതിൽ ഈ ഒരു വാല്യൂവിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഡെഫിനറ്റ്ലി അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. നമുക്ക് പറയാൻ പറ്റുന്ന അൺഎംപ്ലോയ്മെന്റ് വിൽ ഡെഫിനറ്റ്ലി ബി ദർ ആയിട്ട്. ഏതൊരു രാജ്യത്തും എന്തായാലും സർട്ടൻ പെർസെന്റേജ് വിൽ ഡെഫിനറ്റ്ലി ബി അൺഎംപ്ലോയിഡ്. അതിൽ യൂത്ത് അൺഎംപ്ലോയ്മെന്റ് ആണ് പ്രശ്നക്കാരനായിട്ട് വരുന്നത്. യൂത്ത് അൺഎംപ്ലോയ്മെന്റും ഏതൊരു രാജ്യത്തും ഒരു പരിധി വരെ നമുക്ക് എന്തായാലും കാണും. ഇവിടെ കൂടുതലാണ്, അബ്സല്യൂട്ട്ലി ഇറ്റ് ഈസ് ഹൈ. അത് നമുക്ക് കുറയ്ക്കണം, മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് കുറയ്ക്കണം. അപ്പൊ അത് കുറയുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടി ബെറ്റർ ആവും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് പുതിയ പോളിസികൾ വരിക. അപ്പൊ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, വാട്ട് സെനേരിയോ, ഇൻ വാട്ട് സിറ്റുവേഷൻ ഓഫ് ദി ഇന്ത്യൻ എക്കണോമി ഡിഡ് ദിസ് ബജറ്റ് ആക്ച്വലി ഹാപ്പൻ. അപ്പൊ അതിൽ ആദ്യ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഗോൾഡിലോക്ക് സിറ്റുവേഷൻ ഓഫ് ദി എക്കണോമി അച്ചീവ് ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഈ പോളിസി മോഡുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പോളിസി ഫ്രെയിം ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം. മീൻസ് ബജറ്റ്, അല്ലെ? ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ബജറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിൽ വെക്കണം. ഓക്കെ, ഇന്ത്യയിൽ ഇപ്പൊ കാണുന്നത് ഒരു സ്റ്റേബിൾ മോണിറ്ററി ഗ്രോത്ത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റേബിൾ എക്കണോമി കാണുന്നുണ്ട്. വി കനോട്ട് ഗോ ഡൗൺ. ഇതിൽ നിന്ന് താഴെ പോകാണ്ട് നമ്മൾ നോക്കണം. വി ഹാവ് ടു ആക്ച്വലി അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ദിസ്. പോസിറ്റീവ് ആവാണെങ്കിൽ നല്ല കാര്യം, അറ്റ്ലീസ്റ്റ് ഈ ഒരു സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് പറ്റുന്ന ബജറ്റ് വേണം ഞാൻ ഉണ്ടാക്കേണ്ടത്. റാദർ ദാൻ ഗോയിങ് വിത്ത് എ ലോട്ട് ഓഫ് പ്രഖ്യാപനങ്ങൾ ആൻഡ് ഓൾ ദോസ് തിങ്സ്, വി ഹാവ് ടു ആക്ച്വലി ഫോക്കസ് ഓൺ ദ ഗ്രോത്ത് ഓഫ് ദി നേഷൻ. അപ്പൊ അതിന് ഇത്തവണ ഈ ബജറ്റിന് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഒരു സിറ്റുവേഷനെ ഗോൾഡിലോക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ഒന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദാറ്റ് ഇസ് വൺ തിങ്. ദ സെക്കൻഡ് തിങ് ഇസ്, സെക്കൻഡ് കണ്ടീഷൻ ഇസ്, പിന്നെ സെക്കൻഡ് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ഓൺ വിച്ച് ദിസ് പോളിസി ഈസ് ഫ്രെയിംഡ് ഈസ് GST 2.0. നിങ്ങൾ GST 2.0 ഞാൻ തൊട്ട് മുന്നേ സൂചിപ്പിച്ച ഘടകമാണ്. GST 2.0 എന്ന് പറഞ്ഞാൽ GST റീഫോംസ് കൊണ്ടുവന്നു, ശരിയല്ലേ? അതായത് ടാക്സ് സ്ലാബുകളിലും മറ്റുമൊക്കെ റിഫോംസ് കൊണ്ടുവന്നായിരുന്നു. 2022 സെപ്റ്റംബർ 1 തീയതി മറ്റാണ് ഇത് കൊണ്ടുവരുന്നത്. സെപ്റ്റംബർ 22 മുതൽ ഇത് ആപ്ലിക്കബിൾ ആവുകയാണ് കേട്ടോ. സെപ്റ്റംബർ 22 of 2025 മുതൽ ഈ പുതിയ ടാക്സ് റിവിഷൻസ് ആപ്ലിക്കബിൾ ആവുകയാണ്.
പുതിയ ടാക്സ് റിവിഷൻസ് എന്ന് പറയുമ്പോൾ GST സിംപ്ലിഫൈഡ് ഇൻ ടു എ 2 സ്ലാബ് സ്ട്രക്ചർ. ഇറ്റ് വാസ് 3 സ്ലാബ്. ഒരു 3 സ്ലാബ് ഉണ്ടായിരുന്നു അല്ലെ, 3 അല്ല, ശരിക്കും പറയാം 4 സ്ലാബ് എന്നുണ്ടാ പറയാം അല്ലെ, 5, 12, 18, 28. 5, 12, 18, 28 ഇവിടെ താഴെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഓൾഡ് ടാക്സ് ഇതായിരുന്നു. 5%, 12%, 18%, 28% എന്ന രീതിയിൽ 4 ടാക്സ് സ്ലാബുകൾ ഉണ്ടായിരുന്നത് GST 2.0ക്ക് ശേഷം 2ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. ഐദർ യു ഗോ വിത്ത് 5% ടാക്സ് സ്ലാബ് ഓർ യു ഗോ വിത്ത് 18%. ഇവിടെ നിങ്ങൾ കണ്ടാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും, ഇവിടെ ടാക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട പെർസെന്റേജസ് ആക്ച്വലി റെഡ്യൂസ്ഡ്. ടാക്സ് പെർസെന്റേജസ് എന്ത് ചെയ്തിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് GST 2.0. അതായത് 12% ടാക്സിനെയും എന്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയുടെ 5ന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതുപോലെ കാണാം. അതുപോലെ 28% ടാക്സ് ഉണ്ടായിരുന്ന വസ്തുക്കളുടെ ടാക്സ് എല്ലാം കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി 18%ത്തിലേക്ക് ഉൾപ്പെടുത്തി. സോ ഇഫ് യു ആർ എ കസ്റ്റമർ, നിങ്ങൾ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ആണെന്ന് കരുതാം, യു വിൽ ലുക്ക് അറ്റ് ദിസ്. വി നോ പോളിസീസ് ഡസ് ചേഞ്ചസ്, പോളിസിക്ക് ചേഞ്ചസ് വരും. നമ്മൾ നമ്മുടെ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നൗ GST ഹാസ് കം ഡൗൺ, GST കുറഞ്ഞു. GST നേരത്തെ 28%. ഫോർ എക്സാമ്പിൾ, എനിക്ക് തന്നെ ഉണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, കാറ് വാങ്ങി. ഇപ്പോൾ കാറ് വാങ്ങാനായിട്ട് നമ്മൾക്കിപ്പോൾ കാറ് വാങ്ങണമെന്ന് വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. മോണിറ്ററി വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ തട്ടിയും മുട്ടിയും പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടാക്സ് റിവിഷൻസ് വരുന്നത്. ടാക്സ് റിവിഷൻസ് വന്ന കണ്ടൊരു കാര്യം, ഏർലിയർ ഇഫ് ഐ ഹാവ് ടു ഗോ ബൈ എ കാർ ഐ ഹാവ് ടു പേ 28% GST. എനിക്ക് കൊടുക്കേണ്ട GST എന്ന് പറഞ്ഞാൽ 28% GST അപ്ലൈ ചെയ്യണം ഒരു കാർ വാങ്ങണമെങ്കിൽ. അതായത് 10 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ 2.8 ലക്ഷം രൂപ, സോറി അത് 28%, സോറി 28,000 രൂപ ടാക്സ് കൊടുക്കണം അല്ലേ. യെസ്, സോറി 28% അല്ലടാ, കറക്റ്റാ 2.8 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് കൊടുക്കണം 10 ലക്ഷം രൂപയുടെ ഒരു കാറിന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ ടാക്സ് റിവിഷൻ വന്നപ്പോൾ ഈ 28% എന്ന് പറയുന്ന ടാക്സസ് ബിൻ കം ഡൗൺ ടു 18%. അപ്പൊ ഇന്ന് ഞാൻ കാർ വാങ്ങുകയാണെങ്കിൽ എനിക്ക് എത്ര കൊടുത്താൽ മതി, 1.8 ലാഖ് ടാക്സ് ആയിട്ട് കൊടുത്താൽ മതി. സോ ഇറ്റ്സ് എ ബെനിഫിറ്റ്, ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ. ശരിയല്ല, അതൊരു വിൻ സിറ്റുവേഷൻ ആണ് എനിക്ക്. ആൻഡ് ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ എന്ന് ഞാൻ പറയാൻ കാരണം ഗവൺമെന്റിന് ഇത് നല്ലതാണ്. എന്താ, ഗവൺമെന്റിലേക്ക് കൂടുതലും, അതായത് മാർക്കറ്റിലേക്ക് കൂടുതൽ മണി സപ്ലൈ വരും, കൂടുതൽ മണി പമ്പ് ചെയ്യും, ആൾക്കാരുടെ മണി എന്താ പറയാ സ്പെൻഡിങ് കോൺഫിഡൻസ് കൂടും. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, അതിന്റെ ഒരു ഉദാഹരണമാണത്. സോ ടാക്സ് കുറച്ചപ്പോൾ ആൾക്കാർ ഈ ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഉണ്ടല്ലോ, ഇനി നാളെ ടാക്സ് കൂട്ടിയാൽ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടമാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി പരമാവധി ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ഗോ ബൈ ന്യൂ പ്രോഡക്ട്സ്. ആൾക്കാർ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങും. ആൻഡ് ദാറ്റ് വിൽ ആക്ച്വലി എന്താ പറയുക റിഫ്ലക്ട് ഓൺ ദി പർച്ചേസിംഗ് പവർ ആൻഡ് റിഫ്ലക്ട് ഓൺ ദി കോൺഫിഡൻസ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഇൻ ബൈയിങ് കോമോഡിറ്റീസ് വിതിൻ ഇന്ത്യ. ഇന്ത്യക്കകത്തുള്ള കൺസപ്ഷന്റെ വാല്യൂ കൂടും, അല്ലെ കൺസപ്ഷൻ കൂടും. അതായത് ഇതിൽ നമ്മൾ ഇക്കണോമിക്കലി പറയുക ഡൊമസ്റ്റിക് കൺസപ്ഷൻ കൂടും എന്ന് പറയും. എന്ത് കൂടും എന്ന് പറയും മക്കളെ, ഡൊമസ്റ്റിക് കൺസപ്ഷൻ കൂടും. സോ ഈ ഇന്ത്യ വാസ് വെരി കണ്ണിങ്. നമ്മൾ ഈ എന്താ പറയാ പോളിസികളും ബജറ്റും ഈ റിവിഷൻസും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ സമ്മതിച്ചു കൊടുക്കണം എന്നൊക്കെ തോന്നുന്ന കാര്യം ഇതാണ്. ഇന്ത്യ ഇസ് വെരി കണ്ണിങ്, വളരെ കണ്ണിങ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു ടാക്സ് റിവിഷൻ കൊണ്ടുവരുന്നത്. എന്തിനാന്ന് പറഞ്ഞുതരാം. സി നമ്മൾ ഈ ടാക്സ് കുറയ്ക്കുമ്പോൾ GST കുറയ്ക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ റിപ്പോ റേറ്റും കുറയ്ക്കുവാണ്. സോ ഇഫ് ഐ ആം ലുക്കിംഗ് ടു ബൈ, ഇപ്പോൾ ടാക്സ് റേറ്റ് കുറച്ചു എന്ന് പറഞ്ഞു, ആൻഡ് ഐ ആം ലുക്കിംഗ് ടു ബൈ എ കാർ ഓഫ് 10 lakh rupees. ഇപ്പോൾ 10 lakh rupees ഒരു കാർ ഞാൻ വാങ്ങാൻ പോവാണ്. ആൻഡ് ഇഫ് ഐ ഡോണ്ട് ഹാവ് ദ 10 lakh rupees, വാട്ട് വിൽ ഐ ഒബ്വിയസ്ലി ഡു? എൻ്റെ ഇപ്പോൾ 10 ലക്ഷം ഇല്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എവിടെ പോവും, ബാങ്കിൽ പോവും, 10 ലക്ഷം രൂപയുടെ ലോൺ ചോദിക്കും അല്ലെ, കാർ ലോൺ ചോദിക്കും. അപ്പൊ ബാങ്കിൽ പോകുമ്പോൾ എന്താ കണ്ടീഷൻ, റിപ്പോ റേറ്റ് കുറച്ചേക്കുക. റിപ്പോ റേറ്റ് കുറച്ചേക്കുമ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന കാർ ലോണിന്റെ പലിശ നിരക്കും കുറഞ്ഞിരിക്കും. അപ്പൊ കൊള്ളാം, അടിപൊളി സിറ്റുവേഷൻ. ഒന്ന്, ടാക്സ് കുറഞ്ഞിട്ടുണ്ട്, 2 ഇൻട്രസ്റ്റ് റേറ്റും കുറവാ. സോ ഐ ടേക്ക് ദ ലോൺ. ഓക്കെ, ഹൈ ലെറ്റ്സ് സേ വി ടേക്ക് ദ ലോൺ ആൻഡ് വി ബൈ ദ കാർ നൗ. ഇതാണ് ബെസ്റ്റ് ടൈം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ ലോൺ എടുക്കും, കാർ വാങ്ങും. സോ ഐ ഹാവ് സ്പെൻഡ് മൈ 10 lakh rupees ഇൻ ദ മാർക്കറ്റ്. സോ ദ ബാങ്ക് ഈസ് ഓൾസോ, ഇങ്ങനെ ഞാൻ മാത്രമല്ല ചിന്തിക്കാം, ഒരുപാട് പേർക്ക് ഈ പറയുന്ന ചിന്ത വരൂലേ. ഇപ്പൊ ഒരുപാട് പേര് ബാങ്കിനെ അപ്രോച്ച് ചെയ്യും, പണം ചോദിക്കും. ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് പണം ചോദിക്കുമ്പോൾ ബാങ്ക് ആരോട് പണം ചോദിക്കും, RBIയോട് പണം ചോദിക്കും. RBI ബാങ്കിന് പണം കൊടുക്കും, RBIക്ക് ഇൻട്രസ്റ്റ് കിട്ടും. സോ ദ ഗവൺമെന്റ് വിൽ ഓൾസോ ഗെറ്റ് മണി ഫ്രം ദിസ് ആൻഡ് ഓൾസോ ദ മാർക്കറ്റ് കോൺഫിഡൻസ് വിൽ ഓൾസോ ഇൻക്രീസ്. മാർക്കറ്റ് കോൺഫിഡൻസ് കൂടുകയാണ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുകയാണ്. ഇഫ് അതേഴ്സ് ലുക്ക് അറ്റ് ഇന്ത്യ, മറ്റു രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന സിറ്റുവേഷനിലും ഈ ട്രേഡ് വാറും പുറത്തുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും യുദ്ധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയിൽ കാര്യമായിട്ട് ഇക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുകയാണ്. ആൻഡ് ഇന്ത്യ ഈസ് ത്രൈവിംഗ്, ഇന്ത്യ ഈസ് ഷോയിങ് ഇറ്റ്സ് ഗ്രോത്ത്. ദിസ് ആക്ച്വലി സെൻഡ് എ മെസ്സേജ് ടു ദി വേൾഡ് ദാറ്റ് ഓക്കെ, നിങ്ങളിപ്പോൾ താരിഫോ എന്താണെന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്തോ. കാരണം ഇത് കൃത്യമായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും കൂടിയാണ് കേട്ടോ. സോ പീപ്പിൾ വിൽ തിങ്ക്, ഇപ്പോൾ US താരിഫിനെ പറ്റി എല്ലാവരും ഭയന്ന് നോക്കുന്ന കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ US താരിഫോ US ഇല്ലാതെയോ നമുക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. പർട്ടിക്കുലർലി ഇന്ത്യ ഇസ് നോട്ട് എൻ ക്ലോസ്ഡ് ഇക്കണോമി, ഇറ്റ് ഇസ് എൻ ഓപ്പൺ ഇക്കണോമി ടു ആൻ എക്സ്റ്റെന്റ്. നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ട് റിലേഷൻസ് ഉണ്ട്, എല്ലാ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻസ് ഉണ്ട്. ആൻഡ് ദ ടാക്സസ് ദാറ്റ് വി ഹാവ് ടു പേ ഓൺ ദി ബേസിസ് ഓഫ് ദിസ് ട്രേഡ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്.
ഇപ്പൊ ടാക്സ് കൂടിയ ട്രേഡിനെ അത് നല്ലപോലെ ബാധിക്കും, അതിനകത്തൊരു സംശയമില്ല. ഇപ്പൊ ട്രേഡിനെ ഇന്റർനാഷണൽ ട്രേഡ്സിനെ ഇത് ബാധിക്കും, പർട്ടിക്കുലർലി നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കണ്ടീഷൻസിനെ ബാധിക്കും, അതുപോലെ നമ്മളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ ഇത് ബാധിക്കും, റിഫ്ലക്ട് ചെയ്യും. സോ വി ഇൻട്രൊഡ്യൂസ്ഡ് ദീസ് റീഫോംസ് ഷോയിങ് ഡൊമസ്റ്റിക് എന്താ പറയുക ഡിമാൻഡ് ഇൻക്രീസ് ഇൻ ദ ഡൊമസ്റ്റിക് ഡിമാൻഡ്. അപ്പൊ ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്, ഞാനിവിടെ കാർ പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതിപ്പം ഞാൻ കാറിന്റെ കാര്യം ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. വേറെ ഏതൊരു പിന്നെ കോമോഡിറ്റിയുടെ കാര്യത്തിൽ നമുക്കിത് പറയാൻ പറ്റും. കാറിന്റെ കാര്യത്തിൽ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ ഇവിടെ ഈ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ 100 കാർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊഡ്യൂസറാണ്. എനിക്ക് 50 കാർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വേണ്ടി 50 കാർ ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഒക്കെ കൂട്ടി, അല്ലെങ്കിൽ ഇപ്പൊ ഈ ടാക്സിന്റെ വോർ, നമുക്ക് അറിയാവുന്ന ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അതാണ് അല്ലെ, താരിഫ് വോർ ഒക്കെ വന്ന സമയത്ത് ഞാൻ ഈ 50 കാറുകൾ എനിക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചിലവ് ഒരുപാട് കൂടും. അപ്പൊ ആ ചിലവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കാർ ഞാൻ ആ ഒരു രാജ്യത്ത് വിൽക്കുന്ന റേറ്റും കൂട്ടേണ്ടി വരും. അതെന്റെ പ്രോഡക്റ്റിനെ ബാധിക്കും, അത് എന്റെ സെയിലിനെ ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. നിങ്ങൾ നേരത്തെ 10 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനം ഇന്ന് 20 രൂപയാക്കി എന്ന് പറയാം, നിങ്ങൾ അത് വാങ്ങുന്നതിന് ഒന്നും മടിക്കും. 100 പേര് വാങ്ങാൻ പോകുന്നതിനകത്ത് 50 പേര് അത് വാങ്ങത്തില്ല, 50 പേരെ വാങ്ങുള്ളൂ. അത് തന്നെ വേണമെന്ന് താല്പര്യമുള്ളവർ മാത്രമേ അത് വാങ്ങുള്ളൂ. കാശ് പ്രശ്നമില്ല, ഞാനത് വാങ്ങിക്കോളാം എന്നുള്ളവർ മാത്രമേ വാങ്ങുള്ളൂ. ബാക്കിയുള്ള ഒരു വാല്യൂ പരിഗണിക്കുന്ന ആൾക്കാർ അത് വാങ്ങത്തില്ല. അപ്പൊ എന്റെ സെയിലിനെ അത് ബാധിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഇക്കണോമിക് സ്ലോ ഡൗൺ ഇന്ത്യയിൽ സംഭവിക്കും. സോ ഈ ട്രേഡ് വാറുകൾ വരുമ്പോൾ താരിഫ് ഒക്കെ അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്ത്യയിലെ എക്കണോമിക് സ്ലോ ഡൗൺ ആവാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ട് ഈ ട്രേഡ് വാറൊക്കെ വരുമ്പോൾ ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിന്റെ വാല്യൂ ഒക്കെ ഒരുപാട് കുറഞ്ഞത് കാണാൻ പറ്റും. കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പലതും ഇവിടുന്ന് ഇൻവെസ്റ്റ്മെന്റ് തിരിച്ച് വിഡ്രോ ചെയ്തിട്ടൊക്കെ പോകും. കാരണം ഇനി ഇവിടെ ഇട്ടിരുന്ന ഈ പൈസ ഒരുപാട് ബിസിനസ് നല്ലപോലെ നടന്നാലാണ് ഈ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് നല്ലപോലെ പ്രോഫിറ്റ് കിട്ടുക. ഇപ്പോൾ ഈ കാർ കമ്പനി ലെറ്റ്സ് മഹീന്ദ്രയാണെന്ന് കരുതുക. മഹീന്ദ്ര നേരത്തെ 50 കാറുകൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ 50 കാർ എക്സ്പോർട്ട് ചെയ്താൽ അത് ചിലവാകാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അവരുടെ എക്സ്പോർട്ട് കുറയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ 50 കാർ വിറ്റാൽ എന്നാ കാശ് കിട്ടുക എന്നുള്ളതൊക്കെ ലേറ്റ് ആവും. അപ്പൊ നമ്മുടെ റിട്ടേൺസിന് സമയം എടുക്കും. അപ്പൊ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഞാൻ ചൈനയിൽ വേറൊരു കമ്പനിയെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ആൾക്കാർ ഇവിടെ നിന്ന് കാശ് എടുക്കും, ചൈനയെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ കാശുകൾ ഒരുപാട് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിന്ന് പോകുമ്പോൾ, വിഡ്രോവൽ നടക്കുമ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റിന്റെ മൂല്യം ഇടിയും. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ട്രേഡ് ഓവർ വരുന്ന സമയത്ത് ഈ ഒരു ഭയം കൊണ്ടാണ് ആൾക്കാർ മണി മാറ്റി പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഷെയർ മാർക്കറ്റ് ഇടിയുന്നത്. അതിനെപ്പറ്റി ഒരു ചെറിയൊരു ധാരണ, ഡീറ്റെയിൽസ് കുറേ ഉണ്ട്, ചെറു ധാരണ മാത്രം മതി, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇങ്ങനെ ടാക്സ് ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ GST റിഫോംസ് 2.0 ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് മുന്നേ തന്നെ നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്കറിയാം ഈ താരിഫ് വാർ എന്ന് പറയുന്ന ഒരു സംഭവം കിടപ്പുണ്ട്. GST റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം, ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സിനാരിയോ തന്നെ ആലോചിച്ചാൽ മതി. നേരത്തെ മഹീന്ദ്രയുടെ 50 കാറാണ് ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരുന്നത്. 50 കാർ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോ ആൾക്കാർ കൂടുതൽ ഈ പറഞ്ഞ പോലെ GST റിഫോംസ് കൊണ്ടുവന്നു, റീപ്പോ റേറ്റ് കുറച്ചു, ആൾക്കാർ കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടി. ആൾക്കാർ നേരെ പോയിട്ട് എന്ത് ചെയ്യും, കൂടുതൽ കാർ ഡിമാൻഡിങ് മോർ കാർ. അപ്പോൾ നേരത്തെ 50 കാർ വിറ്റുകൊണ്ടിരുന്ന മഹീന്ദ്രയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രം തന്നെ ഡിമാൻഡ് വരും 80 കാറിന്റെ ഡിമാൻഡ് വരും, 80 കാർസ് അല്ലെങ്കിൽ പോട്ടെ 75 കാർസിന്റെ ഡിമാൻഡ് വരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. 75 കാർസിന്റെ ഡിമാൻഡ് വന്നു, 25 കാർസിന്റെ ഡിമാൻഡ് കൂടി. ജസ്റ്റ് നമ്പേഴ്സ് വെച്ച് പറയുന്ന കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 75 കാറിന്റെ ഡിമാൻഡ് വന്നപ്പോൾ ഈ മഹീന്ദ്ര പ്രൊഡ്യൂസ് ചെയ്ത 100 കാറിൽ 75 മഹീന്ദ്രയ്ക്ക് ഇവിടെ തന്നെ വിൽക്കാം, ഇന്ത്യയിൽ തന്നെ വിൽക്കാം. അതായത് ശരി, നീ എന്നെ എക്സ്പോർട്ടിലെ താരിഫ് തന്നല്ലോ, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള താരിഫുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. ഓക്കെ, ലെറ്റ്സ് ഡീൽ വിത്ത് ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ ദാറ്റ് ഐ വോണ്ട് ഗെറ്റ് എ ലോട്ട് ഓഫ് ഐ വോണ്ട് ഗെറ്റ് അഫക്റ്റഡ് എ ലോട്ട് വിത്ത് ദിസ് താരിഫ്. ഞാൻ ഈ താരിഫ് കൊണ്ട് വലുതായിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ഐ ക്യാൻ മാനേജ് ബൈ മൈ ഡൊമസ്റ്റിക് കൺസപ്ഷൻ. അതായത് ഒരു കൺസപ്ഷൻ ഓറിയന്റഡ് എക്കണോമി ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ഒരു കൺസപ്ഷൻ ഓറിയന്റഡ് എക്കണോമിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് എപ്പോഴും ഇതാണ്, ദേ വിൽ നെവർ fall below a certain situation when it comes to growth. കാരണം എന്താ, ഡൊമസ്റ്റിക് കൺസപ്ഷൻ ഉണ്ട്, ഡൊമസ്റ്റിക് ഡിമാൻഡ്സ് ഉണ്ട്. അപ്പൊ ഡൊമസ്റ്റിക് ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ആൾക്കാർ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ നടത്തി ഇവിടെ തന്നെ വിൽക്കും, കുഴപ്പമില്ല, പ്രോഫിറ്റ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ആ എക്സ്പോർട്ട് നടത്തിയില്ലെങ്കിലും വേണ്ടി കുഴപ്പമില്ല, എനിക്ക് 100% താരിഫ് വന്നിരിക്കുമല്ലേ. 20 ലക്ഷം രൂപയുടെ കാർ അവിടെ ചെല്ലുമ്പോൾ 40 ലക്ഷം രൂപയ്ക്ക് എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഡസന്റ് മാറ്റർ, ഐ എം നോട്ട് സെല്ലിംഗ് ഇറ്റ്. ഓക്കെ, ഞാൻ അതൊരു 10 യൂണിറ്റ് പറയുന്ന ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് 10 യൂണിറ്റ് അങ്ങോട്ട് തരുന്നുണ്ട്. നേരത്തെ 50 യൂണിറ്റ് തന്നുകൊണ്ടിരുന്നത് ഒരു 10 യൂണിറ്റ് തരാം. ഓക്കെ, ബാക്കി റെസ്റ്റ് ഓഫ് ദി 40 യൂണിറ്റ്സ് ഐ സെൻഡ് ഇറ്റ് ഇൻ ഇന്ത്യ, ബിക്കോസ് ഇന്ത്യയിൽ ഡിമാൻഡ് ഉണ്ട്. ഐ സെൻഡ് ഇറ്റ് ഇൻ ഇന്ത്യ ഓൾസോ, ഇന്ത്യ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു എക്കണോമി തന്നെ കിട്ടുന്നതാണ്. നമുക്ക് ഒരിക്കലും ഒരു ക്ലോസ്ഡ് എക്കണോമിക് സിറ്റുവേഷൻ നിൽക്കാൻ പറ്റില്ല. ബട്ട് അതായത് എന്റെ സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആണെന്ന് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട്. മനസ്സിലാവുന്നുള്ളൂടാ? My situation and India's economic condition is stable. India's economic condition will thrive even after the tariff war. Tariff war and introduction വന്നാൽ പോലും India will manage എന്നൊരു സിഗ്നല് India has to send to the world. അതിപ്പോ നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് ആണ്. നമ്മൾ മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്. ലോട്ട് ഓഫ് വേൾഡ് വൈഡ് ഓർഗനൈസേഷൻസ് വിൽ ടാർഗറ്റ് and will recognize and record our growth.
അപ്പൊ നമ്മൾ പറയുന്ന ഗ്രോത്ത് അവർ അംഗീകരിക്കൊന്നുമില്ല. അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അവർ പറയും ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നോക്കുമ്പോൾ ശരിയാ, ഗ്രോത്ത് ഉണ്ടല്ലോ. താരിഫ് വാർ ഉണ്ടെങ്കിലും ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടല്ലോ. സോ പീപ്പിൾ വിൽ തിങ്ക്, ഓ കൊള്ളാം, ഇപ്പൊ ഇന്ത്യക്ക് പണി അറിയാം. ശരിയല്ല, ഇന്ത്യയുടെ എക്കണോമിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട പണി ഇന്ത്യക്ക് അറിയാം. അപ്പൊ അമേരിക്ക വന്ന് താരിഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് കരുതിയിട്ട് ഇന്ത്യ അങ്ങോട്ട് താഴെ പോകുന്ന തരത്തിലുള്ള രാജ്യമല്ല. സോ ഇന്ത്യയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. വി ക്യാൻ ഇൻവെസ്റ്റ്. സോ ദർ ഇസ് എ കോൺഫിഡൻസ് ബിൽഡിംഗ്. അതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്, ബോത്ത് വിത്തിൻ ഇന്ത്യ ആസ് വെൽ ആസ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി ഇത് പക്ഷേ എന്താണെന്നറിയോ, ഇത് നമ്മൾ ബജറ്റിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? ഞാനിപ്പോ പറഞ്ഞ കാര്യം, നേരത്തെ പറഞ്ഞ കാര്യം അതായിരുന്നു. ദിസ് ഇസ് എ വെരി ഗുഡ് റിഫോം അല്ലെ? ഇതൊരു വൗ മൊമെന്റ് ആണ്. GST കുറച്ചു എന്ന് പറഞ്ഞൊരു വൗ, എനിക്കിതൊരു വൗ മൊമെന്റ് ആയിരുന്നു. 28% ടാക്സ് ഉണ്ടായിരുന്ന കാർ വാങ്ങുന്നിടത്ത് അത് 18% ടാക്സ് കൊടുത്താൽ മതി. സോ ഫോർ മീ ഇറ്റ് ഇസ് എ വൗ മൊമെന്റ്. ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൗ മൊമെന്റ്, ഒരു സാധാരണ സിറ്റിസൺ ഓഫ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വൗ മൊമെന്റ്. ദെൻ വൈ നോട്ട് ദിസ് വൗ മൊമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ബജറ്റ് ഇറ്റ് സെൽഫ്? എന്തുകൊണ്ട് ബജറ്റിന് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ബിക്കോസ് വി ഓൾറെഡി ഹാവ് ടു ക്രിയേറ്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ട്രിഗറിങ് ഓഫ് ദി എക്കണോമി. ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു ട്രിഗറിങ് ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ഈ ട്രിഗറിങ് വഴി 5-6 മാസം മുമ്പ് ഈ പറയുന്ന റിഫോംസ് വന്നതുകൊണ്ട് മാർക്കറ്റ് സ്പെൻഡിങ്സ് കൂടി. ദി GDP വാല്യൂ ഈസ് ഷോയിങ് എ ഗ്രോത്ത് റേറ്റ്. ഇത് കുറച്ചുകൂടി ഒരു വലിയ നിരക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല എങ്കിൽ, ഇഫ് ഐ എം പ്രസന്റിങ് മൈ ബജറ്റ്, എന്റെ വാല്യൂസ് നമ്പേഴ്സ് വുഡ് ഹവ് ഷോൺ എ ലിറ്റിൽ ബിറ്റ് ഡിക്ലൈൻ. ശരിയല്ലേ? നമ്പേഴ്സ് കുറച്ചുകൂടി താഴ്ന്ന് കണ്ടേനെ. 5 മാസം മുമ്പ് ഈ പറയുന്ന പ്രോസസ്സുകൾ കൊണ്ടുവന്നപ്പോ ഗോൾഡിലോക്സ് മൊമെന്റും GST 2.0 ഒക്കെ വന്നത് കാരണം എക്കണോമിക് ആക്ടിവിറ്റി നന്നായിട്ട് കാണിച്ചിരുന്നു. ആ എക്കണോമിക് ആക്ടിവിറ്റി എന്റെ GDP റിഫ്ലക്ട് ചെയ്തു. ഈ പറയുന്ന ഫെബ്രുവരിയിൽ ഞാൻ പബ്ലിഷ് ചെയ്ത എന്റെ ബജറ്റ് ഡോക്യുമെന്റിൽ ദീസ് നമ്പേഴ്സ് ഹസ് ആക്ച്വലി ഷോൺ. ഈ നമ്പേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പം ബിഗ് നമ്പേഴ്സ്, വലിയ നമ്പേഴ്സ് അവിടെ കാണിച്ചേ. ബിഗ് നമ്പേഴ്സ് ഇസ് മച്ച് ബെറ്റർ ദാൻ ഷോയിങ് സ്മോൾ നമ്പേഴ്സ് അല്ലെ? ബജറ്റ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ ബിഗ് നമ്പേഴ്സ് കാണുമ്പോൾ ഓ കൊള്ളാം എന്നെല്ലാരും പറയും. ശരിയല്ലേ? അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ റിഫോംസ് ബജറ്റിനോടൊപ്പമായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റിലുള്ള ഒഫീഷ്യൽസിന്റെ, നമ്മൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള ബ്യൂറോക്രാറ്റ്സിന്റെ ഒക്കെ ഒരു ബുദ്ധി വൈഭവം എന്ന് പറയുന്നത് കിണ്ണം കാച്ചിയ ബുദ്ധിയാണ് കേട്ടോ. അടിപൊളി. ഈ ഇക്കണോമിക് പരിപാടി എന്ന് പറയുന്നത് ഇന്ത്യ ഇന്നത്തെ ഈ ഒരു ലെവലിൽ നിലനിൽക്കാൻ കാരണം, നമുക്കറിയാതെ പല രാജ്യങ്ങളും ഇപ്പോൾ ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും ഒക്കെ കണ്ടീഷൻ നമ്മൾ കണ്ടതാണ് അടുത്തിടെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ്. സോ ദിസ് കൈൻഡ് ഓഫ് എൻ എക്കണോമിക് സ്ട്രെങ്ത് ആൻഡ് എക്കണോമിക് എന്താ പറയുക ബ്രില്യൻസ് ഈസ് ആക്ച്വലി പുഷിംഗ് ഇന്ത്യ ടുവേർഡ്സ് സക്സസ്. ഈ ഒരു ഇക്കണോമിക് ബ്രില്യൻസ് ആണ് ഇന്ത്യനെ സക്സസിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല, ബ്രില്യൻ മൂവ്സ് എന്ന് എനിക്ക് പറയേണ്ടി വരും. ഇതിപ്പോ ഏതൊരു ഗവൺമെന്റ് ആയാലും, ഗവൺമെന്റ് അല്ല പോളിസി മേക്ക് ചെയ്യുന്നത് ബ്യൂറോക്രാറ്റ്സ് തന്നെയാണ്. ഗവൺമെന്റ് വിൽ സേ യെസ് ഓർ നോ യെസ്. അത് എസ് പറയാനുള്ള ധൈര്യം ഗവൺമെന്റിനും വേണം. അത് വേറെ കാര്യം. ബ്യൂറോക്രാറ്റ്സ് വിൽ ഡിഫൈൻ ദീസ് തിങ്സ്, വിൽ സജസ്റ്റ് ദീസ് തിങ്സ്. ആലോചിച്ച് നോക്കി എന്തോരം ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ GST റിഫോംസ് വന്ന സമയത്ത് കണ്ട കുറച്ച് കാര്യങ്ങളുടെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലൈഫ് സേവിങ് ഡ്രഗ്സ്, മെഡിസിൻസ്, ഇതിന്റെ ഒക്കെ GST 12% ഒന്നുകിൽ നില്ലാക്കുകയാണ്. ഇപ്പോൾ ജനറിക് ഡ്രഗ്സിനൊക്കെ 1% പോലും GST അടയ്ക്കേണ്ട. ബാക്കി ചില ഡ്രഗ്സിന്റെ ഒക്കെ കാര്യത്തിൽ 12% വരുന്ന ടാക്സ് 5% കൊണ്ടുവരുന്നുണ്ട്. എഗെയിൻ അഫോർഡബിൾ ഫോർ ദി പബ്ലിക്. ഹൗസ് ഹോൾഡ് എസെൻഷ്യൽസിന്റെ ഇപ്പൊ സോപ്പ്, പേസ്റ്റ്, ഇങ്ങനത്തെ കുറച്ച് ഡെയിലി യൂസബിൾ ആയിട്ടുള്ള കോമോഡിറ്റീസ് ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ GST അതുപോലെ 5%, ചിലതിനകത്ത് ഇല്ല, ടാക്സ് ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 2 വീലേഴ്സ്, AC, TV ഇങ്ങനെയൊക്കെ വാങ്ങുന്ന എല്ലാം 28% ലക്ഷറി ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നതാണ്. ലക്ഷറി എന്നല്ല, എന്നാലും ഹൈ എൻഡ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഈ സാധനങ്ങളുടെ എല്ലാം GST 28 വീണ്ടും 18% വന്നു. ആൻഡ് വൺ മോർ തിങ്, സിമെന്റ്. നമ്മുടെ രാജ്യത്തിന്റെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് കോമ്പോണന്റ് ആണ് സിമെന്റ് എന്ന് പറയുന്നത്. സിമെന്റ് ഹാസ് ഓൾസോ റെഡ്യൂസ്ഡ് ഇറ്റ്സ് GST to 18%. ഫാം മെഷീനറീസ്, ഇറിഗേഷൻ എക്വിപ്മെന്റ്സ്, ഫാമേഴ്സിന്റെ എക്സ്പെൻസസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതും 12-5% റെഡ്യൂസ് ചെയ്തു. ആകെ ഈ പറയുന്ന ലക്ഷറി ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് കാര്യം, പാൻ മസാല, ടൊബാക്കോ, അതുപോലെ അഡൽട്ടറി, പിന്നെ എയറേറ്റഡ് ഡ്രിങ്ക്സ്, നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ലക്ഷറി വാഹനങ്ങളോ ലക്ഷറി ഗുഡ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു 40% എന്ന ടാക്സിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയും ചെയ്തു. വിച്ച് ഇസ് എ വെരി ഗുഡ് ആസ്പെക്ട്. ടാർഗറ്റിംഗ് ദ നോർമൽ ഇന്ത്യൻ സിറ്റിസൺസ്, സാധാരണ ഇന്ത്യൻ സിറ്റിസൺസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നു എന്ന് അവർക്ക് തോന്നുകയും ചെയ്യും. സോ ദേ വിൽ സ്പെൻഡ് മോർ ഇൻ ടു ദി ഇക്കണോമി. ഇതൊരു കണ്ടീഷൻ. ഓക്കെ, ഇത് വന്നേക്കുന്നത് 2025 ഈ ഒരു ടാക്സ് റിവിഷൻ GST 2.0 വന്നതെന്ന് നമുക്കറിയാം. GST വരുന്നത് 2017 നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണോ? ഇത് രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ് ആണ് നമ്മുടെ ബജറ്റിന്റെ. മൂന്നാമത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലേബർ റിഫോംസ് ആണ്. ഓക്കെ, മൂന്നാമത്തെ കോണ്ടെക്സ്റ്റ്, വി ഹാവ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ദി ലേബർ റിഫോംസ്. ലേബർ കോഡുകൾ ഒരുപാട് 10-29 ലേബർ ലോസ് ഉണ്ടായിരുന്ന എല്ലാം കൂടി ചുരുക്കി ഒരു 4 കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ലേബർ കോഡുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണ് കോഡ്സ്? ദ കോഡ് ഓൺ വേജസ്,
കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന വേജസിനെ പറ്റി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കോഡ്, ദ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, ദ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ദി ഒക്കുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്. ഇതെല്ലാം ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ലേബേഴ്സിന്റെ വെൽഫെയർ ഓറിയന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ലേബർ കോഡുകളാണല്ലോ നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫോക്കസിംഗ് ഓൺ ദി ലേബേഴ്സ്, ഇറ്റ്സ് ഓൾസോ മേക്കിംഗ് എ ബാലൻസ് ബിറ്റ്വീൻ ദി ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആസ് വെൽ as ദി ലേബേഴ്സ് വെൽ ബീയിങ്. അതുകൊണ്ടാണ് അതിനകത്ത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡും ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി കോഡും ഉണ്ട്, ഒക്കുപേഷണൽ ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻസിന്റെ കോഡും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു വെൽ സെറ്റ് ലേബർ റിഫോംസ് കൊണ്ടുവന്നു. ഇതിനെപ്പറ്റി ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയുക, കോർഡിനേറ്റേഴ്സിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്താൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് വേറൊരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടത് ചെയ്യാം, ലേബർ റിഫോംസ്. സോ ദീസ് ആർ ദി എന്താ പറയുക, ദീസ് ആർ ദി ബാക്ക്ഗ്രൗണ്ട് ഫ്രം വെയർ ദിസ് ബജറ്റ് ഇസ് ഗെറ്റിംഗ് ഇംപ്ലിമെന്റ്. ഈ ഒരു ബജറ്റ് 2026 ബജറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ബാക്ക്ഡ്രോപ്പ് ഈ പറയുന്ന കണ്ടീഷൻസ് ആണ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നൗ ഇഫ് വി ആക്ച്വലി എന്താ പറയുക, ഈ പറയുന്ന അത് മാത്രമല്ല, നമ്മുടെ പുതിയ പാർലമെന്റ് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിനെ വിളിക്കുന്ന പേര് കർത്തവ്യ ഭവൻ എന്നാണ്. വേണമെങ്കിൽ ഇതും PSC ചോദിക്കാവുന്നതാണ്. കർത്തവ്യ ഭവൻ എന്നുള്ളതാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിനെ അറിയപ്പെടുന്ന. ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് നിൽക്കുന്ന ആ ഒരു ബ്ലോക്ക്, പണ്ടത്തെ നമ്മുടെ നോർത്ത് ബ്ലോക്ക്, ഇന്നത്തെ കർത്തവ്യ ഭവനാണ് പുതിയ ബിൽഡിംഗില്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഇത്തവണത്തെ യൂണിയൻ ബജറ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ ഓൺ February 1st of 2026 പ്രസന്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഇൻസ്പയർഡ് ബൈ 3 കർത്തവ്യാസ് എന്ന് പറയുന്നുണ്ട്. കർത്തവ്യാസ് മീൻസ് ഡ്യൂട്ടീസ്. കർത്തവ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യൂട്ടീസ് ആണ്. അപ്പൊ പ്രധാനപ്പെട്ട ഈ ഒരു ബജറ്റിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് 3 കർത്തവ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഈ ബജറ്റ് പോകുന്നത് എന്നുള്ളത് മിനിസ്റ്റർ പറയുന്നുണ്ട്. ആ 3 കർത്തവ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 3 കർത്തവ്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് എന്തായാലും നോക്കി വരാം. സി ആൻഡ് ദിസ് പിന്നെ എന്താ പറയുക, ബജറ്റ് തീം ഇസ് ആക്ച്വലി യുവശക്തി ഡ്രിവൺ ബജറ്റ്. ഇതിനൊരു യുവശക്തി ഡ്രിവൺ ബജറ്റ് എന്ന് എടുത്തു പറയുന്ന ഒരു ബജറ്റ്. ഗവൺമെന്റിന്റെ സങ്കല്പം ഇതാണ്. എന്താ? ഇതൊരു യുവശക്തി ഡ്രിവൺ ബജറ്റ് ആണ്. അതായത് യങ്സ്റ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊണ്ടുകൊടുത്തിരിക്കുന്നത്, യങ്സ്റ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബജറ്റായിട്ട് പറയാം. യങ്സ്റ്റേഴ്സ് ആണ് ഈ ഒരു ബജറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു പരാമർശം ഇതിനകത്ത് ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. എന്താണ് ഈ തീം ഓഫ് ദി ബജറ്റ്? നോക്കുക. സോ ഇതിനകത്ത് പറയുന്നുണ്ട്, ഫസ്റ്റ് കർത്തവ്യം എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത്. അല്ലെ, നമ്മുടെ സാമ്പത്തിക വളർച്ചയെ നിലനിർത്തുക, ആക്സിലറേറ്റ് ചെയ്യുക. അത് പറയുന്ന കാര്യം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഗോൾഡി ലോക്ക് സിറ്റുവേഷൻ വി ഹാവ് ഓൾറെഡി അറ്റൈൻഡ്. ശരിയല്ലേ? നമ്മളിപ്പോ ഗോൾഡി ലോക്ക് സിറ്റുവേഷനിലാണ്. ഈ സിറ്റുവേഷനെ നിലനിർത്തുക, അതിനെ വളർത്തുക, നിലനിർത്തുക, വളർത്തുക, നിലനിർത്തുക. സോ ആക്സിലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ, വളർത്തി അതിനെ നിലനിർത്തി കൊണ്ടുപോകണം, താഴെ പോകരുത്. ദിസ് ഗോൾഡി ലോക്ക് സിറ്റുവേഷൻ ഹാസ് ടു ബി ദയർ ആൻഡ് വി ഹാവ് ടു ആക്ച്വലി ഗോ ഫോർ എ ഗ്രോത്ത് ആൻഡ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഏത് സിറ്റുവേഷനിൽ നിൽക്കണം? ഗോൾഡി ലോക്സിൽ നിൽക്കണം എന്നുള്ളതാണ്. അത് ആദ്യത്തെ കർത്തവ്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കർത്തവ്യം പറയുന്നത് എന്താ? സെക്കൻഡ് കർത്തവ്യം, ഫുൾഫിൽ ദി ആസ്പിറേഷൻസ് ഓഫ് അവർ പീപ്പിൾ. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ, നമ്മുടെ സിറ്റിസൺസിന്റെ ആസ്പിറേഷൻസ്, ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന തരത്തിലേക്ക് മാറുക. എന്താണ് രണ്ടാമത്തെ കർത്തവ്യം? എന്താ പറയുന്നത്? ടു ഫുൾഫിൽ ദി ആസ്പിറേഷൻ ഓഫ് അവർ ഓൺ പീപ്പിൾ. മൂന്നാമത്തെ കർത്തവ്യം, വിഷൻ ഓഫ് സബ്കാ സാത്ത് സബ്കാ വികാസ്. അല്ലെ, വിഷൻ ഓഫ് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നാണ് സൂചിപ്പിക്കുന്നത്. മോർ ഓഫ് ഒരു എന്താ ഒരു സ്ലോഗനൊക്കെ പോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും ദിസ് എസെൻഷ്യലി മീൻസ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. അത് ചോദ്യമാണ്. ഇത് എന്തിനാണ് ആക്ച്വലി മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദിസ് ഡസ് ആക്ച്വലി മീൻസ് അബൌട്ട് ദി ഇൻക്ലൂസീവ് ഗ്രോത്ത്. അത് ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ് ഈ വിഷൻ ഓഫ് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെയും ഈ ഒരു തീം ഓഫ് ദി ബജറ്റ്, ഇഫ് യു ലുക്ക് അറ്റ് ദി തീം ഓഫ് ദി ബജറ്റ്, വി ഹാവ് ടു ഗോ ആൻഡ് ടു എ ലിറ്റിൽ ബിറ്റ് ഏർലിയർ. നമുക്കൊരു 2 വർഷം പിന്നോട്ട് പോകേണ്ടി വരും. ഇഫ് യു ലുക്ക് അറ്റ് ദി ബജറ്റ് ഓഫ് 2024 ആൻഡ് ദി ബജറ്റ് ഓഫ് 2025, there are certain changes made. ഇതാ ഞാൻ പറഞ്ഞിടാ, ഒരു ഗവൺമെന്റിന്റെ കണ്ടിന്യൂവേഷൻ എങ്ങനെ ഗ്രോത്തിനെ ഫ്യൂൽ ചെയ്യുന്നു പറയുന്ന കാര്യം ഇതാണ്. ബിക്കോസ് 2024 ബജറ്റിലെ അജണ്ട, 2025 പിന്നെ ബജറ്റിലെ അജണ്ട, അതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് 2026 ഈ പറയുന്ന യുവശക്തി ഡ്രിവൺ ബജറ്റ് ഈ 3 കർത്തവ്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ നമ്മുടെ 2024 ബജറ്റിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 4 പില്ലേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഗ്രോത്ത്, ഇന്ത്യയുടെ ഗ്രോത്ത് ഫോക്കസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. 4 പില്ലേഴ്സ്. ആ 4 പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാന്ന് വെച്ചാൽ, 1 പുവർ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പുവർ. 2 യൂത്ത്. 3 ഫാമേഴ്സ്. 4 പിന്നെ നാരി, അതായത് വിമൻസ്.
വിമൺ എംപവർമെന്റ്, ഓൾ ദോസ് തിങ്സ്. സോ ഈ 4 പില്ലേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ആയിരിക്കും ഇന്ത്യയുടെ ഗ്രോത്ത് പോവാന്ന് അവിടെ പറയുന്നത്. ഒന്ന് പുവർ, 2 യൂത്ത്, 3 ഫാമേഴ്സ്, 4 വിമൻ. ഇത് 2024 പോളിസിക്കകത്ത് അല്ലെങ്കിൽ ബജറ്റിനകത്ത് സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. 4 പ്രധാനപ്പെട്ട പില്ലേഴ്സ് ഓൺ വിച്ച് ദേ വിൽ ഗിവ് ഫോക്കസ് ഓൺ ബജറ്റ്, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ ഗിവ് ഫോക്കസ് ഓൺ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇൻ 2025 എന്തുകൊണ്ട് 2024 ബജറ്റിൽ ഇത് വന്നു എന്ന് വെച്ചാൽ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് സ്റ്റാൻഡപ്പ് ചെയ്ത് വരുന്ന 2023 ശേഷമുള്ള ആദ്യ ബജറ്റ് ആയിട്ടാണ് 24 ഈ ഒരു ഫോക്കസ് വന്നത്. അത് മുതലുള്ള കാര്യത്തിന് ഇമ്പോർട്ടൻസ് വരാൻ കാരണം ഇതുകൊണ്ടാണേ. എനിക്കോ അതിലേക്ക് ഞാൻ പോകുന്നില്ല, ഒരുപാട് സമയമുണ്ട്, തിരിച്ചു വരാം നമുക്ക്. അപ്പോൾ ഇത് 2025 ഈ ഒരു പോയിന്റിന്, ഈ പറയുന്ന 4 പില്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2025 നമുക്കറിയാം ഇവിടെ ഇതിപ്പോ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ഒരു സൂചന തരുന്നുണ്ടല്ലോ. പോർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ ഫാമേഴ്സ് ഉണ്ട്, യൂത്ത് ഉണ്ട്, വിമൻസ് ഉണ്ട്. സോ വി ആർ ഇൻക്ലൂഡിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ലോട്ട് ഓഫ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ലോട്ട് ഓഫ് ഗ്രൂപ്പ്സ് ഇൻ ടു ദി മെയിൻ സ്ട്രീം ആസ്പെക്ട്. നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക് ഈ പറയുന്ന ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവരാണ്. സോ ദിസ് മീൻസ് ആൻ ഇൻക്ലൂസീവ് ഗ്രോത്ത്. പക്ഷെ ഇവിടെ പലപ്പോഴും ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആ ഇൻക്ലൂഷൻ ശരിക്കും ആവശ്യമുള്ള ആൾക്കാർ കിട്ടാറില്ല. നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, നമ്മൾ റിസർവേഷൻസിനെ പറ്റിയിട്ട് പറയാറുള്ളപ്പോൾ പറയുമല്ലോ, റിസർവേഷൻസ് ആർ ആക്ച്വലി ഗുഡ്, ബട്ട് ദ റിസർവേഷൻസ് ആർ ആക്ച്വലി നോട്ട് ബെനിഫിറ്റഡ് ബൈ ദ പീപ്പിൾ ഹു ആക്ച്വലി നീഡ് റിസർവേഷൻസ്. ശരിക്കും റിസർവേഷന്റെ ഗുണം കിട്ടേണ്ട പലർക്കും റിസർവേഷന്റെ ഗുണം കിട്ടുന്നില്ല, അത് കിട്ടേണ്ടാത്ത പലർക്കും അത് കിട്ടുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സിമിലർ കേസിലാണ് നമ്മൾ ഈ ഇൻക്ലൂസീവ് ഗ്രോത്ത് പറയുമ്പോൾ, ഇപ്പൊ ഒരു നാട്ടിൽ ഒരു വില്ലേജ്, ഇഫ് യു കൺസിഡർ എ വില്ലേജ് ആൻഡ് വി ആർ പ്രൊവൈഡിങ് ഇൻക്ലൂസീവ് ഗ്രോത്ത് വേണമല്ലോ, അപ്പോൾ സമ്പൂർണ്ണ ഇലക്ട്രിഫിക്കേഷൻ, കംപ്ലീറ്റ് ഇലക്ട്രിഫിക്കേഷനെ പറ്റി പ്ലാൻ ചെയ്യുവാണെന്ന് കരുതുക. അപ്പൊ ഞാൻ എല്ലാ വില്ലേജിലേക്കും ഈ പറയുന്ന ഇലക്ട്രിഫിക്കേഷൻ എത്തണം എന്നുള്ളതാണ് എന്റെ ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ആസ്പെക്ട്. ബിക്കോസ് അന്ന് ഗാന്ധിജി പറഞ്ഞിരിക്കുന്ന ഗിനാശ്ശേരി, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ എന്താ പറയാ മനസ്സിലെ ഒബ്ജക്റ്റീവ് പോലും അത് തന്നെയാണ്, വില്ലേജസിന്റെ ഡെവലപ്മെന്റ് ആണ്. സോ വില്ലേജസിലേക്ക് എല്ലായിടത്തേക്കും എന്താ പറയാ വൈദ്യുതി എത്തണം, അല്ലെങ്കിൽ LPG കണക്ഷൻസ് എത്തണം എന്നുള്ള കാര്യം വരുവാണ്. സോ ഇഫ് യു ലുക്ക് അറ്റ് വില്ലേജസിൽ തന്നെ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, പൂർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. വില്ലേജസിൽ തന്നെ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരും പൂർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. ആൻഡ് ദ വെൽത്തി ക്യാൻ അഫോർഡ് എ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ബട്ട് ദ പൂർ കനോട്ട്. ഇപ്പൊ ശരിക്കും വെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് ജീവിക്കാനുള്ള വെൽബീയിങ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഇഫ് വി ആർ ഓഫറിംഗ് ഇലക്ട്രിസിറ്റി ടു ദ വില്ലേജസ്, ദോസ് പീപ്പിൾ വിൽ ബി ദ ഫസ്റ്റ് ടു ഗെറ്റ് ഇലക്ട്രിഫൈഡ്. അവരായിരിക്കും ആദ്യം ഇലക്ട്രിഫിക്കേഷൻ നടത്തുക, അവർക്ക് ഇലക്ട്രിഫിക്കേഷൻ കിട്ടും, പരിപാടി നടക്കും. അപ്പോഴും ബൈ ദി എൻഡ് ഓഫ് ദി ടൈം ഇലക്ട്രിഫിക്കേഷൻ ഒക്കെ തീർന്ന് ഈ പറയുന്ന സാധാരണക്കാരായ വോയിസ് ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഒന്നും പറയാൻ പോലും അവകാശമില്ല എന്ന് പോലും കരുതുന്ന ആൾക്കാർ, സാധാരണ ആൾക്കാർ, ഇവരിലേക്ക് ഈ പറയുന്ന ഇലക്ട്രിഫിക്കേഷൻ എത്തുന്ന സമയത്ത് പിന്നെ ഈ പ്രോജക്ട് ഡിലേ ആവാനോ, അല്ലെങ്കിൽ ഇത് ഓൾറെഡി ഇലക്ട്രിഫിക്കേഷൻ കിട്ടിയ ആൾക്കാർ പിന്നെ അതിന്റെ 2 പോയിന്റ് വരുന്ന സമയത്ത് ഇതിന്റെ ആവശ്യമില്ല, ഇവിടെ എല്ലാം ഇലക്ട്രിഫൈഡ് ആയി എന്ന് പറഞ്ഞു കളയാനോ ഒക്കെ കാര്യം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവാം. അപ്പോൾ വീണ്ടും സ്റ്റിൽ ദ നോൺ ഇലക്ട്രിഫൈഡ് പീപ്പിൾ വിൽ റിമെയിൻ അൺഇലക്ട്രിഫൈഡ്. ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്, ഈ സിറ്റുവേഷൻ നടക്കുന്നതല്ല, ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പോ 2025 ഈ ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ അപ്രോച്ച്, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ഡെഫിനിഷൻ ഒന്ന് വൈഡൻ ചെയ്യുന്നുണ്ട്. വി ഹാവ് ചേഞ്ച് ദി ഡെഫിനിഷൻ ഓഫ് ദി ഇൻക്ലൂസീവ് ഗ്രോത്ത്. റാദർ ദാൻ ഗോയിങ് വിത്ത് ദിസ് വില്ലേജ് ആസ്പെക്ട്, നമ്മളൊരു സാച്ചുറേഷൻ മോഡലിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. 1-2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന് സാച്ചുറേഷൻ, 2 അഫോർഡബിലിറ്റി, പിന്നെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഇൻക്ലൂസീവ് ഗ്രോത്തിനകത്ത് പുതിയ 3 മാനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് 2025 ബജറ്റിൽ. അതാണ് ഒന്നെന്താണ് സാച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, 2 അഫോർഡബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, 3 ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പറഞ്ഞുതരാം, ജസ്റ്റ് ഒരു സൂചന പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വില്ലേജുകളിൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന കോൺസെപ്റ്റ് മാറി എങ്ങനെ വന്നു, കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഹൗസ് ഹോൾഡുകളുടെ ഇലക്ട്രിഫിക്കേഷൻ എന്ന രീതിയിലേക്ക് മാറ്റി. നിങ്ങൾ പണ്ടത്തെ സ്കീമുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൽ മിക്കവാറും വില്ലേജ് ഓറിയന്റഡ് ആയിരിക്കും. പുതിയ സ്കീമുകളിൽ മിക്കവാറും ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ പ്രൊജക്ട് എന്നോ ആ ഒരു രീതിയിലോ മറ്റോ ആയിരിക്കും പേര് മാറ്റിയിട്ടുണ്ടാവുക. സോ വില്ലേജ് ഹാസ് ബിൻ റിപ്ലേസ്ഡ് വിത്ത് ഹൗസ് ഹോൾഡ്സ്. ഇവിടെ കുഴപ്പമില്ല, ഓരോ വില്ലേജുകളിലും കറണ്ട് കിട്ടിയോന്നല്ല നമ്മൾ നോക്കുന്നത്. വില്ലേജിലെ വെൽത്തി പേഴ്സണും അല്ലാത്ത ആൾക്കാരും ഉണ്ട്, രണ്ടുപേർക്കും കിട്ടത്തിണ്ടായിരിക്കും. ചിലപ്പോൾ വെൽത്തിക്ക് കിട്ടിയിട്ടുണ്ടാവും, കിട്ടാത്ത ആൾക്ക് ഇന്നും കിട്ടിയിട്ടുണ്ടാവില്ല. സോ ലെറ്റ്സ് സേ വി വിൽ ഗോ വിത്ത് സാച്ചുറേഷൻ കോൺസെപ്റ്റ്. നമുക്ക് വില്ലേജിനെ സാച്ചുറേറ്റ് ചെയ്യണം. അവിടെ ആ വില്ലേജ് ഇലക്ട്രിഫിക്കേഷനിൽ സാച്ചുറേഷൻ ആയോ അതങ്ങനെ മനസ്സിലാക്കും. വിൽ ലുക്ക് അറ്റ് ദി ഹൗസ് ഹോൾഡ്സ്. ഓരോ വീടുകളും നോക്കുക. ഓരോ വീടുകളും, ഒരു വില്ലേജിൽ 100 വീടുണ്ടെങ്കിൽ ആ 100 വീടിനും ഇലക്ട്രിസിറ്റി കപ്പ്, അതിനകത്ത് പൂർവ്വം ഉണ്ടാവും, റിച്ചും ഉണ്ടാവും. ആ 100 വീട് എന്ന് പറയുമ്പോൾ അതിനകത്ത് റിച്ച് വീടും ഉണ്ടാവും, പൂർവ്വ വീടും ഉണ്ടാവും. അപ്പൊ ഈ റിച്ചിനും പൂർണ്ണം ഇലക്ട്രിസിറ്റി കിട്ടിയോ, then we'll say it is a saturation. അവിടെ സാച്ചുറേഷൻ ആയി, ഇലക്ട്രിഫിക്കേഷൻ ആയത് അവിടെ സാച്ചുറേഷൻ ആയി. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് ഇസ് ആക്ച്വലി വർക്കിംഗ്. അപ്പൊ ഈ ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ആസ്പെക്ട് ഇങ്ങനെ വൈഡൻ ചെയ്യുക, അതിന്റെ ഒരു മീനിങ് ഒന്ന് ബ്രോഡൻ ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷൻ പറയാൻ പറ്റും. അതുപോലെ ഈ ഇൻക്ലൂസീവ് ആയാൽ മാത്രം പോരല്ലോ, ഇറ്റ് ഷുഡ് ബി അഫോർഡബിൾ. വൈദ്യുതി കൊടുത്തോണ്ടായില്ല, വൈദ്യുതി അഫോർഡബിൾ നിരക്കി കൊടുക്കണം. വൈദ്യുതി തന്നു, നിങ്ങൾക്ക് ഞാൻ വൈദ്യുതി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മാസം നിങ്ങൾ അടക്കേണ്ടി വരുന്ന എമൗണ്ട് 2000 രൂപ വീതമാണ് മാസം നിങ്ങൾക്ക് കറണ്ടിന് അടക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് അഫോർഡബിൾ അല്ല. The wealthy may have,
may find this okay, but the poor will find it very difficult to pay the electricity bill. അവിടെ ഇപ്പൊ ഈ ഇലക്ട്രിഫിക്കേഷൻ കൊണ്ട് അവർക്ക് ഗുണമുണ്ടോ? ഇല്ല. അപ്പൊ അതായത് ഇവിടെ ഈ ഇൻക്ലൂസീവ് ഗ്രോത്ത് is it essentially an inclusive growth? No, because the poor won't get any benefit out of this growth. കാര്യം എന്താ? ഇത് അഫോർഡബിൾ അല്ല, ഭയങ്കര പൈസയാണ്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലോ സ്കൂളോ ഉണ്ട്, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെലവാക്കേണ്ടി വരുന്ന പൈസ ഭയങ്കര കൂടുതലാണെങ്കിലോ? ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയാൻ പറ്റുമോ? സാധാരണക്കാർക്ക് വേണ്ടി ഒരു ആശുപത്രി പണിത്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പണിത്, പക്ഷെ അവിടെ ചെന്ന മെഡിസിൻസ് വാങ്ങാൻ നല്ല കാശാണ്, OP എടുക്കുന്നതിന് 500 രൂപയാണ്. ഇസ് ഇറ്റ് ഇൻക്ലൂസീവ്? ആബ്സല്യൂട്ട്ലി നോട്ട്. അപ്പൊ ഇൻക്ലൂസീവ് ഗ്രോത്തിന് എന്തെന്ന മാനം കൂടി അഡീഷണലി കൊണ്ടുവരുന്നുണ്ട്, അഫോർഡബിലിറ്റി എന്ന മാനം കൂടി കൊണ്ടുവരുന്നുണ്ട്, ആൻഡ് ഓൾസോ ബേസിക് ഇൻഫ്രാ ഡെവലപ്മെന്റ്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ പണിത് വെച്ചിട്ടുണ്ട്, ബട്ട് യു ഡോണ്ട് ഹാവ് എ റോഡ് ടു ആക്സസ് ടു ദിസ് ഹോസ്പിറ്റൽ. നിങ്ങൾക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണം, റോഡില്ല. ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയോ എന്ന് പറയാൻ പറ്റും? എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നടത്തിയ ഗ്രോത്ത്. അവിടെ ഹോസ്പിറ്റൽ ഞാൻ പണിതു, അവിടെ സ്കൂൾ ഞാൻ പണിതു എന്ന് പറയാം ഗവൺമെന്റിന്. ദേ ക്യാൻ സേ ദാറ്റ് ദേ ഹാവ് മേഡ് ദീസ് ആൻഡ് ദീസ് തിങ്സ്, ബട്ട് ദോസ് തിങ്സ് ആർ ആക്ച്വലി യൂസ്ലെസ്. ശരിയല്ലേ? ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് സാധാരണക്കാരായ ആൾക്കാർക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്കോ സ്കൂളിലേക്കോ എത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ് ഇറ്റ് ആക്ച്വലി വർത്ത് മേക്കിംഗ് ഇറ്റ്? നോ. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട്? നമ്മൾ പല പ്രോജക്റ്റുകളും കാണാറുണ്ടല്ലേ, ഗവൺമെന്റിന്റെ ഇന്ന സമുച്ചയം പണിതു ഉദ്ഘാടനം ചെയ്തു, മറ്റേ സമുച്ചയം പണിതു ഉദ്ഘാടനം ചെയ്തു, പക്ഷെ അതൊക്കെ പലതും വെറുതെ കിടന്നു പോകുന്നത് പോലും പത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെറുതെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കുറെ സമുച്ചയങ്ങൾ ഉദ്ഘാടനം ചെയ്തു, അതൊക്കെ പലതും വെറുതെ പോകുന്നു. പലയിടത്തും നമ്മൾ കാണാറുണ്ട്. അതിതാണ് കാരണം. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. അപ്പോ എന്താ പറയുക, അപ്പൊ ഗവൺമെന്റ് ഈ ഇൻക്ലൂസീവ് ഗ്രോത്തിനകത്ത് കൊണ്ടുവരുന്ന മൂന്നാമത്തെ മാനം എന്ന് പറയുന്നതാണ് ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ബേസിക് ഇൻഫ്രാ ഡെവലപ്മെന്റ്. ഞാൻ ഹോസ്പിറ്റലോ സ്കൂളോ അവിടെ പണിതിട്ടുണ്ടെങ്കിൽ ഐ ജസ്റ്റ് ഡു നോട്ട് ഫോക്കസ് ഓൺ ദാറ്റ് വൺ ഓൺലി, ഹാവ് ടു ഫോക്കസ് ഓൺ വെദർ ദി പബ്ലിക് ക്യാൻ റീച്ച് ദർ. അല്ലെ? ഈ പറയുന്ന പബ്ലിക്കിന്, അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് സമയബന്ധിതമായിട്ട് ആശുപത്രിയിൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ മണിക്കൂറുകൾ കണക്കിന് ട്രാവൽ ചെയ്ത് ആശുപത്രിയിൽ പോയിട്ട് അവനെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. മരണം കഴിഞ്ഞ ആശുപത്രിയിൽ എത്തിയിട്ട് കാര്യമില്ല, പോസ്റ്റ്മോർട്ടത്തിന് എത്തിയിട്ടല്ല കാരണം ഹോസ്പിറ്റലിന്റെ പ്രയോജനം വരേണ്ടത്. ഇറ്റ് ഹാസ് ടു പ്രൊവൈഡ് ദ മെഡിക്കൽ സപ്പോർട്ട് ടു സേവ് ഹിസ് ലൈഫ്. അത് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ശരിയല്ലേ? അപ്പൊ ഈ പറയുന്ന 3 അഡീഷണൽ കോൺസെപ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അഫോർഡബിലിറ്റി ആൻഡ് സാച്ചുറേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ഡെഫിനേഷനുള്ളിലേക്ക് 2025 ബജറ്റിൽ കൊണ്ടുവരുന്നു. ആൻഡ് വി നൗ സീ ദി എക്സ്പാൻഷൻ ഓഫ് ദിസ്. അപ്പൊ ഈ കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നു. നൗ വി നോ. നമ്മൾ പറയില്ല, ആക്സിലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു ഹാവ് ഗ്രോത്ത്. സസ്റ്റെയിൻഡ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് വേണമെങ്കിൽ ആദ്യം നമുക്ക് ഗ്രോത്ത് വേണം, എന്നിട്ട് വേണം സസ്റ്റെയിൻ ആണോ അല്ലയോ എന്ന് പറയേണ്ടത്. അല്ലേ? ഇപ്പൊ ഞാൻ 10 പേർക്ക് കേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് കേക്ക് വേണം ഈ 10 പേർക്ക് കൊടുക്കാനായിട്ട്. കേക്ക് ഉണ്ടെങ്കിലല്ലേ 10 പേർക്ക് കൊടുക്കാൻ പറ്റും. 10 പേർക്ക് കൊടുക്കാം, ശരി, പക്ഷെ കേക്ക് ഉണ്ടെങ്കിലേ 10 പേർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് വി നീഡ് ടു ഫോക്കസ് ഓൺ ദ ഗ്രോത്ത്. അതിന് വേണ്ടിയിട്ടുള്ള വിത്ത് എവിടെ പാകുന്നു? 24-25 സാഹചര്യത്തിൽ പാകുന്നു. സാധാരണക്കാരിലേക്ക് ഞാൻ ഈ പറഞ്ഞ GST റീഫോംസ് 2.0 കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരന് ഈ സാധനം വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് അവൻ കേപ്പബിൾ ആവണമെങ്കിലും, കാറ് വാങ്ങിയിട്ട് റോഡില്ല, എവിടെ ഓടിക്കാനാ? കാറ് വാങ്ങും അവൻ. കാറ് വാങ്ങിയിട്ട് റോഡില്ല, പക്ഷെ എവിടെ ഓടിക്കും? പറ്റുമോ? പറ്റത്തില്ല. സോ അതിന് വേണ്ടിയിട്ടുള്ള തുടക്കം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പായ വിരിച്ചു വെക്കണം. നേരത്തെ പായ വിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള റോഡ് മാപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചു. അത് 24-25 നമ്മൾ കണ്ടു. അതിന്റെ ബാക്കി പത്രമാണല്ലോ പിള്ളേരെ ഈ 26-27 ബജറ്റ് എന്ന് പറയുന്നത്, അല്ലാതെ പുതുതൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ബജറ്റ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ ഇന്ത്യയുടെ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബജറ്റ് ആയിട്ട് എനിക്ക് സൂചിപ്പിക്കാൻ പറ്റും. ഇവിടെ പർട്ടിക്കുലർലി എടുത്ത് പറയുന്നുണ്ട് യുവശക്തി ഡ്രിവൺ ബജറ്റ് എന്ന്. വാട്ട് ഇസ് ദിസ് യുവശക്തി ഡ്രിവൺ ബജറ്റ് ആക്ച്വലി മീൻസ് ടു? ബിക്കോസ് ദിസ് ഇസ് എ ബജറ്റ് ഫോക്കസ്ഡ് ഓൺ യൂട്ടിലൈസിങ് ദ പവർ ഓഫ് ദി യൂത്ത്. അല്ലെ? നമ്മുടെ നാട്ടിലെ യുവജനങ്ങളുടെ പവർ, യുവജനങ്ങളുടെ പൊട്ടൻഷ്യൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് ആണെന്ന് എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് 3 ഡ്യൂട്ടീസ് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലെ? ഫസ്റ്റ് കർത്തവ്യം പറയുന്നുണ്ട്, ഗ്രോത്ത് ഷുഡ് ബി ദ ഫസ്റ്റ് വൺ ടു ബി ഫോക്കസ്ഡ് ഓൺ. കാരണം ഗ്രോത്ത് ഉണ്ടെങ്കിലേ രണ്ടാമത്തെയും മൂന്നാമത്തെയും കർത്തവ്യം നമുക്ക് പറ്റുള്ളൂ. ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, കേക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം കേക്ക് വേണം. സോ ഫസ്റ്റ് കർത്തവ്യം ടു ഗെറ്റ് ആ സസ്റ്റെയിൻഡ് ഗ്രോത്ത് ഓർ ഇംപ്രൂവ്ഡ് ആക്സിലറേറ്റഡ് ഗ്രോത്ത്. രണ്ടാമത്തെ ഫുൾഫിൽ പീപ്പിൾസ് ആസ്പിറേഷൻസ്. അതായത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കൂടി കൊണ്ടുവരികയാണ്. ആൾക്കാരുടെ ആവശ്യകതകൾ മീറ്റ് ചെയ്യുന്നതിന് ആൾക്കാരെ ഇൻക്ലൂസീവ് ആക്കി, ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോളിസി മേക്കിങ്സും ഡെവലപ്മെന്റൽ പ്രൊജക്ടുകളും. മൂന്നാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സബ്കെ സാത്ത് സബ്കാ വികാസ്, സബ്കാ സാത്ത് സബ്കാ വികാസ്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. സബ്കാ സാത്ത് സബ്കാ വികാസ് ആ ടേം ഒക്കെ എഴുതി വെച്ചോളാം, അങ്ങനെ തന്നെ ചോദിക്കാം. 3 കർത്തവ്യങ്ങൾ ആരൊക്കെയെന്ന് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് കർത്തവ്യം, സെക്കൻഡ് കർത്തവ്യം, തേർഡ് കർത്തവ്യം. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ഫോർ യു ഓൾ. ഇതിൽ ഈ കർത്തവ്യ 1 എന്ന് പറയുന്ന കണ്ടീഷൻ, ഈ കർത്തവ്യ എവിടെ മാറുന്നില്ലല്ലോ? 1 സെക്കൻഡ്. യെസ്,
ഇതിൽ നിർമ്മല സീതാരാമൻ പ്രപ്പോസ്ഡ് ഇന്റർവെൻഷൻസ് ഇൻ 6 areas or factors and അത് ഫസ്റ്റ് കർത്തവ്യ. ഇതിൽ ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്, എനിക്കറിയാം. നമുക്ക് ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ട്. ഐ ഹോപ്പ് യു ആർ ഫോളോയിങ് ദീസ്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള പ്രതീക്ഷിക്കുവാണ്. പുതിയ ആൾക്കാർ, ഞാൻ പറഞ്ഞ പോലെ ബജറ്റിനെ പറ്റി ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്ക് വേറെ കിട്ടുന്നുണ്ടാവും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബജറ്റിൽ ഫോക്കസ് ചെയ്യുക കേട്ടോ. ബജറ്റിനെ പറ്റി ഒന്ന് ഫോക്കസ് ചെയ്ത് നിൽക്കുക. ദിസ് ഇസ് ടേക്കിംഗ് എ ലിറ്റിൽ ബിറ്റ് മോർ, ബട്ട് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? റൈറ്റ്. ഓക്കെ, അപ്പൊ എന്താ പറയുക മക്കളെ? യെസ്, ഈ ഒരു ഫസ്റ്റ് കർത്തവ്യം നമ്മൾ പറഞ്ഞില്ലേ, ഏത്? ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കർത്തവ്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഈ ഗ്രോത്ത് എന്ന് പറയുന്ന കർത്തവ്യം, കാരണം കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട്. വേറെ ഇഫ് യു ലുക്ക് അറ്റ് ദി ബജറ്റ്, നമുക്ക് അതിന് മനസ്സിലാവാത്ത കുറച്ച് കാര്യം. അതിനാണല്ലോ നിങ്ങൾ ശരിക്കും ഒരു ക്ലാസിന്റെ എന്താ പറയാ, ഒരു സഹായം തേടേണ്ടത്. ബജറ്റ് വായിച്ച് മനസ്സിലാക്കുന്ന കാര്യം അതുപോലെ പറഞ്ഞു തരാനാണ് നിങ്ങൾക്ക് ഒരു ക്ലാസിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ അതിനകത്ത് കുറെ ഹിഡൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്, കുറച്ച് ബാക്ക് ഡ്രോപ്സ് കിടപ്പുണ്ട്. ഇതൊന്നും നമുക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ദാറ്റ് വി ആക്ച്വലി ഹാവ് ടു ലുക്ക് ഇൻ ടു ദിസ്. സോ ഇതിനകത്ത് ആദ്യത്തെ കർത്തവ്യം മീറ്റ് ചെയ്യുന്നതിന്, അതായത് അക്സലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ ദി ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ആ ഒരു കർത്തവ്യം മീറ്റ് ചെയ്യുന്നതിന് ഒരു 5-6 ഘടകങ്ങളെ ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. 5-6 ഘടകങ്ങളെ ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് 6 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 6 ഏരിയാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, സ്കെയിലിംഗ് അപ്പ് മാനുഫാക്ചറിംഗ് ഇൻ 7 സ്ട്രാറ്റജിക് ആൻഡ് ഫ്രണ്ടിയർ സെക്ടേഴ്സ്. എന്താണ് മക്കളെ? സ്കെയിലിംഗ് അപ്പ് ഓഫ് മാനുഫാക്ചറിംഗ് ഇൻ 7 സ്ട്രാറ്റജിക് ആൻഡ് ഫ്രണ്ടിയർ സെക്ടേഴ്സ്. ഒന്ന്. 2, റിജുവിനേറ്റിംഗ് ലെഗസി ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. 2. 3, ക്രിയേറ്റിംഗ് ചാമ്പ്യൻ MSMEs. 3, ഡെലിവറിംഗ്, ഇവിടെ കിടപ്പുണ്ട് ഓരോന്നോട് ഞാൻ പറയുവാണ്, ഡെലിവറിംഗ് എ പവർഫുൾ പുഷ് ടു ഇൻഫ്രാസ്ട്രക്ചർ. പിന്നൊന്ന്, അഞ്ചാമത്തേത്, എൻഷുറിംഗ് ലോങ് ടേം എനർജി സെക്യൂരിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. 6, ഡെവലപ്പിംഗ് സിറ്റി ഇക്കണോമിക് റീജിയൻസ്. ഇതാണ് ഈ ആദ്യ കർത്തവ്യം മീറ്റ് ചെയ്യുന്നതിനായിട്ട് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്ന 6 സെക്ടേഴ്സ് അല്ലെങ്കിൽ 6 ഫാക്ടേഴ്സ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കർത്തവ്യം മീറ്റ് ചെയ്യുന്നതിനായി പരിഗണിക്കുന്ന 6 സെക്ടേഴ്സ് ആണ്. ഒന്ന്, സ്കെയിലിംഗ് അപ്പ് മാനുഫാക്ചറിംഗ് ഇൻ 7 സ്ട്രാറ്റജിക് ആൻഡ് ഫ്രണ്ടിയർ സെക്ടേഴ്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് നോട്ട്, ഇറ്റ് ഈസ് 7 സ്ട്രാറ്റജിക് ആൻഡ് ഫ്രണ്ടിയർ സെക്ടേഴ്സ്. സ്ട്രാറ്റജിക് ആൻഡ് ഫ്രണ്ടിയർ സെക്ടേഴ്സ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടേം ഇത്തവണ ഗവൺമെന്റ് കോയിൻ ചെയ്തിട്ടുണ്ട്. A very beautiful and very smart term that is utilized in this budget is strategic indispensability. ഒരു ടേം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, സ്ട്രാറ്റജിക് ഇൻഡിസ്പെൻസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. എന്താണ് സ്ട്രാറ്റജിക് ഇൻഡിസ്പെൻസിബിലിറ്റി? ഈ സ്ട്രാറ്റജിക് ഇൻഡിസ്പെൻസിബിലിറ്റി refers to the production of those items which are too critical that the global value chain would be incomplete without them for the production of certain crucial goods. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, സ്ട്രാറ്റജിക് ഇൻഡിസ്പെൻസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചില സാധനങ്ങളുടെ പർച്ചേസ് നമ്മുടെ ഗ്ലോബൽ ട്രേഡിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ചില സാധനങ്ങളുടെ ഉൽപാദനത്തിന് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇല്ലാതെ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നൗ വി നോ ദറ്റ് വി ആർ എൻ ഇലക്ട്രോണിക്സ് ഡ്രിവൺ ഇൻഡസ്ട്രി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. സോ വി ഹാവ് ഹൈലി ഇലക്ട്രോണിക് ഡിമാൻഡ്സ്. ഇലക്ട്രോണിക്സിന്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്, ചിപ്സെറ്റിന്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്, സെമി കണ്ടക്ടേഴ്സിന്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. സോ സെമി കണ്ടക്ടേഴ്സ് ഇല്ലാണ്ട് നമ്മുടെ ഇക്കണോമിക് ഇന്ന് സസ്റ്റെയിൻ ചെയ്യുക വലിയ പാടാണ്. അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രി, ഫോർ എ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രി നോക്കിയാലും നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ക്ലാസ് റൂമുകളൊക്കെ ഓൺലൈനായിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക, നമ്മൾ റൈറ്റിംഗ് പാഡ് ഇല്ലേ, അപ്പോൾ ആ റൈറ്റിംഗ് പാഡ് നിർമ്മിക്കുന്ന ഓൺലൈൻ ക്ലാസിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് റൈറ്റിംഗ് പാഡ് വേണം. ആ റൈറ്റിംഗ് പാഡ് എഴുതുന്നതിന് ഒരു പെന്നുണ്ട്, ആ പെന്നിൽ ഒരു നിബുണ്ട്, ആ പെന്നിനുള്ളിൽ ഒരു ചിപ്സെറ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് പെൻ ഉണ്ടാക്കാനുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ ചിപ്സെറ്റ് വരുന്നത് മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നാണെങ്കിൽ ഐ കൻ നോട്ട് അഫോർഡ് ടു ലൂസ് റിലേഷൻ വിത്ത് ദാറ്റ് കൺട്രി. ശരിയല്ലേ? ഇപ്പൊ എനിക്ക് ആ ചിപ്സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, ആ ചിപ്സെറ്റ് വരുന്നത് അല്ലെങ്കിൽ അതിന്റെ റോ മെറ്റീരിയൽസ് വരുന്നത് ചൈനയിൽ നിന്നാണ് കരുതുക. സോ ഐ കനോട്ട് എന്താ പറയുക, ചൈനയോട് നമ്മൾ മറ്റേ എന്താ പറയുക, പ്രശ്നങ്ങളുണ്ട്, അതുണ്ട് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നാളെ തൊട്ട് പറയാം എനിക്ക് വേണ്ട, നീയുമായിട്ട് ഒരു റിലേഷനും ഇല്ല, നീയുമായിട്ട് എനിക്ക് ഒരു ബന്ധവും വേണ്ട, ഒരു ട്രേഡും ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊട്ടി കിടക്കാൻ പറ്റത്തില്ല വാതിൽ. ബിക്കോസ് നമുക്ക് ഈ പെൻ ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചിപ്സെറ്റ് മാനുഫാക്ചറിംഗിന്റെ റോ മെറ്റീരിയൽസ് വരേണ്ടത് ചൈനയിൽ നിന്നാണ്. ചൈന തന്നാലേ ഉള്ളൂ എനിക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചൈന ഹാസ് ഓൾറെഡി ഐഡന്റിഫൈഡ് ദീസ് തിങ്സ് ആൻഡ് ചൈന ഈസ് നൗ എന്താ ഒരു ഗ്ലോബൽ ലീഡറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വെൻ ഇറ്റ് കംസ് ടു ദി സ്ട്രാറ്റജിക് സെക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡിസ്പെൻസിബിലിറ്റി. ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ഇൻഡിസ്പെൻസിബിലിറ്റി, ഒഴിച്ചുകൂടാനാകായ്മ അല്ലെ, ഒഴിച്ചുകൂടാൻ ആകായ്മ എന്ന് പറയുന്ന ചില സെക്ടേഴ്സ് ഉണ്ട്. ഈ സെക്ടേഴ്സ് ഇല്ലാണ്ട് ഒരു കാരണവശാലും ഗ്ലോബലി നമുക്ക് ഒരു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ സെക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ചൈനയുടെ ഗ്രോത്തിൽ ഓൾറെഡി ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഐഡന്റിഫൈ ചെയ്യുകയും ആ സെക്ടേഴ്സിന്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ റെയർ എർത്ത് എലമെന്റ്സ്, ഇന്ത്യയിലും ഉണ്ട് റെയർ എർത്ത് എലമെന്റ്സ്. ഇന്ത്യയിൽ റെയർ എർത്ത് എലമെന്റ്സ് ഇല്ലാതെയൊന്നുമല്ല, പക്ഷേ ഇന്ത്യയിൽ റെയർ എർത്ത് എലമെന്റ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ചൈന ഹാസ് ഗോൺ റാപ്പിഡ്ലി ഓൺ ദി ഗ്രോത്ത് സൈഡ് വെൻ ഇറ്റ് കംസ് ടു റെയർ എർത്ത് എലമെന്റ്സ്. റെയർ എർത്ത് എലമെന്റ്സിന്റെ പ്രൊഡക്ഷനിലും മാനുഫാക്ചറിംഗിലും യൂട്ടിലൈസേഷനിലും വല്ലാണ്ട് മുന്നിൽ പോയി ചൈന നൗ ഹോൾഡ്സ് എ ലോട്ട് ഓഫ് ദീസ് റെയർ എർത്ത് എലമെന്റ്സ്. പിന്നെ ബ്രസീൽ, പിന്നെ വിയറ്റ്നാം,
റഷ്യ, ഈ രാജ്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന റെയർ എർത്ത് എലമെന്റ്സിന്റെ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ. അപ്പൊ നമുക്കത് മുന്നിലല്ല ഈ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ. ബട്ട് എനി ഹൗ വി ആർ ഫോക്കസിംഗ്. അപ്പം ഇങ്ങനെയുള്ള ചില സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിസ്പെൻസിബിൾ ആണ്, നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചില സെക്ടേഴ്സ് ഉണ്ട്. സോ വാട്ട് ഈസ് നിർമ്മല സീതാരാമൻ, വാട്ട് ഈസ് ദ ഫിനാൻസ് മിനിസ്ട്രി ഈസ് ആക്ച്വലി ട്രൈങ്, we have identified the 6 sectors to improve, to focus on the first കർത്തവ്യം. ആദ്യ കർത്തവ്യത്തിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു 6 മേഖലകൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതിലെ ഫസ്റ്റ് മേഖല എന്ന് പറയുന്നത് തന്നെ 7 ഈ സ്ട്രാറ്റജിക് ആൻഡ് ഫ്രണ്ടിയർ സെക്ടേഴ്സ് ആണ്, വിച്ച് വിൽ നോട്ട് ബി വിച്ച് വിൽ ബി ഇൻഡിസ്പെൻസബിൾ. ഈ സാധനം ഇല്ലാണ്ട് ലോകത്തിലെ ഗ്ലോബൽ വാല്യൂ ചെയിൻ ഡസ് നോട്ട് പെർഫോം. ഗ്ലോബലി ഈ സാധനം ഇല്ലാണ്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഞാനാണ് ഈ പറയുന്ന ഒരു മെറ്റീരിയൽ, ഒരു ചിപ്സെറ്റ് ഉണ്ടാക്കുന്നത്, വേർ ദി എൻറ്റയർ വേൾഡിലുള്ള AI പവറിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായ ഒരു ചിപ്സെറ്റ് ഞാൻ ഉണ്ടാക്കുന്നത്, ഇന്ത്യ ഉണ്ടാക്കുന്ന കരുതാം. സോ ദ വേൾഡ് കനോട്ട് പ്രൊഡ്യൂസ് വിതൗട്ട് ഇന്ത്യസ് ചിപ്സെറ്റ്. ഇന്ത്യ തരുന്ന ഈ ചിപ്സെറ്റ് ഇല്ലാണ്ട് ലോകത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ആലോചിക്കുക സിറ്റുവേഷൻ. ദാറ്റ് ഇസ് സ്ട്രാറ്റജിക് ഇൻഡിസ്പെൻസിബിലിറ്റി. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളും പോകണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ 7 സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ഫ്രണ്ടിയർ സെക്ടേഴ്സിനെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഐഡന്റിഫൈ ചെയ്തു. ദേ ഹാവ് ഗോൺ ടു ദി പാസ്റ്റ്, ദേ ഹാവ് സ്റ്റഡീഡ് വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ്. നമ്മൾ എവിടെയൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ സെക്ടേഴ്സിൽ പ്രൊഡക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, ആ പറയുന്ന ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ഷൻ സെക്ടേഴ്സിൽ നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്, അതിൽ ഒഴിച്ചുകൂടാത്ത സാധനം ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ ഒരു എന്താ പറയുക പെൻ ടാബിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ റൈറ്റിംഗ് ടാബിൽ എഴുതുന്ന പെന്നിന്റെ കാര്യം നമ്മൾ ചുമ്മാ ആലോചിച്ച് നോക്കി. ആ പെന്നിന്റെ പ്ലാസ്റ്റിക് ബോഡി അത് നിർമ്മിക്കുന്ന ഇന്ത്യയാണ്. അതിനകത്ത് വരുന്ന നിബ് അത് നിർമ്മിക്കുന്നത് ലെറ്റ്സ് എ റഷ്യയാണ്. അതിനുള്ളിൽ ഉപയോഗിക്കുന്ന ഇങ്ക് നിർമ്മിക്കുന്നത് ലെറ്റ്സ് എ ബംഗ്ലാദേശ് ആണ്. അല്ലെങ്കിൽ അതിൽ നിർമ്മിക്കുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചിപ്സെറ്റ് അത് വരുന്നത് ചൈനയിൽ നിന്നാണ്. ഇഫ് ഐ കൺസിഡർ ദിസ് പെൻ, ഈ ഒരു പെന്നിനെ ഞാൻ കൺസിഡർ ചെയ്യും, എനിക്കറിയാം ഇതിനകത്ത് മറ്റേത് സാധനം അവോയ്ഡ് ചെയ്താലും എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത് ഈ സാധനം ഒരു ഇലക്ട്രോണിക് പെൻ ആകണമെങ്കിൽ അതിനകത്തുള്ള ചിപ്സെറ്റ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ കനോട്ട് ബി എ മാനുഫാക്ചർ ഓഫ് ദ ബോഡി. ആ പ്ലാസ്റ്റിക് ബോഡി ഉണ്ടാക്കുന്ന ആളാകരുത് ഞാൻ, ആ നിബ് ഉണ്ടാക്കുന്ന ആളാകരുത് ഞാൻ, ആ ഇങ്ക് ഉണ്ടാക്കുന്ന ആളാകരുത് ഞാൻ. പകരം ഐ ഹാവ് ടു ബി ദ പേഴ്സൺ ഹൂ മാനുഫാക്ചർ ദ ചിപ്സെറ്റ്. അപ്പൊ ഇതിനകത്ത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ള കോമ്പണന്റ് ഏതാണ്, ആ ചിപ്സെറ്റ് ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തു. സോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ ഇന്ത്യ ഹാസ് മെയ്ഡ് ദിസ് അനാലിസിസ് ആൻഡ് ഫൈൻഡ് ഔട്ട് സർട്ടൻ സെക്ടേഴ്സ് വിച്ച് ആർ ഇൻഡിസ്പെൻസിബിൾ. അങ്ങനെ കണ്ടെത്തിയതാണ് ഈ 7 സ്ട്രാറ്റജിക് ആൻഡ് ഫ്രണ്ടിയർ സെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യ പിന്നെ എന്താ പറയാ കർത്തവ്യത്തിന്റെ ആദ്യ ഫാക്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 7 സെക്ടേഴ്സ്. അതിലൊന്നാണ് ബയോ ഫാർമ ഇൻഡസ്ട്രി. വി ആർ ഗുഡ് ഇൻ ബയോ ഫാർമ. ബയോടെക്നോളജി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ബയോഫാർമ ഇറ്റ്സ് ആൻ ഇൻഡിസ്പെൻസിബിൾ ടെക്നിക്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോണിക്സ്, റെയർ എർത്ത് എലമെന്റ്സ്, അതുപോലെ കെമിക്കൽസ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് കണ്ടെയ്നേഴ്സ്. വി ആർ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സ്റ്റീൽ, ലാർജസ്റ്റ് അല്ല, സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സ്റ്റീൽ ഇൻ ദി വേൾഡ്. ബട്ട് വി ആർ ആക്ച്വലി ഇമ്പോർട്ടിംഗ് എ ലോട്ട് ഓഫ് കണ്ടെയ്നേഴ്സ്. നമുക്ക് കണ്ടെയ്നേഴ്സിന്റെ ഉൽപ്പാദനം കാര്യമായിട്ടില്ല ഇന്ത്യയിൽ. We are not actually making a lot of containers, but containers are very essential for global trade. Global trade ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം കണ്ടെയ്നേഴ്സാ. ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ സ്റ്റീൽ ഉൽപ്പാദകരായ നമ്മൾ കണ്ടെയ്നർ മാനുഫാക്ചർ ചെയ്യുന്നില്ല. കണ്ടെയ്നേഴ്സിന് 1 ഡിമാൻഡ് വരും. ഇൻഡിസ്പെൻസിബിൾ ആ കണ്ടെയ്നേഴ്സ്. നമ്മൾ കരുതുമല്ല എന്ന്, കണ്ടെയ്നേഴ്സ് ഇൻഡിസ്പെൻസിബിൾ ആ. കണ്ടെയ്നേഴ്സ് ഇല്ലാണ്ട് നമുക്ക് ഗ്ലോബൽ ട്രേഡ് നടത്താൻ പറ്റുമോ? കപ്പലിൽ സാധനം കയറ്റി അയക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇറ്റ് ഇസ് ഇൻഡിസ്പെൻസിബിൾ. സോ we should be the one who makes a lot of containers. അതിന്റെ മൊണോപ്പൊളി നമുക്ക് വേണം. മൊണോപ്പൊളി നമ്മൾ പറയുന്നില്ല, എന്നാലും അതിൽ നമ്മൾ കാര്യമായ ഒരു പ്രൊഡക്ഷനിൽ മുന്നോട്ട് വന്നിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ കെമിക്കൽ ഇൻഡസ്ട്രി, ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കലിനും മറ്റൊക്കെ കെമിക്കൽ ഇൻഡസ്ട്രി ഗ്ലോബൽ അല്ല അല്ലെങ്കിൽ നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി തകരും. ഒരു കാര്യമില്ല. സെമി കണ്ടക്ടേഴ്സ് ഇല്ലാതെ നമുക്കൊരു കാരണം ഇന്നത്തെ സാധനത്തിൽ ഈ കംപ്ലീറ്റ്ലി മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരൊറ്റ മെറ്റീരിയൽ പോലും നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ല. നത്തിങ് ഈസ് കംപ്ലീറ്റ്ലി മെക്കനൈസ്ഡ്, എവറിത്തിങ് ഈസ് ഇലക്ട്രോ മെക്കനൈസ്ഡ്. എല്ലാത്തിനകത്തും ഇലക്ട്രോണിക്സും ഉണ്ട്, മെക്കാനിക്സും ഉണ്ട്. So that is one thing. I'm not dragging a lot more. ഒരുപാട് ഡ്രാഗ് ചെയ്യുന്നില്ല, സമയം പരിമിതിയുണ്ട്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓൺ ദാറ്റ്. അപ്പോൾ ആദ്യ കർത്തവ്യം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ട 7 ഫാക്ടേഴ്സിനെ മിനിസ്റ്റർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. 7 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അല്ല 6 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. 6 ഫാക്ടേഴ്സിലെ ആദ്യ ഫാക്ടറാണ് 7 സ്ട്രാറ്റജിക് ഫ്രണ്ടിയർ സെക്ടേഴ്സിനെ സ്കെയിൽ അപ്പ് ചെയ്യുക. ഓൾറെഡി ചിലപ്പോൾ നമുക്ക് ഉള്ളതായിരിക്കും ഈ പറയുന്നത്. ഇപ്പോൾ ബയോഫാർമ നമുക്ക് ഓൾറെഡി ഉണ്ട്, ആൻഡ് വി ആർ ഗ്ലോബലി ലൈക്ക് 3rd or 4th in റാങ്കിങ് ബയോഫാർമ സെക്ടറിനകത്ത്. സെമി കണ്ടക്ടേഴ്സ് നമുക്കുണ്ട്, മാനുഫാക്ചറിംഗ് ഉണ്ട്, പക്ഷേ നമ്മൾ ഹൈലി ഡിപ്പെൻഡന്റ് ഓൺ ചൈന. ഇലക്ട്രോണിക്സ് കുഴപ്പമില്ലാത്ത രീതിയിൽ 10-നകത്ത് ഉണ്ട്. നമ്മൾ റെയർ എർത്ത് എലമെന്റ്സ് കാര്യമായ പ്രൊഡക്ഷൻ കാണുന്നില്ല, ബട്ട് എനിഹൗ വി ആർ ഓൾസോ പ്രൊഡ്യൂസിങ്. കെമിക്കൽസ് പ്രൊഡക്ഷൻ നമ്മൾ നല്ല രീതിയിൽ മുന്നിലുണ്ട്. അപ്പോൾ ഈ മുന്നിലുള്ള സെക്ടർ ആണെങ്കിൽ അതിനെ സ്കെയിൽ ചെയ്യുക. ഓൾറെഡി നമ്മൾ മുമ്പിൽ നിൽക്കുന്ന സെക്ടർ ആണെങ്കിൽ വി ഹാവ് ടു സ്കെയിൽ ഇറ്റ് അപ്പ്. അല്ലാത്ത സെക്ടർ ആണെങ്കിൽ വി ഹാവ് ടു മേക്ക് ഇറ്റ് അപ്പ്, അല്ലെ? അങ്ങനെ ഒരു കാര്യമുണ്ട്. 2 റിജുവിനേറ്റിംഗ് ലെഗസി ഇൻഡസ്ട്രീസ്. നമ്മൾ 2 തരത്തിലാണ് ഇൻഡസ്ട്രീസിനെ സൂചിപ്പിക്കുക ഒരു എക്കണോമിക്കകത്ത്. 2 types of industries are there. One is sunrise industry and other is legacy industries. Legacy industry ഉണ്ട്, sunrise industry ഉണ്ടെന്ന് പറയാം.
സൺറൈസ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ പുതിയ ഇൻഡസ്ട്രികളാണ്. നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സെക്ടർ, അത് പുതുതാണ്. ഇപ്പൊ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്, റെയർ എർത്ത് എലമെന്റ്സ് മാനുഫാക്ചറിങ്, ഇതൊക്കെ പുതിയ സെക്ടറാണ്. സോ ദീസ് ആർ ഓൾ ടേംഡ് ടു ബി എ സൺറൈസ് ഇൻഡസ്ട്രി. ആൻഡ് ദർ ആർ സർട്ടൻ ലെഗസി ഇൻഡസ്ട്രീസ്. ഇപ്പൊ നമുക്ക് ഇന്ത്യയുടെ ആദ്യ ഇൻഡസ്ട്രിയൽ പോളിസി വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യ ഇൻഡസ്ട്രിക്ക് ഫോക്കസ് കൊടുക്കുന്നത് പറയുന്നത് നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ തൊട്ട് ഇന്ത്യ ആദ്യമായിട്ട് ഇൻഡസ്ട്രിക്ക് ഫോക്കസ് കൊടുക്കുന്നത് നമുക്കറിയാം. സെക്കൻഡ് 5 ഇയർ പ്ലാൻ 1956 കാലഘട്ടം. അപ്പൊ ഈ 1956 കാലഘട്ടത്തിലെ പോളിസികൾ എന്തിനായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇംപ്ലിമെന്റ് ചെയ്തത്, ഏതൊക്കെ സെക്ടേഴ്സിനായിരുന്നു കോംപ്ലിമെന്റ് ചെയ്തത്? അതിൽ നിന്ന് നമ്മൾ കുറെ കാലമായിട്ട് കഴിഞ്ഞൊരു 10-50 വർഷത്തിന് മുകളിലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് വരുന്ന കുറെ ഇൻഡസ്ട്രീസ് ഉണ്ടാവും, വേർ വി ആർ ആക്ച്വലി ഗുഡ് അറ്റ്. നമ്മൾ കുറെ ഈ 50-60 വർഷത്തിന്റെ എക്സ്പെർട്ടീസ്, 10-70 വർഷത്തിന്റെ എക്സ്പെർട്ടീസ് നമുക്ക് കിട്ടിയിട്ടുള്ള കുറെ സെക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. ചെയ്ത് തഴക്കവും പഴക്കവും വന്ന സെക്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, സിമെന്റ് ഇൻഡസ്ട്രി, കൽക്കരി, കോൾ ഇൻഡസ്ട്രി, എനർജി സെക്ടർ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ലെഗസി ഇൻഡസ്ട്രീസ് എന്ന് പറയും. So even if we are moving towards sunrise industries, it doesn't mean that we have to forget our legacy industries. നമ്മുടെ legacy industry forget ചെയ്തിട്ടായിരിക്കണം നമ്മൾ പുതുതിലേക്ക് പോകേണ്ടതല്ല. ബിക്കോസ് അതിൽ നമ്മൾ അഗ്രഗണ്യം വരാം. We know those industry, we know the ups and downs of those industries, and we have made India so far based on those industries. ആ ഇൻഡസ്ട്രീസ് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ ഇതുവരെ എത്തിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ആ ഇൻഡസ്ട്രികളെ നമ്മൾ തഴയരുത് എന്നുള്ളതാണ്. അതിനെ റിജുവിനേറ്റ് ചെയ്തെടുക്കണം. വി ഹാവ് ടു സ്റ്റിൽ മേക്ക് ഇറ്റ് ദ ബെസ്റ്റ്. അത് രണ്ടാമത്തെ പോയിന്റ്. ക്രിയേറ്റിംഗ് ചാമ്പ്യൻ MSMEs. നമ്മൾ ചാമ്പ്യൻ സെക്ടേഴ്സ് എന്ന് പറയുന്ന സെക്ടേഴ്സ് പൊതുവെ ഗ്ലോബൽ റാങ്കിങ്ങിൽ 10-നകത്ത് വരുന്ന ഒരു സെക്ടറാണെന്ന് കരുതാം. വിൽ കോൾ ദാറ്റ് ആസ് എ ചാമ്പ്യൻ സെക്ടർ. ഇന്ത്യയിൽ ഇപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇതൊരു ചാമ്പ്യൻ സെക്ടറാണ്. ബിക്കോസ് ഇറ്റ് ഇസ് കമ്മിങ് ഇൻ ഗ്ലോബൽ റാങ്കിങ് 2. അതൊരു ചാമ്പ്യൻ സെക്ടറാണ്. ടീ പ്രൊഡക്ഷൻ ഗ്ലോബൽ റാങ്കിങ് 2, യെസ് ഇറ്റ്സ് എ ചാമ്പ്യൻ സെക്ടർ. ഇപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ പറയുമ്പോൾ ടീ പ്രൊഡക്ഷൻ ആണ്, അഗ്രികൾച്ചർ ആണ്. ബട്ട് എനിഹൗ ഞാൻ പറഞ്ഞതാണ്, ഗ്ലോബൽ റാങ്കിങ് 10-ൽ താഴെ വരുന്ന ഏതൊരു സെക്ടറെ നമുക്ക് എന്തായിട്ട് കണക്കൂട്ടാം? ചാമ്പ്യൻ സെക്ടേഴ്സ് എന്ന് പറയാം. അത് പൊതുവെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിലായിരിക്കും കാണുന്നത്. ബട്ട് ഇന്ത്യ ബീങ് സ്മോൾ, ഇന്ത്യ ബീങ് മാർജിനൽ, ഇന്ത്യ ബീങ് മീഡിയം, കൂടുതൽ ആൾക്കാർ, we have these small, medium and micro enterprises to be champion sectors. ഈ സെക്ടേഴ്സിനെ MSME-കളെ ചാമ്പ്യൻ MSME-കളായിട്ട് ഓൾട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ പ്രൊജക്ടുകൾ വിഭാവനം ചെയ്യുന്നു എന്നുള്ളതാണ്. Then delivering a powerful push to infrastructure, because already നമ്മൾ പറഞ്ഞു നേരത്തെ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിനകത്ത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഒരു പുതിയ കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഡസന്റ് ഹാവ് എനി ഇൻഫ്രാസ്ട്രക്ചർ രണ്ട് രീതിയിൽ പറയാം. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ രണ്ട് തരത്തിൽ പറയാൻ പറ്റും. നമ്മുടെ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. താഴെ എഴുതിയിട്ടുണ്ട് ഡെവലപ്പിംഗ് സിറ്റി എക്കണോമിക് റീജിയൻസ് എന്നുള്ളതിനകത്ത്. അപ്പൊ അതിൽ ഈ ഇൻഡസ്ട്രീസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ടെസ്ല ഉൾപ്പെടെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ കമ്പനികളെ നമ്മൾ ഇന്ത്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് മേക്ക് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. അവിടെ ഇവർ വരുന്ന സമയത്ത് നോക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ദേ ഗെറ്റ് ഇൻ റിട്ടേൺ, ആൻഡ് ഡു ദേ ആക്ച്വലി ഹാവ് ടു പുഷ് ഹാർഡർ? അവർക്ക് കൂടുതൽ പണിയെടുക്കേണ്ടി വരുമോ, അതോ കാര്യങ്ങൾ സുഗമമാക്കി തരും? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ദാറ്റ് വി നോ ഓഫ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. പിന്നെ എൻഷുറിംഗ് ലോങ് ടേം എനർജി സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഊർജം ആക്ച്വലി സ്ട്രാറ്റജിക് ആണ്. എനർജി ഈസ് എ സ്ട്രാറ്റജിക് കോമ്പോണന്റ് എന്ന് പറയാൻ പറ്റും. സോ വിതൗട്ട് എവറിഥിങ് നൗ ഡേയ്സ് ഇസ് എനർജി ഇന്റൻസീവ്. നമ്മൾ ഊർജം ബീങ് എ ഡെവലപ്പിംഗ് നേഷൻ, ഇന്ത്യ ഇസ് ഹൈലി ഡിമാൻഡിങ് എനർജി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എനർജി ഡിമാൻഡ് ചെയ്യുന്ന രാജ്യങ്ങളൊന്നും ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ, എനിക്ക് 3-ാം സ്ഥാനത്തോ മറ്റോ ആണ് എനർജി ഡിമാൻഡ് വെൻ ഇറ്റ് കംസ് ടു ഗ്ലോബൽ റാങ്കിങ് ഇന്ത്യക്കുള്ളത്. അതിന് കാരണമുണ്ട്. ബിക്കോസ് ഇന്ത്യ ഇസ് എൻ അസ്പയറിംഗ് നേഷൻ. ഇന്ത്യ കാര്യമായിട്ട് മുന്നേറുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇന്ത്യ ഈസ് ഹാർഡ് വർക്കിംഗ് ടു ബി എ ഡെവലപ്ഡ് നേഷൻ. ആ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ എനർജി വേണം. ഈവൻ ഇഫ് യു ആർ സ്റ്റഡിങ്, പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല എനർജി വേണം. You don't eat, you don't drink, then you study, what will happen? You will fall. You eat, you drink and you study, you will be energetic and you will learn a lot of things. അത്രേ ഉള്ളൂ. ഇവിടെ ഒരുപാട് പണിയെടുക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഡിമാൻഡ്സ് എ ലോട്ട് ഓഫ് എനർജി. സോ ഈ എനർജി മറ്റു രാജ്യത്തിന് കാശ് കൊടുത്താണ് ഞാൻ വാങ്ങുന്നെങ്കിലോ, I'll give you money and give me electricity എന്ന് പറഞ്ഞാലോ? നോ. ഒരു പരിധിവരെയൊക്കെ നമ്മൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഒക്കെ നമ്മൾ അതിനെ പുറത്തുനിന്ന് ആശ്രയിക്കാറുണ്ട്. ഇലക്ട്രിസിറ്റി ഡിമാൻഡ്സ് ആണ് പറയുന്നത്, കൽക്കരിയുടെയും ഓയിലിന്റെ അല്ല. ഓയിലിന്റെ ഡിമാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ്, കൂടുതൽ നമ്മൾ പുറത്താണ്. അതും നമ്മൾ സെൽഫ് ആക്കാൻ വേണ്ടി, ഇന്ത്യയിൽ എന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വി ക്യാൻ സീ ദ പുഷ് ടുവേർഡ്സ് റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ്. റിന്യൂവബിൾ എനർജിയിലേക്കുള്ള ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓയിൽ ഡിപ്പെൻഡൻസി ഒക്കെ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടി തന്നെയാണ്. ടു ബി വെരി പ്രിസൈസ്, ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സോളാർ എനർജി പ്രൊഡക്ഷൻ ആണ്. ഡു യു നോ ദാറ്റ് ആക്ച്വലി? നിങ്ങൾ അതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഏറ്റവും കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന 2-ാമത്തെ സെക്ടർ എന്ന് പറയുന്നത് സോളാർ സെക്ടറാണ്.
ഇറ്റ് ഇസ് എ റിന്യൂവബിൾ സെക്ടർ. മൂന്നാം സെക്ടർ എന്ന് പറയുന്നത് വിൻഡ് എനർജിയാണ്. ദാറ്റ് ഇസ് ഓൾസോ റിന്യൂവബിൾ സെക്ടർ. ഫസ്റ്റ് തെർമൽ ആണ്, പക്ഷെ സെക്കൻഡും തേർഡും സെക്ടർ ഇന്ന് ഈ സോളാറും പിന്നെ വിൻഡും എന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. ഇപ്പൊ രണ്ട് റിന്യൂവബിൾ സെക്ടർ ഇന്നത്തെ ടോട്ടൽ ഇന്ത്യയിലുള്ള എനർജി പ്രൊഡക്ഷന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുകയാണ്. സോ വി ആക്ച്വലി സീ ദാറ്റ് ഇറ്റ്സ് വെരി ക്ലിയർലി റിഫ്ലക്ടിങ്. എനർജി പോളിസീസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് സോളാർ സെക്ടറിൽ ഉണ്ടായ ജമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 ടൈംസ് ഉള്ള ജമ്പാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത് പറയാൻ പറ്റും കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത്. സോ എഗെയിൻ അപ്പോൾ ഈ ഒരു ഇത് കാണുകയാണ്. അപ്പോൾ ഈ പറയുന്ന ബജറ്റിൽ ഈ പറയുന്ന പോളിസികളും ഈ കാര്യം പോയിന്റുകളൊക്കെ കാണുവാണെങ്കിലും ഇൻ ദ ബാക്ക്ഡ്രോപ്പ് വി ആർ ആക്ച്വലി ഫോർമുലേറ്റിംഗ് എ ലോട്ട് ഓഫ് പോളിസീസ് ഇൻ അസോസിയേഷൻ ഇൻ അച്ചീവിംഗ് ദീസ് ടാർഗറ്റ്സ്. ഈ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുന്നതിനും ഈ ഏരിയാസ് ഫോക്കസ് ചെയ്യുന്നതിനും നമ്മൾ വേറെ പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അഗെയിൻ ദിസ് ഇസ് കമ്മിങ് ഇൻ ദി ബജറ്റ്. ഈ ഒരു ബജറ്റിനകത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വി ആർ ആക്ച്വലി ഡിസ്കസിംഗ് ദോസ് ആസ് വെൽ. അതുകൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഐ ഹോപ്പ് ദിസ് ഗിവ്സ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ബജറ്റ് ടു യു, അല്ലേ? യെസ്. ഇന്ത്യയുടെ എക്കണോമിക് ട്രജക്ടറി പറയുന്നുണ്ട്, ഇന്ത്യസ് എക്കണോമിക് ട്രജക്ടറി പറയുന്നുണ്ട്. ഇറ്റ് ഷുഡ് ബി എന്താ പറയുക, എയിം ആക്ഷൻ. ഇതാണ് നമ്മൾ നേരത്തെ നമ്മുടെ ഒരു സുഹൃത്ത് ഓൺലൈനിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, അല്ലെ? അതായത് ആക്ഷൻ ഓവർ ആംബുലൻസ്, അതുപോലെ റിഫോം ഓവർ റിട്ടോറിക്, പീപ്പിൾ ഓവർ പോപ്പുലിസം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില പിന്നെ പദ്ധതികളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ബജറ്റുകളൊക്കെ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ മുൻനിർത്തി വരാറുണ്ട് എന്നുള്ളത്. ബട്ട് ഈ ഒരു ബജറ്റിൽ തന്നെ ഇന്ത്യയുടെ എക്കണോമിക് ട്രജക്ടറി കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദോസ് ഇലക്ഷൻ അജൻഡസ്. ഈ കോളിളക്കം സൃഷ്ടിച്ച് ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, അടുത്ത മാസത്തിൽ ഞാൻ ഇത് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനേക്കാളും റിട്ടോറിക് ആവാതെ, ബീങ് റിട്ടോറിക് ആവാണ്ട് നിങ്ങൾ റിഫോംസിന് ഫോക്കസ് ചെയ്യണം. വി ഹാവ് ടു ഫോക്കസ് ഓൺ ദ റിഫോംസ് റാദർ ദാൻ ബീങ് റിട്ടോറിക്. അതുപോലെ പീപ്പിൾ ഓവർ പോപ്പുലിസം. ഈ എല്ലാവർക്കും വേണ്ടി നമ്മളൊരു ഗ്രൂപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നതിനേക്കാളും ആൾക്കാരുടെ ലോങ് ടേം ബെനിഫിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പോളിസീസ് നമ്മൾ ഈ പറയുന്ന ബജറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് ബജറ്റ് ഡോക്യുമെന്റ് തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആക്ഷൻ ഷുഡ് ബി മോർ സോർട്ടഡ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ എന്താ പറയുക, റിവാർഡിംഗ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യമില്ലാത്ത കുറെ കെട്ടിടം പണിതിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അതുകൊണ്ട് ആർക്കും ഒരു ഗുണമില്ലാന്നുണ്ടെങ്കിൽ വി ഹാവ് ഡൺ തിങ്സ് ബട്ട് ഇറ്റ് ഡസൻ റിഫ്ലക്ട് ഓൺ ദി ഗ്രോത്ത്. അത് ഗ്രോത്തിൽ റിഫ്ലക്ട് ചെയ്തില്ല, വെറുതെ കാശ് നഷ്ടം വരുന്ന ഒരു സാഹചര്യമാണ്. ആൻഡ് വി ഹാവ് ടു ബി പ്രയോറിറ്റൈസ്ഡ് ഓൺ റീഫോംസ്. മാറ്റങ്ങളിൽ പ്രയോറിറ്റൈസ് ചെയ്യണം. അല്ലാതെ പഴയ കാര്യങ്ങൾ പിടിച്ചുകൊണ്ട് അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ വരുമെന്ന് പറയാണ്ട് വരുത്തുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ചെയ്യണം. പിന്നുള്ളത് പീപ്പിൾ സെൻട്രിക് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന അപ്രോച്ചുകൾ എന്തായിരിക്കണമെന്ന് പീപ്പിൾ സെൻട്രിക് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിലെ എയിം, ഈ ഒരു ബജറ്റിന്റെ എയിം പറയുന്നുണ്ട്, ട്രാൻസ്ഫോം അസ്പിറേഷൻ ഇൻ ടു അച്ചീവ്മെന്റ്. ആഗ്രഹങ്ങളെ സഫലീകരണങ്ങളാക്കി മാറ്റിയെടുക്കുക. പൊട്ടൻഷ്യൽ ഇൻ ടു പെർഫോമൻസ്. ചെയ്യാനുള്ള സാധ്യതയെ ചെയ്യലാക്കി മാറ്റിയെടുക്കുക, ചെയ്ത്തുകളാക്കി മാറ്റിയെടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ യുവജനങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ബിക്കോസ് ഇതിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് യുവജനങ്ങളാണ്. അപ്പൊ യുവജനങ്ങളുടെ പൊട്ടൻഷ്യൽ ഇവിടെ വെറുതെ പോവാതെ യുവജനങ്ങളുടെ പൊട്ടൻഷ്യൽ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ പൊട്ടൻഷ്യൽസിനെ ഇന്ത്യയുടെ പെർഫോമൻസിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റണം. സോ ഇഫ് യു ലുക്ക് അറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൗ, we know a lot of skill development projects and a lot of entrepreneurship opportunities are being provided by the government. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റ് സ്കീംസ് ഉണ്ട്. ബിക്കോസ് ഇഫ് വി ഹാവ് ദി പൊട്ടൻഷ്യൽ, എനിക്ക് പൊട്ടൻഷ്യൽ ഇല്ല എന്നുള്ളത് എങ്ങനെ അറിയാം? ഐ ഹാവ് ടു ബി എക്സ്പോസ്ഡ് ടു സർട്ടൻ തിങ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു വെൽഡിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ അടിപൊളിയാണ്, അഗ്രഗണ്യനാണെന്ന് മനസ്സിലാക്കാം. സോ ഹൗ ഡു ഐ നോ ഐ എം ഗുഡ് അറ്റ് വെൽഡിങ്? ഞാൻ വെൽഡിങ്ങിൽ നല്ലതാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അൺലെസ് ഐ ഗോ ആൻഡ് ട്രൈ വെൽഡിങ്. ശരിയല്ലേ? ഞാനിപ്പോൾ പോയി ഞാൻ വെൽഡിങ് ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് വെരി ഗുഡ്, വെരി ഇൻട്രസ്റ്റിംഗ്, എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാനിത് ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും മികച്ച രീതിയിലാണ്. അതെനിക്ക് മനസ്സിലാക്കണമെന്നുണ്ട്. ഐ ഹാവ് ടു ഫസ്റ്റ് ഡു വെൽഡിങ്. ഞാൻ അത് വെൽഡിങ് ചെയ്ത് നോക്കണം. സോ അതാണ് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നല്ലതാണോ, എന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞാൻ തിരിച്ചറിയണമെങ്കിൽ ഐ നീഡ് ടു ഗോ ആൻഡ് ഹാവ് സർട്ടൻ സ്കിൽസ്. ഇപ്പൊ ഇതിൽ ഞാൻ പരിശോധിച്ചു, ശരി, ഞാനിപ്പോൾ വെൽഡിങ്ങിന് പോകുന്നു, നോ, ഇറ്റ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇപ്പൊ ഞാൻ മറ്റെന്തെങ്കിലും കാര്യത്തിൽ പോകും, ഞാനിപ്പോൾ ആനിമേഷൻ ചെയ്യാനായിട്ട് പോകും. ആനിമേഷൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത ആനിമേഷൻസ് അടിപൊളിയാണ്. സോ ഐ എം ഗുഡ് അറ്റ് ആനിമേഷൻ. ഐ ഫൗണ്ട് ഔട്ട് ഐ എം ഗുഡ് അറ്റ് ആനിമേഷൻ. അപ്പൊ അവിടെ എന്റെ പൊട്ടൻഷ്യൽ ഞാൻ തിരിച്ചറിയും. നൗ ഐ ഹാവ് ടു ബി ട്രെയിൻഡ് ഇൻ ആനിമേഷൻ സെക്ടർ ടു ഗെറ്റ് ഇറ്റ് ലിങ്ക്ഡ് ടു ദി പെർഫോമൻസ്. ഇത് എനിക്ക് പെർഫോമൻസിലേക്ക് മാറ്റാൻ വേണ്ടി, ഇക്കണോമിക് പെർഫോമൻസിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? ഞാനിതിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യണം. സ്കിൽ ഡെവലപ്പ് ചെയ്ത് ഞാൻ പിന്നെ എനിക്കിപ്പോൾ മാസ വരുമാനമൊന്നും ഇല്ലാത്ത ഞാൻ സ്കിൽ ഡെവലപ്പ് ചെയ്ത് ഒരു കിടിലം എന്താ പറയുക, ഒരു ആനിമേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ ഐ ക്യാൻ ചാർജ് ഫോർ മൈ ആനിമേഷൻസ്. ഐ എം ഗെറ്റിംഗ് thousands of rupees monthly in return to what animations are I'm getting, I'm creating. അപ്പൊ ഞാൻ ഈ പറയുന്ന കാശ് വെച്ച് ഞാൻ പോകത്തിട്ട് വെറുതെ ഇരിക്കുമോ? നോ, ഐ വിൽ സ്പെൻഡ് ദിസ് ടു ദി മാർക്കറ്റ്. അത് ഞാൻ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യും. ആൻഡ് ദിസ് മണി വിൽ ഗോ ടു ദി ഗവൺമെന്റ്. പാർട്ട് ഓഫ് ദിസ് മണി വിൽ ഗോ ടു ദി ഗവൺമെന്റ് ഫോർ ദി ഇൻക്ലൂസീവ് ഗ്രോത്ത്.
ശരിയല്ലേ? അതായത് നമ്മൾ ഈ പറഞ്ഞ പല ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് ഇതിന്റെ പണത്തിന്റെ ഭാഗം പോവുകയും ചെയ്യും. സോ നമ്മുടെ ആസ്പിറേഷൻസ്, ആഗ്രഹങ്ങളെ അച്ചീവ്മെന്റ്സ് ആക്കി മാറ്റണം, അതുപോലെ പൊട്ടൻഷ്യലിന്റെ പെർഫോമൻസ് ആക്കി മാറ്റണം എന്നുള്ളതാണ് ഈ ഒരു ബജറ്റിന്റെ എയിം എന്ന് പറയുന്നത്. നോക്കി വെക്കുക. സോ ദ എയിം ഓഫ് ദി ബജറ്റ് ഇസ് ടു ട്രാൻസ്ഫോം ആസ്പിറേഷൻസ് ഇൻടു അച്ചീവ്മെന്റ്സ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ടു പെർഫോമൻസ് എന്ന് മനസ്സിലാക്കുക. അതാണ് എസെൻഷ്യലി നമ്മുടെ ഈ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറയുക. അപ്പൊ ഇതില് 4 കാര്യങ്ങളെ ഹാർനസ് ചെയ്യണം ഈ പറയുന്ന ഡെമോഗ്രഫിക് ഡിവിഡൻഡ് അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എയിം അച്ചീവ് ചെയ്യാനായിട്ട്. ഒന്ന് സ്റ്റെബിലിറ്റിയാണ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദോസ് എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഓൾ ദോസ് തിങ്സ്. 2 ഫിസിക്കൽ ഡിസിപ്ലിൻ പറയുന്നുണ്ട്. ഫിസിക്കൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഘടകം. അതായത് നമ്മുടെ ധനക്കമ്മി, അതായത് ചിലവുകളും വരവുകളെയും തമ്മിലുള്ള ഒരു താരതമ്യമുണ്ടല്ലോ. ഫിസിക്കൽ ഡെഫിസിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വരവും ചിലവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിസിറ്റ് കുറഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലത്. ധനക്കമ്മി എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ എനിക്ക് ചിലവ് കൂടുതലും വരവ് കുറവുമാണെങ്കിൽ അവിടെ ധനക്കമ്മി ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ എന്റെ ചിലവ് കുറവാണ്, വരവ് കൂടുതലാണെങ്കിൽ അവിടെ ഈ ഡെഫിസിറ്റ് ഇല്ല. അപ്പൊ ഞാൻ സർപ്ലസ് പ്രൊഡക്ഷനിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ അതൊരു രാജ്യത്തിനും പറ്റൂല, സർപ്ലസ് പ്രൊഡക്ഷൻ ആവുക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് വി ക്യാൻ ട്രൈ ടു മിനിമൈസ് ദിസ് ഡെഫിസിറ്റ്. ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെ കുറയ്ക്കാൻ പറ്റും? വിൽ റിഡ്യൂസ് ദിസ് ഡെഫിസിറ്റ് ബൈ ആക്ച്വലി ഫോക്കസിങ് ഓൺ സർട്ടൻ ഇൻവെസ്റ്റ്മെന്റ്സ് വിച്ച് വിൽ ഗിവ് us റിട്ടേൺസ്. നമുക്ക് റിട്ടേൺസ് തരുന്ന ഇൻവെസ്റ്റ്മെന്റ്സിൽ കൂടുതൽ നമ്മൾ പിന്നെ പ്ലാൻ ചെയ്യുക. ഈ ആവശ്യമില്ലാത്ത ചിലവുകൾ മാറ്റി നിർത്തുക. ഫോർ എക്സാമ്പിൾ, ആവശ്യമില്ലാത്ത ചിലവുകൾ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇപ്പൊ ഞാനൊരു വെൽതി ആയിട്ടുള്ള ഒരാളാണ് കരുതാം. ഞാൻ ഒരു വെൽതി ആയിട്ടുള്ള ഒരാളാണ്, ഒരു 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 വില്ലേജിൽ ജീവിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, ഇത്ര ലക്ഷം രൂപ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ തരും, നിങ്ങൾക്ക് മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ലും ഫ്രീ ആക്കി തരുന്നു. ഓക്കെ, ഒരു പാവത്തിനും ഒരു കൊടുത്തിരുന്നെങ്കിൽ ഇത് ഗുണമുണ്ട്, പക്ഷെ എനിക്കും തന്നു, പാവത്തിനും കൊടുത്തു. ഇതിൽ എനിക്ക് തരേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഐ എം വെൽതി എന്ന് വെച്ചോ, ഐ എം വെൽതി, ഐ ക്യാൻ പേ ഫോർ മൈ ഇലക്ട്രിസിറ്റി ബിൽ, ഐ ക്യാൻ ഗെറ്റ് മൈ ന്യൂ ഇലക്ട്രിസിറ്റി കണക്ഷൻ, ഒരു കുഴപ്പമില്ല. സോ ഐ എം വെൽതി ഇനഫ്. സോ എനിക്കും ഈ പറയുന്ന പ്രൊജക്ടിന്റെ ഭാഗമാക്കുന്നത് കൊണ്ട് ഗവൺമെന്റിന് ആക്ച്വലി നഷ്ടമാണ്, അല്ലെ? ഞാൻ കേപ്പബിൾ ആണ്, ഐ ആം കേപ്പബിൾ ഓഫ് പേയിങ് മൈ ബിൽസ്, ബട്ട് എന്റെ ബില്ലും ഗവൺമെന്റ് അടച്ചോളാം എന്നുള്ളതാണ് പറയുന്നത്, പാവപ്പെട്ട ആളുടെ ബില്ലിനോടൊപ്പം. സോ ദിസ് ഇസ് നോട്ട് ആക്ച്വലി നെസസറി. ഇപ്പൊ ഇത് അൺനെസസറി ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ് ഇവിടെ നടത്തുന്നത്. പിടിയിട്ടുണ്ടോ? അപ്പൊ ഇതുപോലെ അൺനെസസറി എക്സ്പെൻസസ് കണ്ടുപിടിക്കും, അൺനെസസറി എക്സ്പെൻസസ് കണ്ടെത്തുക, ആ അൺനെസസറി എക്സ്പെൻസിനെ സ്റ്റോപ്പ് ചെയ്യുക. ദാറ്റ് ഇസ് എ ഗുഡ് തിങ് ടു ഹാവ് എ ഡിസിപ്ലിൻ. അതൊരു ഫിസിക്കൽ ഡിസിപ്ലിൻ ആണ്. അപ്പൊ സമാനമായ സാഹചര്യങ്ങളിലൂടെ ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ എന്താ പറയുക, പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുക. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഒരു എയർപോർട്ട്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ആസറ്റുകൾ, ഗവൺമെന്റിന്റെ ആസറ്റുകൾ പലതും നമ്മൾ റെന്റ് ഔട്ട് ചെയ്യും. ഓക്കെ, ഗവൺമെന്റ് ആസറ്റ്സ് ഇസ് റെന്റഡ് ഔട്ട് ആൻഡ് വിൽ ഗെറ്റ് ദാറ്റ് റെന്റ്. നമ്മളിത് റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് റെന്റ് കിട്ടും. ആൻഡ് വിത്ത് ദിസ് റെന്റ് വിൽ ഡെവലപ്പ് ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ. അതൊരു നല്ല കാര്യമാണ്. നമ്മൾ ഗവൺമെന്റ് ആസറ്റുകൾ റെന്റ് ഔട്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന റെന്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ബിക്കോസ് ഗവൺമെന്റ് നടത്തുന്നതിനേക്കാളും എഫിഷ്യന്റ് ആയിട്ട് ഈ പറയുന്ന റെന്റിന് കൊടുക്കുന്ന ടീംസ് ഒരുപക്ഷെ നടത്തും. സോ മോർ എന്താ പറയാ, ഇക്കണോമിക് ഡെവലപ്മെന്റ് വിൽ ഹാപ്പൻ ടു ദാറ്റ് സെക്ടർ. അത് മാത്രമല്ല, ഐ എം ഗിവിംഗ് എ ഫിക്സഡ് റെന്റൽ റവന്യൂ ഫ്രം ദീസ് ആസറ്റ്സ്, ഗവൺമെന്റ് ആസറ്റ്സ് ഒരു കൃത്യമായ റെന്റൽ റവന്യൂ കിട്ടുന്നുണ്ട്. ഈ റെന്റൽ റവന്യൂ ഐ ക്യാൻ പ്ലാൻ ഫോർ മൈ ഫ്യൂച്ചർ എക്സ്പാൻഷൻസ്. അതെനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഫിസിക്കൽ ഡിസിപ്ലിൻ ആണത്. ഇൻഫ്ലേഷൻ മോഡറേറ്റ് ലെവൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോഡറേറ്റ് ഇൻഫ്ലേഷൻ വേണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ടു സസ്റ്റെയിൻ ദി ഗ്രോത്ത്. ആ ഒരു ഗ്രോത്തിന്റെ സസ്റ്റൈനൻസ് കൂടി നമുക്ക് കണക്കാക്കേണ്ടതുണ്ടെന്നും സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ വരുന്ന പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് നമ്മുടെ ഈ ഒരു ബജറ്റിനകത്ത് സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഒന്ന്, സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ പറഞ്ഞു. സ്ട്രെങ്തനിങ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ഗ്രോത്ത്, നമ്മുടെ സെക്ടോറൽ ബാലൻസ്. സ്ട്രെങ്തനിങ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മീൻ ചെയ്യുന്ന കാര്യം ഇത്രേ ഉള്ളൂ മക്കളെ. ബേസിക്കലി ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന മീനിങ് മാത്രമല്ല, സെക്ടോറൽ ബാലൻസ് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ഓൾ ദീസ് സെക്ടേഴ്സ് ഷുഡ് ബി ബാലൻസ്ഡ്. ഈ ബാലൻസ്ഡ് ഗ്രോത്ത് എല്ലാ ഇപ്പം ഒരു സെക്ടറിൽ മാത്രമായിട്ട് ഗ്രോത്ത് വരരുത്, അല്ലെ? ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവണം. പീപ്പിൾ സെൻട്രിക് ഡെവലപ്മെന്റ് ആവണം പറഞ്ഞു. ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ്, അതായത് പീപ്പിൾ ആൻഡ് ദി ഗവൺമെന്റ് ഷുഡ് ഹാവ് എ മ്യൂച്വൽ ട്രസ്റ്റ്. ഇപ്പൊ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവരാണ്, വി ഹാവ് ടു ട്രസ്റ്റ്, വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, ശരി, പോളിസി വന്ന പാടെ കയറി ജഡ്ജ് ചെയ്യാന്നുള്ളതല്ല, വി കനോട്ട് ഡു. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് എന്നോട് പറയുക, നിങ്ങൾ നാളെ തൊട്ട് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി തരാം, സോ ഐ ജഡ്ജ്, ഓ നോ 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 യു വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ് എന്ന് ഞാൻ ജഡ്ജ് ചെയ്യല്ല വേണ്ടത്. പകരം ഐ വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, ഐ വെയിറ്റ് ആൻഡ് സീ. ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവും എന്ന് പറയുന്നുണ്ട്. അനുദീപ് സാർ ഇടയ്ക്ക് പറഞ്ഞില്ലേ, അനുദീപ് സാറിന് നമ്മുടെ KS റാങ്ക് 1, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എന്ന് പറഞ്ഞു ഗ്രൂപ്പിൽ, ഐ ബ്രിങ് റാങ്ക് 1 ടു അനുദീപ് അക്കാഡമി എന്ന് പറഞ്ഞു. And he has actually achieved that word. He has, make sure that he is achieving that goal. അത് മേക്ക് ഷുവർ ചെയ്തു, പുള്ളിക്കാരൻ അത് സാധിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നൗ അല്ലെങ്കിൽ then Anudip sir is convinced that okay, yes, whatever you said is right. സോ ആദ്യം പുള്ളിക്കാരൻ ഒരു ട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെ? വി ഹാവ് ദ ട്രസ്റ്റ്. ഓക്കെ, ശരി, ഐ ട്രസ്റ്റ് യു.
യു ആർ സേയിങ് ദാറ്റ് യു വിൽ സ്റ്റഡി വെൽ ആൻഡ് യു വിൽ ഗെറ്റ് ഇൻ ടു ദിസ് ജോബ്. ഓക്കെ, ഐ ട്രസ്റ്റ് യു. ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. ബട്ട് അല്ലാതെ അങ്ങ് സ്കെപ്റ്റിക്കൽ ആവില്ല. ആ സമയത്ത് കയറിയിട്ട് പോകും നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പരിപാടിയൊന്നും അല്ലത് എന്നല്ല പറയുന്നത്. ഐ ട്രസ്റ്റ് യു, ശരി. ബട്ട് ഐ ഫൈനലി ട്രസ്റ്റ് യു വൺസ് യു അച്ചീവ് ദാറ്റ്. ഞാൻ എൻ്റെ ഒരു ഓപ്റ്റിമിസം നിങ്ങൾക്ക് തരും. ഓക്കെ, ലെറ്റ്സ് ഗോ, ഡു ഇറ്റ്. യു സ്റ്റഡി വെൽ ആൻഡ് യു മേക്ക് ദിസ് ഹാപ്പൻ. അത് കഴിയുമ്പോഴോ ഓക്കെ, ഇനി അത് നടന്നില്ലെങ്കിലോ ദെൻ ഐ വിൽ ഡിസൈഡ് ഓക്കെ അവനെ കൊണ്ട് പറ്റൂല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവനത് പറ്റിയില്ല എന്ന കാര്യം ഞാൻ പിന്നീട്. റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജഡ്ജ്മെന്റിൽ ആവേണ്ടത്. റിസൾട്ടിനെയാണ് ഞാൻ ശരിക്കും ജഡ്ജ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പോളിസി അല്ല ജഡ്ജ് ചെയ്യേണ്ടത്. റിസൾട്ട് ഓഫ് ദ പോളിസി ഇസ് വാട്ട് വി ഹാവ് ടു ആക്ച്വലി ജഡ്ജ്. അത് ഗവൺമെന്റ് പറയുന്നുണ്ട്. വി ഹാവ് ടു ഡു എ ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ്. ഇപ്പൊ ഗവൺമെന്റ് കൊണ്ടുവരുന്ന സ്കീംസോ പദ്ധതികളിലോ പീപ്പിളിന് വിശ്വാസം ഉണ്ടാവണം. അതുപോലെ തന്നെ ഗവൺമെന്റ് പീപ്പിളിനെ വിശ്വസിക്കണ്ടേ? തിരിച്ചും വേണം. നമ്മുടെ ജനങ്ങളാണ് ഇന്ത്യയുടെ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഘടകം. ജനം പിന്നെ മാർക്കറ്റിൽ പോയി കാശ് കൊടുത്ത് സാധനം വാങ്ങുന്നതുകൊണ്ടാണ് ഗവൺമെന്റ് നിലനിൽക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റിന് ആൾക്കാർ മാർക്കറ്റിൽ പോയി കാശ് കൊടുത്ത് വാങ്ങും ഈ സാധനം എന്നൊരു വിശ്വാസം ഗവൺമെന്റിനും വേണം. ഗവൺമെന്റിനോടുള്ള വിശ്വാസം ആൾക്കാർക്ക് വേണം. നമ്മൾ ഈ പറയുന്ന സാധനം വാങ്ങിയാൽ ഇത് ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നാളെ ഗവൺമെന്റ് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഈ വിശ്വാസം ഗവൺമെന്റിന്മേൽ ആൾക്കാർക്കും വേണം, ആൾക്കാർ ഗവൺമെന്റിൽ വേണം എന്ന് പറയുന്നത്. അതാണ് ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ്. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമുക്കറിയാം. നമ്മുടെ പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. പലപ്പോഴും പറയാറുണ്ട് ഇവിടെ കമ്പനീസും ഡെവലപ്മെന്റും ഇൻഫ്രാസ്ട്രക്ചറും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കുള്ള ഡെവലപ്മെന്റുകൾ ആൻഡ് ഫിസിക്കൽ മാറ്റേഴ്സ്. നമ്മൾ ഈ പറഞ്ഞ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ പോളിസി, തൊട്ട് മുന്നേ നമ്മൾ സൂചിപ്പിച്ച റെസ്പോൺസിബിൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്ന ഘടകവും പില്ലേഴ്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ആയിട്ട് തന്നെ പറയുന്ന ഘടകങ്ങളാണ്. ആൻഡ് ദർ ഇസ് എ ലോട്ട് മോർ ഇൻ ദി ബജറ്റ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ബജറ്റിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. സോ ഐ ബിലീവ് ദറ്റ് യു ഗോട്ട് എ വെരി ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു ബാക്ക്ഡ്രോപ്പും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് സമയം ഒരല്പം അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാട്ട് ഹാവ് ട്രൈഡ്. അപ്പൊ നമുക്ക് ഈ ബജറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് മോർ ടൈം, ബിക്കോസ് ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ പഠിക്കണമെന്നുണ്ട്. ദിസ് ഇസ് ജസ്റ്റ് an overview of the budget that is seen in the recent times. നമ്മൾ ഈ 2026-27 ബജറ്റിന്റെ ഒരു എന്താ പറയാ, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ഒന്ന് പറഞ്ഞു തരിക എന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു സെഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ സമയം അതിക്രമിക്കുന്നത് കൊണ്ട് ഐ എം ആക്ച്വലി കട്ടിങ് ദിസ് ഷോർട്ട് ബൈ ദിസ് ടൈം. ഈ ഒരു സമയം കൊണ്ട് നമ്മളൊന്ന് കട്ട് ഷോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഐ ഹോപ്പ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്നാണ് വിശ്വസിക്കുന്നത്. നൗ ഇഫ് ദർ ഇസ് എനിത്തിങ് ദറ്റ് യു ഹാവ് ടു സേ യു ക്യാൻ സേ, ഓർ എൽസ് വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ ഫോർ ടുഡേ. പ്രോബബ്ലി നമുക്ക് കൂടുതൽ സെഷൻസ് ഒക്കെ ഭാവിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് അപ്പുറം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബട്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശരിയല്ലേ? എന്താണ് നമ്മുടെ ബജറ്റ്, എന്തിന്റെ ബേസിസിലാണ് ഈ ഒരു ബജറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ പിള്ളേരെ? ഓ യെസ്, ക്വസ്റ്റ്യൻസ് വരുന്നത് വ്ളാഡിമിർ പുടിൻ. യെസ്, ഇതാണ് മക്കളെ. അതായത് നമ്മൾ ഈ പറഞ്ഞ പില്ലേഴ്സ് ഓഫ് ഗ്രോത്ത് എന്താണ് കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക, വാട്ട് ഇസ് ദി എയിം ഓഫ് ദി ബജറ്റ് ദാറ്റ് വി ഹാവ് ഡൺ, ഓൺ ദി ബേസിസ് ഓഫ് വാട്ട്. ഇപ്പൊ എന്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ ഒരു ബജറ്റ് പിന്നെന്താ പറയാ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ദോസ് തിങ്സ് ക്യാൻ ബി ആസ്ക്ഡ് അല്ലെ. എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ്, എന്ത് കണ്ടീഷനിലായിരുന്നു നമ്മൾ, വേർ വി ആക്ച്വലി, നമ്മൾ എവിടെയായിരുന്നു എന്നുള്ളതിന്റെ സിറ്റുവേഷൻസ് വരാം. അതുപോലെ നമ്മുടെ ഈ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ടേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. സോ വിച്ച് ആർ ദി സ്ട്രാറ്റജിക് സെക്ടേഴ്സ് ദാറ്റ് ഇസ് ഐഡന്റിഫൈഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ദാറ്റ് വി ആർ ആക്ച്വലി ഫോക്കസിങ് ഓൺ വെൻ ഇറ്റ് കംസ് ടു ദിസ് ബജറ്റ്. ഈ ബജറ്റിൽ നമ്മൾ ഏതൊക്കെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്ട്രാറ്റജിക് സെക്ടേഴ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്, എത്ര കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ എന്ത് മോഡലായിരുന്നു ഈ ഒരു ബജറ്റിന്റെ അവതരണം. ഇത് കർത്തവ്യ ബേസ്ഡ് മോഡൽ നമ്മൾ പറഞ്ഞു അല്ലെ. എത്ര കർത്തവ്യങ്ങളാണ് അനൗൺസ് ചെയ്തത്? 3 കർത്തവ്യങ്ങളാണ് അനൗൺസ് ചെയ്തത്. ഏതൊക്കെയാണ് ആ കർത്തവ്യങ്ങൾ? വെരി ഇമ്പോർട്ടന്റ് ടു നോട്ട് ഓൾ ദി 3 കർത്തവ്യാസ്. ആ 3 കർത്തവ്യാസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. റൈറ്റ്. അതുപോലെ നമ്മുടെ കർത്തവ്യ ഭവനിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബജറ്റ് ആദ്യ ബജറ്റാണ് നമ്മൾ പറഞ്ഞു. അതൊരു വേണമെങ്കിൽ ഒരു ഫാക്ച്വൽ കണ്ടീഷൻ ആയിട്ട് ചോദിക്കാം. ഇന്ത്യയുടെ GST റിഫോംസും ഇന്ത്യയുടെ പുതിയ ബജറ്റ് 2026 തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെയെന്നുള്ള കാര്യത്തെ പറ്റി ചോദിക്കാം. അതുപോലെ ദീസ് തിങ്സ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന കണ്ടീഷനാണ്. പിന്നെ നിങ്ങളിപ്പോ സൂചിപ്പിച്ച പ്രുഡൻസ് ഓവർ പിന്നെ എന്താ പറയാ, അയ്യോ ആരായിരുന്നു പറഞ്ഞത്, അതിലോ സോ ദീസ് ആർ ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് കാൻ ബി ആസ്ക്ഡ്. ഓക്കെ, ഈ പറയുന്ന രീതിയിലുള്ള പല ചോദ്യങ്ങളും ഇതിനകത്തുനിന്ന് വരാവുന്നതാണ്. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും.
ബജറ്റിനെ ബേസ് ചെയ്തിട്ട് വരാവുന്ന ചോദ്യങ്ങളാണ്. വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറയുന്ന മാതിരി വി കാണ്ട് ആക്ച്വലി പ്രെഡിക്ട് ദീസ് ക്വസ്റ്റ്യൻസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നോട്ട്സിനകത്ത് ഈ പറയുന്ന സ്ലൈഡ്സും മറ്റു കാര്യങ്ങളും ഉണ്ടാവും എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഗ്രൂപ്പിനകത്തും ടെലിഗ്രാം ചാനലിനകത്തും ഒക്കെ ഈ പറയുന്ന നോട്ട് വരാൻ സാധ്യതയുണ്ട്. സാർ മേക്ക് ഷുവർ ചെയ്തോളും. ആൻഡ് ഇഫ് ദർ ഈസ് എനിത്തിങ് മോർ, എനി കൺഫ്യൂഷൻസ്, യു ക്യാൻ റീച്ച് ഔട്ട് ടു ടു യുവർ കോർഡിനേറ്റേഴ്സ്. നിങ്ങൾ തീർച്ചയായിട്ടും കോർഡിനേറ്റേഴ്സിനോട് ഒന്ന് റീച്ച് ഔട്ട് ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഒരു കുറച്ച് പുതിയ സംഗതികൾ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ആ ടാക്സ് ഡെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സെൻട്രൽ സ്റ്റേറ്റുമായിട്ട് ടാക്സിന്റെ എന്താ പറയുക സ്പ്ലിറ്റിംഗ് ഒക്കെ ഉണ്ടാവത്തില്ലേ, സെൻട്രൽ ടാക്സ് പ്രൊസീഡ്സ്. അതാണ് അനന്തു ടാക്സ് ഡെവല്യൂഷൻ എന്ന് പറയുന്നത്. 41% ഓഫ് ടാക്സ് ഡിവോൾവ് ചെയ്ത് സ്റ്റേറ്റിന് കൊടുക്കും, 59% സെൻട്രൽ എന്നുള്ള രീതിയിൽ. അതാണ് സ്റ്റേറ്റ് സെൻട്രൽ ടാക്സ് ഡിവിഷൻസിനെയാണ് ഈ പറയുന്ന ടാക്സ് ഡെവല്യൂഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുക. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് കണ്ടിന്യൂഷൻ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് അതുകൊണ്ടാണ് പറയാത്തത്, അതിലേക്ക് പോകാത്തത് കേട്ടോ. യെസ്. കേരള ബജറ്റ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. ഈ ബജറ്റ് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കുറേ കാര്യങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിനെ ഓറിയന്റ് ചെയ്ത് വന്നതുകൊണ്ട് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കേരള ബജറ്റ് കുറച്ചുകൂടി സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിരിക്കും. നമ്മൾ കണക്കുകളാണ് പഠിക്കാനുള്ളൂ കേരള ബജറ്റിന്റെ ക്ലാസ് എന്ന് പറയുന്നതിൽ. വിൽ ഡിസ്കസ് മോർ ഓൺ ദി വിച്ച് ആസ്പെക്ട്, ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ആസ്പെക്ട്. നമ്മുടെ GDP-യുടെ ഗ്രോത്ത് എത്രയാണ്, അല്ലെ സ്റ്റേറ്റ് GDP-യുടെ SDP അതിന്റെ ഗ്രോത്ത് എത്രയാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം. വ്ളാഡിമിർ, ഗോൾഡ് പ്രൈസ് ഓഫ് ഓഫ് ടോപ്പിക് ക്വസ്റ്റ്യൻ ആണ്. ഗോൾഡിന്റെ പ്രൈസ് ഉണ്ടാവുന്ന ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ട് അതിന് ഒരുപാട് ഗ്ലോബൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സൂചിപ്പിച്ച, ഫോർ എക്സാമ്പിൾ തൊട്ട് മുന്നേ നമ്മൾ സൂചിപ്പിച്ച കണ്ടീഷനില്ലേ നമ്മുടെ ട്രേഡ് വാർ. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അഫക്റ്റിംഗ് ഇന്ത്യനെ മാത്രം അഫക്ട് ചെയ്യുന്നതല്ല ട്രേഡ് വാർ. പല രാജ്യങ്ങൾക്കും ഇതുപോലെ പിന്നെ ഫിനാൻഷ്യൽ എന്താ പറയുക ബേർഡൻ ചുമത്തുന്ന മാതിരിയുള്ള കണ്ടീഷൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം കമ്പനീസിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും, ഡെഫിനറ്റ്ലി ഫോർ ദ റിട്ടേൺസ്, കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ വേണ്ടി ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. ദർ ഇസ് എ ഹ്യൂജ് ഗ്രൂപ്പ്, ബിഗ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ പോയിട്ട് ഗോൾഡ് വാങ്ങുന്നത് കൊണ്ടോ, നമ്മൾ പോയി ഒരു ഷെയർ വാങ്ങുന്നത് കൊണ്ടോ ഷെയറിന്റെ വാല്യൂ ഒരുപാട് കൂടുന്നില്ല, ഗോൾഡിന്റെ വാല്യൂവിലും വ്യത്യാസം വരുന്നില്ല. എവറി ടൈം ദർ ഇസ് എ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്, ഇഫ് ദ ഡിമാൻഡ് ഇസ് ഹൈ ദ പ്രൈസ് ഇസ് ഹൈ. ഡിമാൻഡ് കൂടി ആ പ്രൈസ് കൂടും. അതൊരു ജനറൽ ഇക്കണോമിക് സിറ്റുവേഷൻ ആണല്ലോ. സോ ഗോൾഡിന്റെ കാര്യത്തിൽ ഇഫ് യു ലുക്ക് അറ്റ് ദി ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് അറൌണ്ട് ദ വേൾഡ്, ഇപ്പോൾ പലയിടങ്ങളിലുള്ള പിന്നെ യുദ്ധം, വാർ ഇസ് എ വെരി സീരിയസ് ഇഷ്യൂ ഹാപ്പനിങ് ഓൾ ഓവർ ദ വേൾഡ്. പലയിടങ്ങളിലും യുദ്ധമാണ്, പല രാജ്യങ്ങളും തമ്മിൽ കൊമ്പ് കോർക്കുന്നു. ഇപ്പോൾ US അതിനെ ഒരു പരിധി വരെ US-ൻ്റെതായ ഇൻഫ്ലുവൻസസ് വരുന്നുണ്ട്. സോ ബിഗ് ഇൻവെസ്റ്റേഴ്സ് ആർ ആക്ച്വലി റിലക്റ്റന്റ് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ സർട്ടൻ ഇക്കണോമീസ്. പല രാജ്യങ്ങളിലും പോയിട്ട് ഒരു രാജ്യത്തിലെ ഓരോ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പല കമ്പനികളും റിലക്റ്റന്റ് ആവും, അല്ലെങ്കിൽ പല ഇൻവെസ്റ്റേഴ്സും റിലക്റ്റന്റ് ആവും. ബിക്കോസ് ഈ സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെ പോകുന്നുള്ളത് പ്രെഡിക്റ്റബിൾ അല്ല. ഇറ്റ്സ് നോട്ട് എ പ്രെഡിക്റ്റബിൾ സിറ്റുവേഷൻ വേർ ദ വേൾഡ് വിൽ ആക്ച്വലി ഗോ ഇൻ 10 years അല്ലെങ്കിൽ ഇൻ 5 years. ഏത് മാർക്കറ്റാണ് ബൂം ആവുക, ഏത് മാർക്കറ്റ് വളരുന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ട്. ആൻഡ് അതിൽ ഒരു മാർക്കറ്റ് വളരും എന്ന് ഉറപ്പുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് AI മാർക്കറ്റാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മാർക്കറ്റാണ്. അതിലേക്ക് അതും ചില പബ്ലിക്കേഷൻസിന്റെ ഒക്കെ റിപ്പോർട്ട് വരുന്ന അനുസരിച്ച് അതൊരു ബലൂണാണ്. അത് ഊതി വീർപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മൂല്യമാണ്, ഈ മാർക്കറ്റ് മൂല്യമാണ് ഈ AI സെക്ടറിനുള്ളത്. അത്ര കണ്ട് മൂല്യം ശരിക്കും ഇല്ല എന്ന് അതിലും പറയുന്നുണ്ട്. സോ അതിലും ആൾക്കാർ കൺഫ്യൂഷനാണ്. So in this confusing market, investors will try a safe and secure investment, which is commodities. അവിടെ ഇൻവെസ്റ്റേഴ്സ് കോമോഡിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം അത് സേഫ് ആണ്, അതൊരു ഫിസിക്കൽ ആയിട്ടുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു വസ്തുവുണ്ട്, ആ വസ്തുവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ആ വസ്തുവിന് എപ്പോഴും മാർക്കറ്റ് ഉണ്ടാവും, നാളെ എപ്പോഴെങ്കിലും വിൽക്കാം, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗ്രോ. അങ്ങനെ വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള, ഈസിലി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കോമോഡിറ്റി, ഈസിലി ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, ലിക്വിഡിറ്റി നല്ല പോലുള്ള, ലിക്വിഡിറ്റി ഉള്ളത് മീൻസ് പെട്ടെന്ന് കാശാക്കി മാറ്റാൻ പറ്റുന്ന ഒരു കോമോഡിറ്റി എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. സോ ദ ഇൻവെസ്റ്റേഴ്സ് വിൽ ഗോ ബൈ എ ലോട്ട് ഓഫ് ഗോൾഡ്. ഗോൾഡ് വാങ്ങും ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് വാങ്ങുമ്പോൾ ഗോൾഡിന്റെ ഡിമാൻഡ് കൂടുന്നു, ഡെഫിനറ്റ്ലി ദ പ്രൈസ് ഓഫ് ദി ഗോൾഡ് വിൽ ഗോ ഹൈ. അതാണ് സ്കൈ റോക്കറ്റ് ചെയ്ത് ഗോൾഡിന്റെ റേറ്റ്
പോയിരിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ളൊരു ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത് ഗോൾഡിന്റെ പ്രൈസിന്റെ കാര്യത്തിൽ. ആൻഡ് ദർ ആർ സർട്ടൻ പോളിസീസ് വിച്ച് വിൽ ഡെഫിനറ്റ്ലി ആഫക്ട്. ഇപ്പോൾ ഗോൾഡ് ഇപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ റിസർവില് ഗോൾഡ് വോൾട്ടിലുള്ള ഗോൾഡിന്റെ പ്രസൻസിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഗോൾഡിന് ഒരു മൂല്യം ഉണ്ടെന്നൊക്കെ കരുതുന്നത്. അമേരിക്കയുടെ GDP അല്ലെ അമേരിക്കയുടെ എന്താ പറയാ ഒരു മാർക്കറ്റ് വാല്യൂ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ഗോൾഡ് റിസർവ് ദാറ്റ് ഇറ്റ് ഈസ് ഹാവിംഗ് എന്നൊക്കെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പൊ അമേരിക്കയുടെ മാർക്കറ്റ് വാല്യൂ അതിനനുസരിച്ചുള്ള ഗോൾഡ് അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും ഗോൾഡിന് അത്രയും മൂല്യം ഉണ്ടെന്ന്. അത് വെച്ചിട്ടാണ് ഗോൾഡിന്റെ മൂല്യം ബേസിക് കണക്കാക്കുന്നത്. അപ്പൊ ആ ഒരു അമേരിക്കയുടെ വോൾട്ടിൽ ഇത്ര കണ്ട് മൂല്യമുള്ള സ്വർണം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വർണത്തിന്റെ വില മാറും, ഇടിയും, കുറയും. അപ്പൊ അങ്ങനെ ഒരു ഇന്റർനാഷണൽ റെഗുലേഷൻ അവിടെ കിടപ്പുണ്ട്. സോ ഇങ്ങനെ കുറെ കണ്ടീഷൻസ് ഗോൾഡിന്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുന്നതിനകത്തുണ്ട്. പക്ഷെ നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഇസ് നോട്ട് ആക്ച്വലി പ്രെഡിക്റ്റബിൾ. ബട്ട് എനിഹ ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് എല്ലാം മറ്റ് മാർക്കറ്റുകളിലേക്കോ കമ്പനികളിലേക്കോ ജിയോ പൊളിറ്റിക്കലി ഇത്രയും എന്താ പറയാ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഗ്ലോബലി എന്നുള്ളത് കൊണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടാതെ ഇൻവെസ്റ്റേഴ്സ് റിസ്ക് ഫ്രീ ആയിട്ട് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ കാണുന്നത് കൊണ്ടാണ് പിന്നെ ഗോൾഡിലേക്കുള്ള ഈ ഒരു പ്രൈസ് ഹൈക്കും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ പ്രീവിയസ് ഇയർ ആനന്ദു previous year I remember example toys center making and export to Putum etc. കണ്ടിരുന്നു. So is there any accountability checking in the system whether previous promise are absolutely yes ആനന്ദു. അതിനിപ്പോ നമ്മുടെ അതിലെ എനർജി ഫോർ എക്സാമ്പിൾ എനർജിയുടെ കാര്യത്തിൽ അതുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് റിഫോംസ് ഓവർ റിട്ടോറിക് എന്നൊക്കെ പറഞ്ഞ ഈ ഒരു എന്താ പറയാ പ്രൊജക്ട് തന്നെ അതാണ്. നമ്മൾ ഈ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് എക്സ്പോർട്ടും മറ്റു കാര്യങ്ങളുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന് എന്തെങ്കിലും ഔട്ട്പുട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് ഡെഫിനറ്റ്ലി ദിൽ മേക്ക് ഷുവർ. അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സും മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രിയും ഒക്കെ അത് മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. അത് മേക്ക് ഷുവർ ചെയ്തിട്ടാണ് ഇപ്പൊ ഗവൺമെന്റിന്റേതായ സപ്പോർട്ട് ഈ സിസ്റ്റങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സെക്ടേഴ്സിന് വേണ്ടിയോ എന്നുള്ള കാര്യം തീരുമാനിക്കുക, അല്ലെങ്കിൽ കൊടുക്കുന്ന സപ്പോർട്ടിൽ എന്ത് മാറ്റം കൊണ്ടുവരുന്നുള്ളതും കൊണ്ടുവരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനർജി സെക്ടറിനകത്ത് നമ്മൾ കൊണ്ടുവരുന്ന മാറ്റങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് എൻ എനർജി സെക്യൂരിറ്റി ഡാഷ്ബോർഡ്. നീതി ആയോഗ് പബ്ലിഷ് ചെയ്യുന്ന ഒരു എനർജി സെക്യൂരിറ്റി ഡാഷ്ബോർഡ് ഉണ്ട്. സോ ദീസ് തിങ്സ് ആക്ച്വലി നമ്മുടെ ഈ എന്താ പറയുക മോണിറ്ററിംഗ് ബോഡീസ് ഉണ്ടല്ലോ, നീതി ആയോഗ് പോലുള്ള മോണിറ്ററിംഗ് ബോഡീസ് ഇവരിത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവാനെന്തു. ആ ഒരു മോണിറ്ററിംഗിന്റെ ബേസിസിൽ വി വിൽ ഗെറ്റ് ഇൻഫർമേഷൻസ് ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പൊ അതിൽ നിന്ന് ഗവൺമെന്റിന് അറിയാൻ പറ്റും നമ്മൾ ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് കറക്റ്റ് ആണോ, പിന്നെ ഇതിലെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ഓൾറെഡി ഇങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് നമ്മൾ ഈ സെക്ടറിന് കൊടുത്തതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അതിനകത്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ ദേ വിൽ ഡെഫിനറ്റ്ലി മോണിറ്ററിംഗ് വിൽ ബി ദയർ. ഗ്രോത്ത് മോണിറ്ററിംഗ്, അതിൽ നിന്ന് വരുന്ന ടാക്സ് റവന്യൂ മോണിറ്ററിംഗ്, അതിൽ നിന്ന് വരുന്ന റിസപ്ഷൻ മോണിറ്ററിംഗ്, അതിൽ നിന്നുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ മോണിറ്ററിംഗ്, അതെല്ലാം കീ ഇൻഡിക്കേറ്റേഴ്സ് ആണല്ലോ. ബാക്കി ഇങ്ങനെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒരു പെർട്ടിക്കുലർ സെക്ടറിനെ അത് തന്നെ പോളിസ്റ്റിക്കലി ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളത് സൂചിപ്പിച്ചു തരും. യെസ്, ഓൾ റൈറ്റ്, ഓക്കെ ആനന്ദു. യെസ്, അല്ലാതെ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ഒരു കാര്യം പറയാൻ പറ്റത്തില്ലടാ. നമ്മൾ ഈ പൊട്ടൻഷ്യൽ പെർഫോമൻസ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യമല്ലേ. അപ്പൊ പൊട്ടൻഷ്യൽ പെർഫോമൻസ് ആകണം എന്ന് പ്ലാൻ ചെയ്യുമ്പോഴും അതാകുന്നുണ്ടോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാൻ നോക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സിലൊക്കെ അത് റിഫ്ലക്ട് ചെയ്യും. റൈറ്റ്, ഓക്കെ. സോ ബജറ്റിനെ പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു ഹോളിസ്റ്റിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ സെഷൻ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. വിൽ ഡിസ്കസ് മോർ ഓൺ ദി അപ്കമിങ് സെഷൻസ്. നമുക്ക് വരാനിരിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ കൂടുതൽ ഇൻഫർമേഷൻസ് കാണാം, കൂടുതൽ പഠിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇക്കണോമിക്സ് നമുക്ക് നോക്കിക്കാണാൻ പറ്റുക. ഈ ഒരു ഗ്ലോബൽ സിനാരിയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളതാണ് അല്ലേ. സോ ഐ ഹോപ്പ് യു ഗോട്ട് ആൻ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് ഇന്നലത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ അറിയാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടപ്പെട്ടോടെ, ക്ലിയർ ആയിട്ട് മനസ്സിലായോടെ? കുറെ കാര്യങ്ങൾ പുതിയതൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടെന്നു. വികസിത് ഭാരത് 2027 നമ്മുടെ പ്ലാനാണ്. ഡെവലപ്ഡ് ഇന്ത്യ ബൈ 2047, 2047 കൂടി നമ്മൾ ഡെവലപ്ഡ് ഇന്ത്യ ആകും. എക്കണോമിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സെക്ടേഴ്സിലേടാ സ്ട്രാറ്റജിക് സെക്ടേഴ്സ്, ആ സ്ട്രാറ്റജിക് സെക്ടേഴ്സിനൊക്കെ നമ്മൾ പിൻ പോയിന്റ് ചെയ്യുന്നത് തന്നെ 2047 നമ്മളൊരു വികസിത് ഭാരത്, അതായത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യയായിട്ട് മാറും. വി വിൽ ബി ആ സപ്ലൈ ചെയിനകത്ത് നമ്മളുടെ ഒരു റോള്, ഇന്ത്യയുടെ റോൾ, ഇന്ത്യ ഇല്ലാതെ സപ്ലൈ ചെയിൻ പൂർണ്ണമാകില്ല എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് ഇന്ത്യ വരുന്ന സിറ്റുവേഷനാണ് 2047 പ്ലാൻ ചെയ്യുന്നത്. ഇറ്റ് മൈ നോട്ട് ഹാപ്പൻ ബൈ 2047, ബട്ട് വി ആർ പ്ലാനിങ് ടു അച്ചീവ് ഇറ്റ് ബൈ 2047. വ്ളാഡിമിർ പുടിൻ മനസ്സിലായി. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ ഓൾ ഓഫ് യു, ബാക്കിയുള്ളവർക്കും ഇതേ പറ്റിയിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും, ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നോട്ട് ആക്ച്വലി സ്ട്രെച്ചിങ് ഫർദർ. ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ എന്നാ വൈൻഡ് അപ്പ് ചെയ്യാൻ പിള്ളേരെ. യെസ്, Anandu, thank you so much. Yes, now you got an understanding
Now you got, yes, now I got why you said continuity of government is crucial. Thank you. Yes, continuity of government is very crucial, be it state, be it center. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഇപ്പൊ ഗോൾഡിന്റെ കാര്യം നമ്മളോട് വ്ളാഡിമിർ പുടിൻ ചോദിച്ചില്ലേ? ഇപ്പം ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റിന് ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ചെറിയ മടി കാണിക്കും. അതിന് പകരം ആളുകൾ കൊണ്ട് ഗോൾഡിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. വേറെ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലെങ്കിൽ ഗോൾഡിലെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും സംഭവിക്കും. അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളിലെ പലയിടത്തും ഈ സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെന്റ് ഇസ് ഗെറ്റിംഗ് എഫക്റ്റഡ്. സോ സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാകുമ്പോൾ ഗവൺമെന്റിന്റെ രാജ്യങ്ങളിലുള്ള കമ്പനികളിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ആൾക്കാർ സേഫ് മെക്കാനിസമായിട്ട് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. LOP called Indian economy dead economy. അല്ലല്ല, ഇന്ത്യൻ എക്കണോമി ഒരു ഡെഡ് എക്കണോമി അല്ല. ഇന്ത്യൻ എക്കണോമി ഇസ് ആക്ച്വലി എ സ്റ്റേബിൾ എക്കണോമി ആൻഡ് ഇറ്റ് ഇസ് ഷോയിങ് പ്രോഗ്രസ്. ഇത് കഴിഞ്ഞ കുറച്ച് ഓൾറെഡി നമ്മുടെ PIBയിൽ വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് കേട്ടോ, നമ്മൾ ഗവൺമെന്റ് മാത്രം പറയുന്നില്ല. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യം പറഞ്ഞതാണ് നമ്മുടെ അനില. യെസ്, താങ്ക് യു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഉൾപ്പെടെയുള്ള നീതി ആയോഗ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി, എല്ലാവരും കൂടിയുള്ള വിശകലനത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഒരു നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ എന്തായിരുന്നടാ മറ്റേ സാധനം, അയ്യോ എന്റെ പേര് മറന്നല്ലോ, ഗോൾഡിലോക്സ്. യെസ്, ഗോൾഡിലോക്സ് സിറ്റുവേഷൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്, ഓക്കെ. Alright, so we are winding up today's session. I hope you've got an understanding. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു കണ്ടന്റുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. Bye bye guys. Have a very nice day. Thank you.